പെരിങ്ങാല എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തെ അള്ളാഹുവിന്റെ ദീനീ ചൈതന്യം കൊണ്ട് മാധുര്യമുള്ളതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ അൽ-ഉസ്താദ് അബ്ദുർ റഷീദ് മൗലവി അൽ ബാഖവി അവർകളെ, എന്റെ പ്രിയ സുഹൃത്ത് നജീബ് മൗലവി അൽ ബാഖവി, അബ്ദുള്ള ഉസ്താദ് ഉൾപ്പെടെ ഈ മനോഹരമായ സദസ്സിലെത്തിയ മറ്റ് പണ്ഡിതന്മാരെ, അൽ-ഇഹ്സാൻ യൂത്ത് മൂവ്മെന്റിന്റെ ഏറ്റവും പ്രവർത്തന നിരതരായ ഒരുപാട് ദിവസങ്ങളായി, ഒരുപാട് മാസങ്ങളായി ഈ ഒരു പരിപാടിയെ ഇത്ര ഗംഭീരമാക്കുന്നതിനു വേണ്ടി സർവശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും സ്നേഹനിധികളായ, സ്നേഹസമ്പന്നരായ, ദീനീ സ്നേഹികളായ കൂട്ടുകാരെ, വളരെ നേരത്തെ തന്നെ ഈ മജ്ലിസിൽ എത്തിച്ചേർന്ന രക്ഷകർത്താക്കളെ, ഉമ്മബെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവാദിനാഥനായ പടച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും സാധുക്കളും പാപികളുമായ നമ്മിലേക്ക് അള്ളാഹു വർഷിപ്പിച്ചു തരുമാറാകട്ടെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി നമ്മളൊക്കെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും കരുണക്കടലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റിത്തന്ന് സന്തോഷമുള്ള, സമാധാനമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുവാൻ അല്ലാഹു നമ്മെ തെരഞ്ഞെടുക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ഖബറുകിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുകയും പൂർണ്ണമായ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് സൃഷ്ടാവായ പടച്ചതമ്പുരാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് ആ രസത്തിലും ആ സുഖത്തിലും ആ മധുരത്തിലും ആ ആനന്ദത്തിലും ഈ ലോകത്തിൽ നിന്ന് വിട പറയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽ-ഇഹ്സാൻ യൂത്ത് മൂവ്മെന്റ് എന്ന പേരിൽ ഈ പെരിങ്ങാലയിൽ ഒരു വലിയ ദീനീ ദഅവത്തിന്റെ മേഖലയുടെ കവാടം തുറന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, ഈ വിശാലമായ ഗ്രൗണ്ട് തന്നെ ഇങ്ങനെ ഭംഗിയാക്കിയതിൽ അവരെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ നിലയിലുള്ള ഉന്നതികളും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണക്കടലും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വർഗീയ ആരാമത്തിലെ നമ്മുടെ സംഗമത്തെ അല്ലാഹു പൂർണ്ണമായും കറയറ്റതാക്കി മാറ്റുമാറാകട്ടെ. കറകളഞ്ഞ ജീവിതം നയിച്ച് ഈമാൻ ഉറച്ച മനസ്സോടുകൂടി അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ തന്നെ മരണപ്പെടുന്നതിന് ഈ സദസ്സ് അല്ലാഹു നമുക്കൊരു കാരണമാക്കി തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്ത്രീ വിചാരണ ചെയ്യപ്പെടുമ്പോൾ എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സാധാരണ നിങ്ങളെന്റെ വിഷയത്തിൽ ഏത് പ്രഭാഷണ വിഷയം ശ്രവിച്ചാലും അതിനിടയിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ സ്ത്രീകളെക്കുറിച്ച് പറയാറുണ്ട് എന്നത് എനിക്കു മാത്രമല്ല, നമ്മുടെ വാദിന്റെ മജ്‌ലിസുകളിൽ അധികവും സ്ത്രീകൾ താല്പര്യത്തോടെ വരുന്നതുകൊണ്ടും ഒരു സ്ത്രീ നന്നായാൽ, ഒരു സ്ത്രീയുടെ സ്വഭാവം നന്മ നിറഞ്ഞതായാൽ ആ നാട് മുഴുവനും അതുകൊണ്ട് അതിന്റെ നേട്ടങ്ങൾ അനുഭവിക്കേണ്ടവരാണ് എന്ന ബോധമുള്ളതുകൊണ്ടും പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും സ്ത്രീകളെക്കുറിച്ച് വ്യക്തമായി പ്രഭാഷണങ്ങൾക്കിടയിൽ ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിന്റെ സമാപനമോ അല്ലെങ്കിൽ അതിനിടയിൽ എവിടെയെങ്കിലും ഒരു ഇടവേള ലഭിക്കുമ്പോൾ സ്ത്രീകളെക്കുറിച്ച് പ്രതിപാദിക്കൽ സ്വാഭാവികമാണ്. എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു വിഷയം ആദ്യമായാണ് ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. എല്ലാ വിഷയത്തിനിടയിലും സ്ത്രീകളെക്കുറിച്ച് പറയുന്നതിന്റെ കൂടെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ഞാൻ എന്റെ പ്രിയമുള്ളവരെ ആലോചിച്ചതാണ്, ചിന്തിച്ചതാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഏത് രീതിയിൽ ആ വിഷയം മുന്നോട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകും എന്ന്. കാരണം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം
ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞത് പോരാതെ അതിനുവേണ്ടി വെറും 2 മണിക്കൂർ നമുക്ക് വേണ്ടി മാത്രം പറയാൻ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ആശങ്കയുണ്ടാകും. എന്തൊക്കെയായിരിക്കും നമ്മെക്കുറിച്ച് പറയുക, എന്തൊക്കെയായിരിക്കും നമ്മെക്കുറിച്ച് കുറ്റപ്പെടുത്തുക. ആ ചിന്ത മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രഭാഷണം ശ്രമിക്കണം. എന്തുകൊണ്ട് ഈ വിഷയം ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് സ്ത്രീ വിചാരണ ചെയ്യപ്പെടുമ്പോൾ എന്ന വിഷയം തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ കേരളക്കരയിൽ ഏറ്റവും അധികം പരസ്യ ബോർഡുകൾ തിരുവനന്തപുരം ജില്ല മുതൽ എറണാകുളം വരെയും എറണാകുളം മുതൽ കാസർഗോഡ് വരെയും യാത്ര ചെയ്യുന്ന യാത്രക്കിടയിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ എത്രയോ പരസ്യ ബോർഡുകൾ കാണാറുണ്ട്. ആ പരസ്യ ബോർഡുകളിൽ എല്ലാം പട്ടുസാരി മുതൽ പട്ടുപാവാട മുതൽ പട്ടുവള മുതൽ തുടങ്ങി സർവ്വ വസ്തുക്കളും വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് നിറച്ചാർത്തായി സ്വർണ്ണ നിറം ചേർത്തുകൊണ്ട് ചന്തത്തിൽ ചമഞ്ഞുകൊണ്ട് ഒരുങ്ങി നിൽക്കുന്ന 100 കണക്കിന് 1000 കണക്കിന് തരണീമണികളുടെ ഫ്ലക്സ് ബോർഡുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരസ്യ ബോർഡുകളാണ്. പുരുഷന്മാരെ വെക്കുന്നെങ്കിൽ പോലും അപൂർവം ചില സിനിമാ നടന്മാർ അവര് തന്നെ പാർട്ണറായി നടത്തുന്ന ചില കച്ചവട സ്ഥാപനങ്ങൾക്ക് വേണ്ടി അങ്ങനെ പരസ്യം കൊടുക്കുന്നു എന്നതല്ലാതെ സ്ത്രീകളെ വിട്ടുകൊണ്ടുള്ള, സ്ത്രീകളെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു പരസ്യ ബോർഡ് നമുക്ക് നമ്മുടെ ഇടയിൽ കാണാൻ സാധ്യമല്ല. എന്തിനേറെ അടുത്ത സമയത്ത് ഒരു മതപ്രസംഗത്തിന്റെ നോട്ടീസിന്റെ പുറകിൽ പോലും സുന്ദരിയായ ഒരു പെൺകുട്ടി മൊബൈല് ചെവിയിൽ വെച്ചുകൊണ്ടൊരു മൊബൈൽ കടയുടെ പരസ്യത്തിൽ പിന്നെ ഫോട്ടോ പതിച്ചിരിക്കുന്നതായി കാണാൻ കഴിഞ്ഞപ്പോൾ, യഥാർത്ഥത്തിൽ എല്ലാ പരസ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ അധാർമികതയുടെ അടയാളമാണ് സ്ത്രീയെ കൊണ്ട് മറ്റ് വിൽപ്പന വസ്തുക്കളെ വിറ്റഴിക്കുക, ചരക്കുകളെ വിറ്റുതീർക്കുക എന്നുള്ള ഒരു പ്രവണത. അതുതന്നെ ഒന്നാമത്തെ കാരണം അത് തന്നെയാണ്. സ്ത്രീകളെ പരസ്യ ബോർഡുകളായി മാറ്റപ്പെടുന്നു എന്നത് തന്നെയാണ് ഒന്നാമതായി വിഷയം തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. 2, വെറുതെ പള്ളിക്കരയുടെ പരിസരത്ത് പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്ത്രീകളെ കുറ്റപ്പെടുത്താനോ, എന്റെ മുമ്പിൽ വളരെ സ്നേഹനിധികളായി വന്നിരിക്കുന്ന സഹോദരങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സഹോദരിമാരെ അവരൊക്കെ മോശക്കാരാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് പിരിയുവാനോ വേണ്ടി മനഃപൂർവ്വം ഈ നാടിനു വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത വിഷയമല്ല. പരസ്യ ബോർഡുകൾ മാറ്റിവെച്ചു പോയാൽ പിന്നെ കടകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഏത് കട, പോളിംഗ് ബൂത്ത് മുതൽ എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇലക്ഷന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളെ കൊണ്ട് പാട്ടുപാടിപ്പിക്കാനും ആടുവാനും എന്റെ സഹോദരങ്ങളെ ഏറ്റവും അധികം സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, എന്തിനേറെ നമ്മുടെ മുമ്പിലുള്ള കടകളിൽ പർച്ചേസിന് വേണ്ടിയിട്ട് പോകുന്ന സഹോദരിമാരുടെ എണ്ണം നോക്കിയാൽ പഴയതിനേക്കാൾ കൂടുതലാണ്. പണ്ടൊരു പ്രിയപ്പെട്ട ഉപ്പ തന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് വേണ്ടി വസ്ത്രം വാങ്ങണമെങ്കിൽ ആ ഉമ്മയും മകളും ഭാര്യയും എല്ലാവരും ഉപ്പയോട് പറയും, പെരുന്നാൾ വരികയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വസ്ത്രം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പയോട് റെക്കമെന്റ് നടത്തുമ്പോഴാണ് ആ പ്രിയപ്പെട്ട പിതാവ് തന്റെ മകൾക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് ഡ്രസ് എടുക്കാൻ രാവിലെ പോയി ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം മടങ്ങി വരുമ്പോൾ കയ്യിലൊരു കവറുണ്ടാകും. ഇത് ഉമ്മാക്കാണ്, ഇത് മോൾക്കാണ്, ഇത് ഭാര്യക്കാണ്, ഇത് ഉമ്മാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കവറുകൾ കൊടുക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ കൊതിയോടെ കാത്തിരുന്ന സഹോദരിമാരാണ് പഴയ കാലത്തുണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് ഉപ്പാക്കും ആങ്ങളയ്ക്കും ഭർത്താവിനും ഡ്രസ് എടുക്കാൻ പോകുന്നതാരാ? ഇന്ന് അവർക്ക് ഡ്രസ് എടുക്കാൻ പോകുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ രാവിലെ പോയി ഡ്രസ് എടുത്ത് മടങ്ങി വരുന്നത് വരെ വീട്ടിന്റെ അകത്ത് പുരുഷന്മാർ കാത്തിരിക്കുകയാണ്. അപ്പോ ആ മേഖലകളിൽ സ്ത്രീകൾ വളരെ സജീവമായി കൊണ്ടിരിക്കുന്നു. അധികാര മേഖലകളിൽ സ്ത്രീകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ മുമ്പിലിരിക്കുന്ന ചില സഹോദരങ്ങളെങ്കിലും മനസ്സുകൊണ്ട് വിചാരിക്കും, അല്ലാഹുവേ, എന്റെ ഭാര്യ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നെങ്കിൽ, എന്റെ ഭാര്യ ഒരു വാർഡ് മെമ്പറായിരുന്നെങ്കിൽ, അധികാരത്തിന്റെ കസേരയിലേക്ക് ഭാര്യയെ ഒന്നിരുത്താൻ അറിയാതെയെങ്കിലും ആരെങ്കിലും കൊതിച്ചു പോകുന്ന ഒരു പ്രത്യേകമായ സാഹചര്യമാണ്. ഇതൊന്നുമല്ലാതെ എന്റെ പ്രിയമുള്ളവരെ, ഡൽഹിയിലെ തിരുവോരത്ത് സാധുവാര ഒരു പെൺകുട്ടിയെ പച്ചയ്ക്ക് വലിച്ചു കീറിയിട്ട് കുടൽമാല പുറത്തെടുത്തെറിഞ്ഞിട്ട് പോലും തന്റെ കാമം തീരാറ് ആ പെണ്ണിന്റെ ശരീരത്ത് കയറി നൃത്തം ചവിട്ടിപ്പോയ സഹോദരങ്ങളുടെ കഥ നമ്മൾ പത്രത്തിലൂടെ വായിക്കുകയാണ്. എന്തിനേറെ തൃശൂർ ജില്ലയുടെ ചാവക്കാടെന്ന് പറയുന്ന സ്ഥലത്ത്, ചാവക്കാടിന്റെ പരിസരത്തുള്ള അകലാടെന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് റസിയ എന്ന് പറയുന്ന
27 വയസ്സുള്ള പെൺകുട്ടിക്ക് ഈ അടുത്ത സമയത്ത് ഒരാഴ്ച മുമ്പ് സംഭവിച്ചു പോയ അത്യാഹിതമെന്താ? അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ ആ ഗ്രാമപ്രദേശത്തെ മനോഹരമായ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സമുദായ സ്നേഹികളായ സഹോദരങ്ങൾ സംഘടിപ്പിച്ച മനോഹരമായ പ്രോഗ്രാമിന് വേണ്ടി പ്രഭാഷണത്തിന് പോയപ്പോ ഞാൻ ആ രംഗം വളരെ വ്യക്തമായി മനസ്സിലാക്കിയതാ. സഹായിക്കാൻ ആരുമില്ലാതെ പട്ടിണിപ്പാപമാര കുടുംബത്തിൽപ്പെട്ട റസിയ എന്ന് പറയുന്ന പെൺകുട്ടി, ആ റസിയ എന്ന് പറയുന്ന പെൺകുട്ടി എങ്ങനെയെങ്കിലും നിക്കാഹ് കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് ആ പെങ്ങളുടെ ആങ്ങള സൊസൈറ്റിയിൽ ലോണിന് വരെ അപേക്ഷ കൊടുത്തിരിക്കുകയാ. പ്രിയപ്പെട്ടവര്, എന്നാ തന്നെ വലയിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് വീഴ്ത്തിയ ഒരു കാമുകന്റെ വലയിൽ വീണുകൊണ്ട് ആ കാമുകന്റെ വീടിന്റെ പുറകിലുള്ള പുരയിടത്തിലൊരു വലിയ കുടിയെടുത്തിട്ട് റസിയ എന്ന് പറയുന്ന ഈ സമുദായത്തിന് അലിഫ് പഠിച്ച് ബാഹുപടിച്ച് റസൂലുള്ളാഹിനെ കുറിച്ച് പഠിച്ച് ആദർശം പഠിച്ച് ഖുർആനോരാൻ പഠിച്ച വീട്ടിന്റെ അകത്ത് യാസീനോദിയിരുന്ന സലാത്ത് ചൊല്ലിയിരുന്ന ദുആ ചെയ്തിരുന്ന നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടി പടച്ചതമ്പുരാനോട് പൊരുത്തത്തോടെ പ്രാർത്ഥിച്ചിരുന്ന റസിയ എന്ന് പറയുന്ന 27 വയസ്സിനകത്ത് പ്രായമുള്ള പെൺകുട്ടിയെ തന്റെ പ്രേമപാത്രമായ കാമുകൻ കഴുത്തറുക്കുകയാണ്, കൈയറുക്കുകയാണ്, കാലറുക്കുകയാണ്. അകലാട് വീടിന്റെ പുറകുവശത്ത് വലിയ ഒരു പടുകൂട്ടിൽ കുടിയെടുത്തിട്ട് ആ കുടിയിലേക്ക് വലിച്ചെറിഞ്ഞ് മണ്ണിടുമ്പോ ആ മണ്ണിന്റെ മുകളിൽ മണം പിടിച്ചുകൊണ്ടുവന്ന നായ റസിയ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയുടെ വിരൽത്തുമ്പ് കടിച്ചുകൊണ്ടു പോവുകയാ. സുബ്ഹാനല്ലാഹ്. ദിവസങ്ങളോളം കാണാതിരുന്ന റസിയ എന്ന പെണ്ണിനെ കുറിച്ച് അന്വേഷണം പുരോഗമിക്കുമ്പോ അകലാട് പ്രദേശത്തെ മുസ്ലിം ഭവനത്തിന്റെ വീടിന്റെ വളപ്പില് നായ മാന്തിയെടുത്ത ശരീരത്തിന്റെ ശകലങ്ങൾ മാന്തിയെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ദുർഗന്ധം വലിക്കുന്ന റസിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ശരീരമാണ് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞു പോയതെങ്കിൽ ആ സാഹചര്യത്തിലാണ് എറണാകുളം ജില്ലയുടെ പെരിങ്ങാട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് പെണ്ണെ നിന്നെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡൽഹിയിലെ മാനഭംഗങ്ങൾ അവസാനിക്കുന്നില്ല പെണ്ണ്. തൃശൂർ ജില്ലയെ പോലെ കേരളത്തിന്റെ ഓരോ ജില്ലയുടെ വീടിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ പ്രേതങ്ങളെ വെട്ടിയെടുക്കുന്ന സാഹചര്യങ്ങൾ അവസാനിക്കുന്നില്ല സഹോദരി. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട എന്റെ മുസ്ലിം ഉമ്മമാരോട്, മുസ്ലിം ഇഫ്തമാരോട് അല്ലാഹു പടച്ചതമ്പുരാ നിന്നെ പടച്ചിരിക്കുന്നത് എന്തിനാണ്? നാളെ പരലോകത്ത് നിന്നെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുന്നതിന് മുമ്പ് ഈ വിശുദ്ധമായ മജ്‌ലിസിൽ വന്ന ഉമ്മ, ഈ സദസ്സിൽ വന്ന പെങ്ങളെ, ഇവിടെ ഇരുന്നു കൊണ്ട് സ്വയം ഒന്ന് വിചാരണ ചെയ്ത് ആ വിചാരണയിലൊന്ന് ഉരുകി ഒലിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യാ. എന്റെ പ്രിയമുള്ള സഹോദരിമാരൊന്ന് ഒരുങ്ങിക്കോ. അതിനുള്ള ഒരു വലിയ ഗൗരവമുള്ള ചിന്തകൾ മാത്രം. സഹോദരിമാരെ കുറിച്ച് പറയുന്നത് കൊണ്ട് അളിയാ നമുക്കിന്ന് മൊബൈൽ നോക്കി എണിയും പാമ്പും കളിച്ചുകൊണ്ടിരിക്കാം, ഉസ്താദ് എന്ന് തീർത്ഥം സഹോദരിമാരെ കുറിച്ചാണ് എന്ന ചിന്ത വേണ്ട. സഹോദരിമാരെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം കേൾക്കേണ്ടത് ആരാണ്? പുരുഷന്മാരാണ്. ആണത്വമുള്ളവരാണെങ്കിൽ, പെൺകൂസന്മാരാണെങ്കിൽ കേട്ടിട്ട് കാര്യമില്ല, അങ്ങോട്ട് മര്യാദ പഠിപ്പിക്കാൻ ചെല്ലാൻ പറ്റില്ല. ചില സഹോദരിമാര് പറയില്ലേ, അയൽക്കൂട്ടത്തിന് പോയിരിക്കുമ്പോ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ വെറും മണക്കൂസാൻ, എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വെറും കഞ്ഞിയാണ്. താൻ പറഞ്ഞാൽ ഭർത്താവ് ശ്രദ്ധിക്കും, ഭാര്യ ശ്രദ്ധിക്കും, ഭാര്യ മനസ്സിലാക്കും എന്ന ബോധമുണ്ടെങ്കിലേ ഈ വിഷയം നിങ്ങൾ കേട്ടിട്ട് ഉപകാരമുള്ളൂ. ആങ്ങളമാര് ശ്രദ്ധിക്കേണ്ടത് എന്റെ പെങ്ങളെ ഞാൻ ഇന്ന് ഈ വിഷയം കേൾക്കുന്ന രീതിയിൽ, ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് വളർത്തുമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഭർത്താക്കന്മാര് തീരുമാനിക്കേണ്ടത് അൽഹംദുലില്ലാഹ് ഉസ്താദേ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ഉപദേശങ്ങളും, എല്ലാ നിർദ്ദേശങ്ങളും, എല്ലാ സൗകര്യങ്ങളും എന്റെ ഭാര്യയെ ഭാര്യയാക്കി മാറ്റാൻ, സ്വാലിഹത്തായ ഭാര്യയാക്കി മാറ്റാൻ ഞാൻ ശ്രമം നടത്തുന്നതാണ്. അതുപോലെ മക്കൾ ഉമ്മയോട് പറഞ്ഞു കൊടുക്കാൻ. ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീ കഥാപാത്രങ്ങളാണ് നമ്മുടെ ഈ ഭാഗത്ത് ഒരു ഭാഗത്ത് നിറഞ്ഞിരിക്കുന്നത്. അവരോട് പറയുന്നു അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ ഈ പറയുന്ന രീതിയിലൂടെ ഒരു പരിവർത്തനത്തിന്റെ പാത ഞാൻ തിരഞ്ഞെടുക്കാൻ തയ്യാറാണ് എന്ന് ചിന്തിച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെടും. നിങ്ങളെല്ലാവരും ചിന്തിക്കും, എന്തിനാണ് ഉസ്താദേ ഇങ്ങനെ സ്ത്രീകളെ മാത്രം എപ്പോഴും ഇങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്താറുണ്ടല്ലോ? ഇതൊരു കുറ്റപ്പെടുത്തലല്ല സഹോദരിമാരെ, ഇത് ആക്ഷേപിക്കലോ പരിഹസിക്കലോ അല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് നല്ലല്ലോ പറഞ്ഞു. ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ആദ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയുമ്പോൾ നമ്മൾ സ്വലാത്ത് ഇല്ലാത്തത് എന്തെന്നറിയോ? ഞാൻ പറഞ്ഞു എന്താ? നിങ്ങൾ അതിനുശേഷം ഇങ്ങനെ മക്കയുടെ സമ്മാനമായ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുമ്പോൾ സ്വലാത്ത് എല്ലാം വേണ്ടിയിട്ടാണ്.
അത് കേൾക്കുമ്പോ സലാത്ത് ചെല്ലാൻ വേണ്ടി നമ്മൾ ആദ്യം പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നത് അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ലോകത്ത് പ്രവാചകന്മാരിൽ ഒരൊറ്റ ആൾക്ക് മാത്രം കൊടുത്ത മഹാത്ഭുതമേ മിഅ്റാജ്. ലോകത്ത് എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു ഇഷ്ടപ്പെടുമ്പോ, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു ആദരവ് കൊടുക്കുമ്പോ, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു അംഗീകാരം കൊടുക്കുമ്പോ അതിൽ നിന്ന് ഒരാളെ മാത്രം തെരഞ്ഞെടുത്ത് കൊണ്ടുപോയ മിഅ്റാജ്. ആ ദിനത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് സ്വർഗം കാണിച്ചു കൊടുക്കുകയാ, നരകം കാണിച്ചു കൊടുക്കുകയാ. ആ സ്വർഗ നരകങ്ങളിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് കടന്നുപോയ ചരിത്രം നിങ്ങൾക്കറിയാം എന്റെ പ്രിയപ്പെട്ടവര്. ആ സ്വർഗം കണ്ടപ്പോ സന്തോഷിച്ച അല്ലാഹുവിന്റെ റസൂല് നരകം കണ്ടപ്പോ ഏറെ സങ്കടപ്പെട്ടു പോയി. നാട്ടിലേക്ക് വന്നിട്ട് തന്റെ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അടക്കമുള്ള മഹിളാ രത്നങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടിയും തന്നറിയോ? ഏറ്റവും അധികം നരകത്തിൽ ഞാൻ കണ്ടുപോയത് സ്ത്രീകളെയാണ്. ഏറ്റവും അധികം നരകത്തിൽ ഞാൻ കണ്ടുപോയത് സ്ത്രീകളെയാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തുവത്രേ, എന്റെ സഹോദരിമാരെ, അതിലൊരാളായി നിങ്ങൾ മാറാതിരിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. സഹോദരിമാര് തീരുമാനിച്ചോ രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ പ്രസംഗ കാസറ്റ് പോലെ ഇതിനെ തള്ളിക്കളയാൻ പാടില്ല. നിന്റെ മനസ്സിന്റെ ഉള്ളറയിലേക്ക് എനിക്കൊരു പരിവർത്തനം കിട്ടണമെന്ന തീരുമാനത്തോടുകൂടി അല്ലാഹു എന്ന് സാക്ഷിയാക്കിയിട്ട് ഈ പ്രഭാഷണം ശ്രവിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും സ്ത്രീകളെ കുറിച്ച് ആധികാരികമായി സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഓരോന്ന് പറയുമ്പോഴും മാണിക്കമുത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരിമാർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തെളിച്ചു കൊടുക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പള്ളിക്കരയിലും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സഹോദരിമാരോട്, തരുണീമണികളോട്, ജീവിതത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് കാലെടുത്തു വെക്കാൻ കൊതിക്കുന്ന 18കാരിയോട്, വിവാഹം കഴിഞ്ഞ് പുതിയ ഒരു ഭാര്യയായിട്ട് ഭർത്താവിനോടൊത്ത് കറങ്ങാ മാസങ്ങളോളമുള്ള ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്ന സഹോദരിമാരോട്, ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോ നല്ലൊരു ഉമ്മയാകണമെന്ന് കൊതിച്ചുകൊണ്ട് കുഞ്ഞുമോളെയും കൊണ്ട് സന്തോഷത്തോട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങന്മാരോട് പറയുകയാ, മക്കളെയും ചെറുമക്കളെയും കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഉമ്മമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് കൊണ്ടു നിർത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വിചാരണ നടത്താറുണ്ട്. സഹോദരിമാര്, നീ പെണ്ണായതുകൊണ്ട് മാത്രം നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. അതൊക്കെ വ്യക്തമായി അല്ലാഹു നിന്നോട് ചോദിക്കുമ്പോ അതിന് മറുപടി കൊടുക്കാ. എന്റെ പ്രിയമുള്ള സഹോദരിമാര്, മനസ്സ് വെക്കുക, ഏത് പ്രവാചകരാണ് നിങ്ങൾ ഇത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ വെറുത്തത് കൊണ്ടല്ല. ഏറ്റവും അധികം നിങ്ങൾ നരകത്തിലെന്ന് പറഞ്ഞത്, നിങ്ങളെ നരകത്തിലാക്കിയത് അല്ലാഹുവിന്റെ റസൂലല്ല. പുന്നാര നബി തങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പില്ല പെങ്ങള്, പുന്നാര റസൂലിന് നിങ്ങളോട് വെറുപ്പില്ല പെങ്ങള്. ഈ മണ്ണിന്റെ മലരായ മാണിക്യമൊത്ത് പറഞ്ഞതെന്താ? ദുനിയാവിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന 3 വസ്തുക്കളുണ്ട്. ദുനിയാവിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന 3 വസ്തുക്കളുണ്ട്. ആ 3 വസ്തുക്കളിൽ ഒന്നാമത്തത് നിസാ, സ്ത്രീകളെയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ദുനിയാവിലെ 3 വസ്തുക്കളെ ഞാനേറെ ഇഷ്ടപ്പെടുകയാ. അതിലൊരു വസ്തു സ്ത്രീകളാണെന്ന് പറഞ്ഞെങ്കിൽ ലോകത്ത് പുരുഷന്മാർക്ക് അങ്ങനെ ഒരു സ്ഥാനം അല്ലാഹു കൊടുത്തിട്ടില്ല പെണ്ണേ. ഫാത്തിമയുടെ ഉപ്പയായ റസൂല് നിങ്ങളെ നരകത്തിലാണെന്ന് മനഃപൂർവ്വം പറഞ്ഞതല്ല. ഐഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മണിമാരനായ അല്ലാഹുവിന്റെ റസൂല് നിങ്ങളെ നരകത്തിലാണെന്ന് മനഃപൂർവ്വം പറഞ്ഞതല്ല. പിന്നെയോ അല്ലാഹു നരകത്തിലാക്കി കാണിച്ചു കൊടുത്ത സ്ത്രീകളെ കാണിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൻ തുമ്പിലൂടെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രത്യേക പദവിയാണ് പ്രിയമുള്ളവരെ സമ്മാനിക്കുന്നത്.
അതുകൊണ്ട് സഹോദരിമാർ സങ്കടപ്പെടണ്ട, നിരാശപ്പെടണ്ട. ഇത് അവർക്കെതിരെയുള്ള ഒരു നസീഹത്താണെന്ന് മനസ്സിലാക്കണ്ട. അള്ളാന്റെ റസൂല് കടന്നു വരുമ്പോ പുന്നാര നബി തങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്, നിങ്ങളെ ആക്ഷേപിക്കുകയാണ് എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് കടന്നു വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അള്ളാന്റെ റസൂല് കടന്നു വരുന്ന വേളയിൽ ഒരു പെണ്ണിന്റെ ദുനിയാവിന്റെ പുറത്ത് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവുമില്ലായിരുന്നു. പിന്നെ പിറന്നു വീണ കുഞ്ഞു പെണ്ണാണെന്നറിഞ്ഞാൽ ഖുർആൻ പറയുന്നു, വഇദാ ബുശ്റ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹു മുസ്വദ്ദൻ വഹുവ കദീം. ഒരു കുഞ്ഞ് പിറന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ പിറന്നു വീണ കുഞ്ഞ് പെണ്ണാണെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വല്ല വജ്ഹു മുസ്വദ്ദൻ വഹുവ കദീം, അവന്റെ മുഖമങ്ങ് കറുത്തിരുണ്ടു പോവുകയാണ്. അല്ലാഹുവേ, എങ്ങനെയാണ് ഞാൻ അറേബ്യയിൽ ജീവിക്കുക? പെണ്ണാണല്ലോ പിറന്നു പോയതെന്ന് പറഞ്ഞ് ചോരയുടെ മണം മാറാത്ത കുഞ്ഞിനെ അതാ മരുഭൂമിയിൽ മണ്ണ് മാന്തിയിട്ട് ആ മണ്ണിനടിയിലേക്ക് തള്ളിയിടുകയാ. പിറന്നു വീടുന്ന മക്കളെ മാറോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ഉമ്മ, പിറന്നു വീടുന്ന മക്കളെ ജീവന്റെ ജീവനായി ഇഷ്ടപ്പെടുന്ന ഉമ്മ, അതാണെങ്കിലും പെണ്ണാണെങ്കിലും എന്റെ കരളെ, എന്റെ മലരെ, എന്റെ മാണിക്യമുത്തേ എന്ന് വിളിച്ചുകൊണ്ട്, എന്റെ ചക്കര സത്തേ എന്ന് വിളിച്ചുകൊണ്ട് മുത്തം കൊടുക്കുന്ന ഉമ്മമാരെ, പെണ്ണാട് പിറക്കുന്നതെന്നറിഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിന്റെ അറബികൾ ചെയ്തിരുന്ന പ്രവണത എന്താ? ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് വളർത്തണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മണ്ണ് വാന്തയിട്ട് കുഴിച്ചിടുമായിരുന്നു. കരയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറ്, ഉമ്മാനെ വിളിക്കാനുള്ള പ്രായം വരെ ജീവിക്കാനുള്ള അവകാശം കൊടുക്കാറ്, മണ്ണ് വാന്തയിട്ട് കുഴിച്ചുകൂടിയിരുന്ന കാലഘട്ടത്തിലാ ലോകത്തിന്റെ പ്രകാശമേ നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ വെളിച്ചമുള്ള നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നിട്ടാ പെണ്ണിനെ കുഴിച്ചു മൂടിയ മണ്ണിന്റെ മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? മൻ യലിയ മിൻ ഹാദിഹിൽ ബനാ, ഈ പെൺമക്കളുടെ കാര്യത്തിൽ ആരെങ്കിലും ഏറ്റെടുത്തോ ആ മക്കൾക്ക് ആരെങ്കിലും ഗുണം ചെയ്ത, പെണ്ണാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഗുണം ചെയ്ത, കുന്നലഹു സിത്റം മിനന്നാർ, അവർക്കത് നരകത്തിന്റെ മറയായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിറന്നു വീഴുന്നത് പെണ്ണാണെന്നറിയുമ്പോ ആ പെണ്ണിനെ സ്നേഹത്തോടുകൂടി വാരിയെടുത്ത് മുത്തം കൊടുക്കാ പഠിപ്പിച്ച നബിയേ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പെൺമക്കളെ വളർത്തിയാൽ പ്രായപൂർത്തിയാകുന്നത് വരെ വളർത്തിയിട്ട് അവർക്ക് അനുയോജ്യരായ ഇണകളെ തേടി പിടിച്ചു കൊടുത്ത കുന്നലഹു സിത്റം മിനന്നാർ, അവർക്കത് നരകത്തിന്റെ മറയായിരിക്കുമെന്ന് പഠിപ്പിച്ച നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ള ഒരിക്കലും പെണ്ണേ നിന്നെ നരകത്തിലാക്കാൻ വന്ന പ്രവാചകരല്ല, നിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാമെന്ന പ്രവാചകനല്ല. പിന്നെയോ നിങ്ങളിൽ ഒരാൾ നരകത്തിന് വേണ്ടി ജീവിക്കുന്നതാണെന്നറിയുമ്പോ കണ്ണുനീരോടുകൂടി സ്നേഹത്തോടുകൂടി സ്വർഗത്തിന്റെ വഴി നിങ്ങൾക്ക് തെളിച്ചു തരാൻ വന്ന മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സഹോദരിമാരെ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കണ്ട ഖുർആൻ നമുക്കെതിരാണ്, പ്രവാചകർ നമുക്കെതിരാണ്, പണ്ഡിതന്മാർ നമുക്കെതിരാണ്. ഒരിക്കലുമല്ല. പെണ്ണുള്ള വീട് ഐശ്വര്യമാണ്, പെണ്ണു പിറന്നാൽ സന്തോഷമാണ്, പെണ്ണിനെ വളർത്തുന്നവർക്ക് പ്രതിഫലമാണ്, ആ പെണ്ണിന് ഗുണം ചെയ്താ സ്വർഗമാണ്. പെൺമക്കളുള്ളവരെന്ന് കൈ ഉയർത്തി. 2-ിലധികം പെൺമക്കളുള്ളവർ, 2 മക്കളിലധികം പെൺമക്കളായിട്ടുള്ളവരെന്ന് കൈവയ്ക്ക്. എറണാകുളത്ത് അനുഗ്രഹം വളരെ കുറവാണ്, വളരെ കുറവാണ്. 2 പെൺമക്കളിൽ കൂടുതലുള്ളവർ കൈവക്കാൻ പറഞ്ഞപ്പോ വളരെ തുച്ഛം, വളരെ കുറവ് ആൾക്കാർ മാത്രമേ കൈ ഉയർത്തിയിട്ടുള്ളൂ. സ്റ്റേജിൽ ആരെങ്കിലും ഉയർത്താൻ തന്നെ ജീവിസ്ഥാനത്ത് അബ്ദുള്ള എത്ര മക്കളുണ്ട്? 3 പെൺകുട്ടികൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊരു കുട്ടിക്ക് കൊണ്ട് ദുആ ചെയ്യാൻ, ഒരു കുട്ടിക്കല്ല 3 മക്കൾക്കും ദുആ ചെയ്യാൻ പറഞ്ഞുവെങ്കിലും ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു ഉസ്താദിന്റെ കുടുംബത്തിൽ സർവ്വവിധ അനുഗ്രഹവും ഐശ്വര്യവും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. ഇവിടെ കൈവക്കാറായില്ലേ?
ബാക്കിയത്തിൽ പഠിച്ചപ്പോഴേ കെട്ടിയതാണല്ലേ ഇതൊക്കെ. ഒന്നേ പറഞ്ഞതാ, ഡിഗ്രി എടുത്ത് ഇറങ്ങിയ ഫസ്റ്റ് പരിപാടി ജോലിയല്ല പെണ്ണ് കിട്ടില്ലെന്ന് പറഞ്ഞ. അള്ളാഹു താല കൈ പൊക്കാൻ തൗഫീഖ് കയറട്ടെ. അത് വേണം, 2-3 പെൺമക്കളൊക്കെ വേണം. എനിക്ക് മക്കളുണ്ട്, പക്ഷെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ, പിന്നെ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കാര്യം എല്ലാവർക്കും അറിയാം. അള്ളാഹു സുബ്ഹാനഹു തആല പെൺമക്കളെ തരട്ടെ, പെൺമക്കളെ തരട്ടെ. പെൺമക്കൾ വേണം, അതൊരു ഐശ്വര്യമാണ്. അതൊരു അറിയപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാർക്കൊക്കെ പെൺമക്കളുണ്ട്. ഒരുപാട് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് പേർക്ക് അള്ളാഹു പെൺമക്കളെ കൊടുത്തിട്ടുണ്ട്. പെൺമക്കൾ ഒരു ജീവിതത്തിൽ ഒരു സന്തോഷമാണ്. അബ്ദുള്ളാഹ് പെൺമക്കളില്ലല്ലേ? വേണം ഇൻഷാ അല്ലാഹ്. ഉസ്താദ്മാരുടെ കൂടെ നടന്നാ പോരാ, വീട്ടിലേക്ക് പോയി നിൽക്കണം വല്ലപ്പോഴും. എല്ലാ ദിവസവും എന്റെ കൂടെ, എല്ലാ ദിവസവും ചോദിച്ചു. മൈക്ക് സെറ്റാറിന്റെ അടുത്ത് വന്ന് എല്ലാം കാണാതെ പിടിച്ചിട്ട് ഒരു ഭാഗം അവന് പറഞ്ഞു കൊടുക്കരുത്. അവൻ പുതിയ യൂണിറ്റ് ഒക്കെ തുടങ്ങാൻ പോവാ. മൈക്ക് സെറ്റ് ആംപ്ലിഫയറൊക്കെ വാച്ച് നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് സോപ്പിട്ടെല്ലാം പഠിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോ പെൺമക്കളൊരു അനുഗ്രഹമാണ് അല്ലേ? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതാ, പെണ്ണിനെ വളർത്തുന്നവർക്ക് ഞാനാണ് ഉത്തരവാദിത്വം നിൽക്കുന്നത് സ്വർഗം കൊടുക്കാമെന്ന്. പിന്നെ എങ്ങനെയാണ് പെണ്ണെ, പിന്നെ എങ്ങനെയാണ് പള്ളിക്കരയിലെ സഹോദരിമാരെ നിനക്ക് അല്ലാഹുവിന്റെ റസൂൽ എതിരാകുന്നത് എങ്ങനെയാ? പിന്നെ എങ്ങനെയാണ് സഹോദരിമാരെ നിനക്ക് അല്ലാഹു നരകം തരുന്നത്? പുന്നാര നബി തങ്ങൾ കരഞ്ഞുകൊണ്ടാ സഹാബത്തിനോട് പറഞ്ഞു പോയത്, പെണ്ണേ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിന്റെ പർദ പോലും നിന്നെ നരകത്തിൽ കൊണ്ടുപോകുന്നതാ, നിന്റെ തലമറക്കുന്ന മഫ്ത പോലും നിന്നെ നരകത്തിൽ കൊണ്ടുപോകുന്നതാ. ശ്രദ്ധിച്ചില്ലെങ്കിൽ പെണ്ണേ നിന്റെ സംസാരം മറിമോളെ നിനക്ക് നരകമാണ്, നിന്റെ നടത്തം മറിമോളെ നിനക്ക് നരകമാണ്. ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും വളരെ ശ്രദ്ധയോടുകൂടി കിടന്നില്ലെങ്കിൽ എന്റെ സഹോദരിമാരെ നിനക്ക് നരകമുറപ്പാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വില കുറഞ്ഞതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്, വില കൂടിയതുകൊണ്ടാണ്. വലിയ ഒരു മാണിക്യമുത്ത് നമ്മുടെ കയ്യിലിരിക്കുന്നു. പറയൂലേ, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, തറയെ വീണാൽ പൊട്ടിപ്പോവും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അതിന് വിലയില്ലാത്തത് കൊണ്ടല്ലോ. ഒരു പാറക്കല്ലാണ് ഇരിക്കുന്നെങ്കിൽ അവിടെ എടുത്ത് കളയണമെന്ന് പറയില്ലേ? അതുകൊണ്ട് പെണ്ണു പാറക്കല്ലല്ല, മാണിക്യമുത്താണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അതിനെ സൂക്ഷിക്കാൻ. അപ്പൊ നിങ്ങൾ വിലയുള്ളവരാണ്. അപ്പൊ നിങ്ങൾ പറയും ഉസ്താദെ സൂചിപ്പിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ എത്ര സൂചിപ്പിച്ചാൽ ഇന്ന് നമ്മളെ നരകത്തിന്റെ കാര്യം പറയുന്നുള്ള കാര്യം ഉറപ്പ്. അങ്ങനെ സൂചിപ്പിച്ചതല്ല, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അപ്പോ അതുകൊണ്ട് നിങ്ങളെ മനഃപൂർവ്വം കുറ്റപ്പെടുത്തുന്നതാണ്, പരിഹസിക്കുന്നതാണ് എന്ന തോന്നൽ എന്റെ പ്രിയമുള്ള സഹോദരിമാർക്ക് വരരുത്. ഇന്നീ പ്രഭാഷണം കഴിയുമ്പോൾ ദുആഇന് മുമ്പ് സലാത്ത് ചെല്ലുന്ന സമയത്ത് ഈ സരസിന്റെ മുമ്പിലിരുന്നു കൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാര് വിചാരണ നടത്തുക, അല്ലാഹുവേ എന്റെ ഉമ്മയുടെ ഉദരത്തിനകത്തിരുന്ന് ഞാനൊരു പെൺകുട്ടിയായിട്ടാ പുറത്തേക്ക് വന്നത്, അതെന്റെ തീരുമാനമല്ല അല്ലാ. എന്നെ പെണ്ണാക്കിയത് നീയാണ് പടച്ചവനെ, എന്നെ പെണ്ണാക്കിയത് നീയാണ് തമ്പുരാനെ. എന്റെ ആഗ്രഹം കൊണ്ടല്ല, എന്റെ ആശ കൊണ്ടല്ല, എന്നെ പെണ്ണായി പടച്ച അല്ലാ. നാളെ പരലോകത്ത് നിന്റെ കോടതിയിലേക്ക് എന്നെ കൊണ്ട് നിർത്തുമ്പോ ഞാൻ എന്തൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത്. മദീനയുടെ മുറ്റത്തിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തിനോട് ഹസിബൂ ഖബല അൻ തുഹാസബൂ, അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നീ സ്വയം വിചാരണ ചെയ്യുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് പുരുഷന്മാരോട് മാത്രമല്ല. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാ. അല്ലാഹുവേ, ഉമറിന് കള്ളം പറഞ്ഞു അല്ലാ, ഉമറിന് ഹറാമ കണ്ടു അല്ലാ, ഉമറിന് ഹറാമ ചിന്തിച്ചു അല്ലാ. എന്നിട്ട് ചാട്ടവാറുകൊണ്ട് ഉമറിന്റെ ശരീരത്തെ പ്രഹരിക്കുകയാണ്, അടിക്കുകയാണ്. എന്നിട്ട് കരഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മദീനയുടെ മണിവാറെന്ന ചാരപ്പ് കിടന്നിറങ്ങോ അല്ല വിധിക്കപ്പെട്ടവനോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ സഹോദരങ്ങള്, ആ ബഹുമാനപ്പെട്ടവരുടെ കാലം കുറിക്കുന്ന നീതിമാനെന്ന ആ മനോഹരമായ ചരിത്രം ഞാൻ അവതരിപ്പിച്ചപ്പോ കേരളം എന്തുമാ
എത്രമാത്രമാണ് നെഞ്ചിലേറ്റിയതെന്ന് നിങ്ങൾക്കറിയുമോ? ആദ്യത്തെ ദിവസം തന്നെ 5000-ലധികം കാസറ്റുകൾ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളാണ് ചുണക്കുട്ടന്മാര് വാങ്ങിക്കൊണ്ടുപോയിട്ട് ഉസ്താദ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ദുനിയാവിൽ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി പ്രകമ്പനത്തോടെ നിലകൊണ്ട ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള സഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭവനത്തിലേക്ക് പോയി. തന്റെ ശരീരത്തെ വിചാരണ നടത്തുന്നത് പുരുഷന്മാരോട് മാത്രമല്ല. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞതുകൊണ്ടല്ല. എന്റെ സഹോദരിമാരെ, നീയും വിചാരണ നടത്തപ്പെടും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ. എവിടെയാണോ നിന്നെ കബറടക്കുന്നത്, ആ എറണാകുളത്താണ്, തൃശ്ശൂരാണ്, എവിടെയാണെങ്കിലും ആ കബറിന്റെ അകത്തുനിന്ന് നിന്നെ അല്ലാഹുവിന്റെ റബ്ബിന്റെ അല്ലാഹു പടച്ചതമ്പുരാന്റെ കോടതിയിലേക്ക് കൊണ്ടുവരികയാ. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. മനുഷ്യരടക്കമുള്ള ജിന്നുകളടക്കമുള്ള ഒരാൾക്ക് പോലും പടച്ചോന്റെ അനുമതിയില്ലാതെ ഒരു കാൽപ്പാരം പോലും ചലിപ്പിക്കാൻ കഴിയാത്ത പടച്ചോന്റെ കോടതിയിലേക്ക് പെണ്ണെ നിന്നെ കൊണ്ടുവരികയാ. ആ അല്ലാഹുവിന്റെ റസൂല് മനസ്സിലാക്കിയിട്ടാ പറഞ്ഞത്. ഇവിടുന്ന് കണ്ണടയുന്നതിന് മുമ്പ്, റൂഹ് പിരിയുന്നതിന് മുമ്പ്, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നിന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ്, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ ജീവിതത്തിന്റെ കർമ്മങ്ങളെ നീ ഒന്ന് സ്വയം വിചാരണ നടത്തുക. അല്ലാഹു നിന്നോട് നാളെ ചോദിക്കപ്പെടുന്ന രംഗങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിമിഷങ്ങള് ഈ മണ്ണിന്റെ പുറത്ത് നീ സമ്മാനമായി പടച്ചോന് തിരികെ കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാ സഹോദരിമാരെ ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു പടച്ചതമ്പുരാ നാളെ വിചാരണ നടത്തപ്പെടുമ്പോ ആദ്യമായിട്ട് പെണ്ണേ നിന്നെ പടച്ചോന്റെ കോടതിയിൽ കൊണ്ടുവരുന്നത് ഏത് രീതിയെക്കുറിച്ച് ചോദിക്കാനാണ് പെങ്ങളെ? ദുനിയാവിൽ ആദ്യം നീ പിറന്നു വീണ് പൊട്ടിക്കരഞ്ഞപ്പോ നീ ഒരു മോളായിരുന്നല്ലോ, നീ ഒരു മകളായിട്ടാണല്ലോ പിറന്നത്. ആ മകളെന്ന് പറയുന്ന പദവിയെക്കുറിച്ച്, മകളെന്ന് പറയുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ച് നാളെ അല്ലാഹു പടച്ചതമ്പുരാൻ നിന്നോട് ചോദിക്കും. ഒന്നാമത്തെ വിചാരണ മകളോടുള്ള വിചാരണ. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ ഒന്നെങ്കിൽ മകളാണ്, ഇല്ലെങ്കിൽ ഉമ്മയാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, അല്ലെങ്കിൽ പെങ്ങളാണ്. ഈ 4 രീതിയിൽ എന്തായാലും ഇതിലേതെങ്കിലും ഒന്നിൽ ഉറപ്പായും സീറ്റ് ഉറപ്പിച്ചവരാണ് ഈ സഹോദരിമാരെന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ മകളായിരിക്കുന്ന പെണ്ണിനെ കൊണ്ടുവരികയാ. എറണാകുളം ജില്ലയുടെ പള്ളിക്കരക്കടുത്ത് പെരിങ്ങാലയിൽ തടിച്ചുകൂടിയ സഹോദരിമാരെ, 7 മണിയായപ്പോ തന്നെ വിശാലമായ ഗ്രൗണ്ടിന്റെ അകത്ത് നിറഞ്ഞു കവിഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിക്കുകയാ, നീ ഒരു മകളാണ് പെണ്ണേ. അല്ലാഹു പടച്ചതമ്പുരാന്റെ കോടതിയിൽ നിന്നെ കൊണ്ടുവരികയാ. നീ ഒരു മകളായ രീതിയിൽ നിന്നെ വിചാരണ നടത്തപ്പെടുകയാ. അല്ലാഹു പടച്ചതമ്പുരാൻ നീ മകളായിരിക്കുമ്പോ നിന്നോട് ചോദിക്കുന്നതെന്താ? നിന്റെ മാതാപിതാക്കളോട് നീ കാണിച്ച കടമകളെ കുറിച്ച്, ബാധ്യതകളെ കുറിച്ചാ. ഇന്നലെ എന്റെ പ്രിയ കൂട്ടുകാരൻ നിങ്ങളോട് പറഞ്ഞത് മാതാപിതാക്കളെ കുറിച്ചാണെന്നറിയാ. എന്നാലും പറയാതിരിക്കാൻ കഴിയുന്നില്ല. മാതാപിതാക്കളെ നോക്കുക എന്നത്, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത്, മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നത്, മാതാപിതാക്കളെ ആദരിക്കുക എന്നത്, അവർക്ക് സഹായം ചെയ്തു കൊടുക്കുക എന്നത് ഒരു പുരുഷന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഒരു ആണുങ്ങളുടെ മാത്രം കടമയും കർത്തവ്യവുമല്ല. പിന്നെയോ പെണ്ണേ, നിന്നെ പ്രസവിച്ചതും ഉമ്മയാണ്, നിന്നെ വളർത്തിയതും ഉപ്പയാണ്. അതുകൊണ്ട് ആ മാതാപിതാക്കളോടുള്ള നിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അല്ലാഹു നാളെ വിചാരണ നടത്തപ്പെടുന്നതിന് മുമ്പ് ഈ വിശാലമായ സദസ്സിൽ നിന്നുകൊണ്ട് ചിന്തിച്ചോ പെങ്ങളെ. ഞാൻ മാത്രമല്ലല്ലോ, എന്റെ ഉമ്മായ നോക്കാൻ ഇക്കയുണ്ടല്ലോ, എന്റെ ഉപ്പായ നോക്കാൻ ആങ്ങളമാരുണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറി ചിന്തിക്കണ്ട.
ഉമ്മയോടുള്ള ഉപ്പയോടുള്ള നിന്റെ ബാധ്യത എന്തുമാത്രം നീ നിറവേറ്റിയെന്ന് പെണ്ണേ നിന്നോട് തന്നെ അള്ളാഹു ചോദിക്കുന്നതാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ പൂർണ്ണമായും തയ്യാറെടുക്കുക. ഒന്നാമത് അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു സ്ത്രീയെ വിചാരണ നടത്തപ്പെടുമ്പോൾ അവരോടുള്ള ചോദ്യം ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരോടും ആദ്യം വിചാരണ നടത്തപ്പെടുന്ന നിസ്കാരത്തെക്കുറിച്ചാണെന്നറിയാം. അതല്ല ഞാൻ ഈ പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആദ്യമായിട്ടൊരു പെണ്ണിനോട് അല്ലാഹു ചോദിക്കുന്നത് നീ മകളായിരുന്നല്ലോ ഉമ്മയോടുള്ള ഉപ്പയോടുള്ള നിന്റെ ബാധ്യത നീ എങ്ങനെയാണ് പരിഹരിച്ചതെങ്ങനെയാണ് പൂർത്തീകരിച്ചതെന്ന് ചോദിക്കുമ്പോ എന്റെ സഹോദരിമാര് എറണാകുളം ജില്ലയുടെ പള്ളിക്കരയിലെ പെരിങ്ങാളിരുന്നു കൊണ്ട് ചിന്തിക്കും ഉസ്താദേ, ഞങ്ങൾക്ക് 5 ആങ്ങളമാര്, ഞാനാണ് ഒരു പെങ്ങളുള്ളത്, ഒരു പെണ്ണായിട്ടുള്ളത്. എന്റെ ഉമ്മാക്ക് 5 ആൺമക്കളാണ്. എന്റെ ഉമ്മയെ അവര് പൊന്നുപോലെ നോക്കിക്കൊള്ളും ഉസ്താദ്. എന്റെ ഉപ്പാക്കൊരു സങ്കടവും വരൂല്ല. ഓരോ മാസവും എന്റെ പ്രിയപ്പെട്ട ആങ്ങളമാര് മലേഷ്യയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, ദുബായിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് എന്റെ ഉപ്പാക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടൊരു പെണ്ണായ ഞാനൊന്നും എന്റെ പിതാവിനോട് ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന പെണ്ണേ, ലോകത്ത് ഏറ്റവും അധികം വളർത്തിക്കൊണ്ടുവരുമ്പോ, മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോ ഏറ്റവും അധികം മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്നത് ആൺമക്കളെ വളർത്തുമ്പോഴല്ല, പെൺമക്കളെ വളർത്തുമ്പോഴാണ്. അതുകൊണ്ട് ബാധ്യത കൂടുതൽ പെണ്ണേ നിനക്കാണ്. പെണ്ണേ, ലോകത്തൊരു കുഞ്ഞു പിറന്ന് വീഴുമ്പോ, പെണ്ണാണ് പിറക്കുന്നതെന്നറിയുമ്പോ മനസ്സ് വേദനിക്കുന്നൊരു മാതാപിതാക്കൾക്കാണ്. ഇസ്ലാം ആ വേദന പറയുന്നില്ല, ആ വേദന ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. അങ്ങനെ വേദനയുള്ളവരുടെ വേദന പോലും മാറ്റാനാണ് ഞാൻ ആദ്യമായി ഹദീസ് നിങ്ങളോട് പറഞ്ഞത്. പെൺമക്കളെ വളർത്തുന്നവരെ നിങ്ങൾക്ക് സ്വർഗം ഞാനാണ് വാങ്ങിത്തരുന്നതെന്ന് പെൺമക്കളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആ പെൺമക്കളുടെ പ്രകാശമാകുന്ന മദീനത്തെ കടാബറക്കായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മനസ്സിനകത്ത് സ്ഥാനം കൊടുത്ത നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ ഫാത്തിമയെ ആരിഷ്ടപ്പെടുന്നുവോ അവരെന്നെ ഇഷ്ടപ്പെട്ടവരാണെന്ന് പഠിപ്പിച്ച നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പെണ്ണേ നിന്റെ വിജയത്തിന് വേണ്ടിയാ പറഞ്ഞു തരുന്നത്. ഈ കാലഘട്ടത്തിൽ എന്റെ സഹോദരിമാരെന്ന് ചിന്തിക്കുക. പെൺമക്കളെ വളർത്താനാണ് ഏറെ പ്രയാസപ്പെടുന്നത്. പിറന്ന് വീഴുന്ന കുഞ്ഞതാ വീടിന്റെ ഉമ്മറത്ത് തൊട്ടിൽ കിടന്ന് ആടുമ്പോൾ ഹാളിൽ കിടക്കുന്ന, റൂമിൽ കിടക്കുന്ന, മെത്തയിൽ കിടക്കുന്ന ഉപ്പാടെ നെഞ്ചിടിക്കുകയാ. അല്ലാഹുവേ, എന്റെ മോളെ ഞാൻ എങ്ങനാ വളർത്തിക്കൊണ്ടുവരുന്നത്? ഈ കാലഘട്ടത്തിൽ പണമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ചിന്തിച്ചാ പോരാ, ഒരു പെണ്ണിനിറങ്ങി നടക്കാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, 3 വയസ്സുള്ള കുഞ്ഞിന് നേഴ്സറിയിൽ പോകണമെങ്കിൽ പൂർണ്ണമായും മടങ്ങി വരുന്നതുവരെ ഉമ്മാടെ മനസ്സിന്റെ അകത്ത് സമാധാനമില്ല. കാരണമെന്ത്? വടക്കാഞ്ചേരിയുടെ ഭാഗത്ത് കഴുത്തിൽ കിടക്കുന്ന ഒരു സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയിട്ട് 2.5 വയസ്സുള്ള പെൺകുഞ്ഞിനെ കൊന്നിട്ട് കുറ്റിച്ചെടികൾക്കിടയിൽ കുത്തിത്തിരികെ വെച്ചിരുന്നൊരു പത്രത്തിലൂടെ അറിഞ്ഞവര് ദിവസങ്ങൾ കഴിഞ്ഞ കുഞ്ഞിന്റെ മയ്യത്ത് കണ്ടപ്പോ, ദുർഗന്ധം വമിക്കുന്ന പുഴുവരിക്കുന്ന ശരീരം കണ്ടപ്പോ പെറ്റതള്ളയ്ക്ക് മറക്കാൻ പറ്റുമോ? മാതൃസ്നേഹത്തിന് ഒരിക്കലും ഒന്നുകൊണ്ടും മണ്ണിട്ട് പോടാൻ മറച്ചു വെക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന്റെ ചീഞ്ഞളിഞ്ഞു പോയ ശരീരത്തിന്റെ കഷണങ്ങളെടുത്ത് മുത്തം കൊടുത്തത് ഈ കേരളത്തിലെ എറണാകുളം ജില്ലയുടെ അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തെ ഉമ്മയുടെ മനസ്സാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പെൺകുട്ടികൾ വളർത്തുക എന്ന് പറഞ്ഞാൽ പണത്തിന്റെ വേദനയും ഭയവും ടെൻഷനും മാത്രമല്ല. പെണ്ണെ 3 വയസ്സ് മുതൽ 30 വയസ്സ് മുതൽ 90 കടന്നവർക്ക് വരെ സമാധാനത്തോടെ റോഡ് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല. സ്വസ്ഥമായി റോഡിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മാനസികമായി മാതാപിതാക്കൾക്ക് ടെൻഷൻ. പൈസ എന്ന് പറയുന്നത് എറണാകുളം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കുറവൊന്നുമില്ല. എല്ലാ സഹോദരങ്ങൾക്കും അറിയാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയും നൗഷാദ് ബാക്കവിയെ ഒരു ദിവസത്തെ പരിപാടിക്ക് കൊണ്ടുവരണമെങ്കിൽ എത്ര ചെലവെന്നറിയോ? എത്ര ചെലവ്? എന്റെ സഹോദരങ്ങളെ, എന്റെ പരിപാടി നടത്തിയവർ ആരെങ്കിലും കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നിങ്ങൾ നോക്കുക,
എന്റെ പരിപാടി നടത്തിയവരിൽ ഏതെങ്കിലും ഒരു സംഘാടകൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും റിമാർക്ക് പറഞ്ഞാൽ വല്ലാഹി ഈ സദസ്സിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അത് ഹക്കാണ് എന്നെനിക്ക് ബോധ്യമായാൽ അന്ന് എനിക്ക് അല്ലാഹു തന്ന ഈ കഴിവിനെ കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിർത്തിവെക്കുമെന്ന് ഈ സദസ്സിനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുകയാണ്. ഇതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല. അല്ലാഹുവിനെയും നിങ്ങളെയും നിങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ വന്നിരിക്കുന്ന മാലാഖമാരെയും എന്റെ സംസാരം ഈ വീഡിയോ കാസറ്റല്ല, ഈ റെക്കോർഡിംഗ് അല്ല, അല്ലാഹുവിന്റെ മാലാഖമാർ ഒരിക്കലും സ്ക്രാച്ച് പിടിക്കാത്ത രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന ബോധമുള്ളത് കൊണ്ട് ഞാൻ പറയാം. നടത്തിയവർ ഡേറ്റ് കിട്ടാത്തവർ പറയും, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവരൊരുപാട് നാളെ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പറയും. ഇപ്പൊ നജീബ് ഉസ്താദ് കുറെ നാളെ ചോദിക്കുകയാണ്, ഇപ്പൊ കൊടുത്തിട്ടില്ല. ഇനി അടുത്ത വർഷം കൊടുത്തില്ലെങ്കിൽ പറയാം അയാളെ ചുമ്മാ പോരാ, ചുമ്മാ അഹങ്കാരം കുറെ പെണ്ണുകളെ വൈദ്യുതി. ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ ആരും പറയും. തലേക്കെട്ടുകാർ നിർബന്ധമായിട്ട് പറയും, താടിയുള്ളവർ അതിനേക്കാൾ ഫർളായിട്ട് പറയും, എല്ലാവരും പറയും, ഒരു സംശയം അക്കാര്യത്തിൽ. പക്ഷെ ഡേറ്റ് കൊടുത്ത് ഞാൻ പ്രസംഗം നടത്തിയവർ പറയണം, അവര് പറയട്ടെ. സ്റ്റേജിലുണ്ടെങ്കിൽ ഞാൻ എറണാകുളം ജില്ലയിലുണ്ടെങ്കിൽ പറയട്ടെ, എല്ലാ ജില്ലയിലും പറയാൻ പോവാ. വന്നിട്ട് പറഞ്ഞാൽ ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞാനത് അംഗീകരിക്കാനും തിരുത്താനും തയ്യാറാണ്. കാരണം എന്താണെന്നറിയോ, കിട്ടാത്തവര് പറയുന്നതിന് അത്ഭുതമില്ല. അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി വാതു പറയാനുള്ള നേരവും നമുക്കില്ല. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ചില എതിരാളികളെ ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അവര് വാത് കേൾക്കുന്നവരല്ല, അവർക്ക് ആകെ അറിയാന്നുള്ളത് കോയാക്കട കടയിലെ ഉണ്ട മാത്രം അറിയാം. ഒരു ചായം കടിക്കും, 27 രാവിനും തീരാത്ത ഒരു ഉണ്ടയെടുത്ത് വാക്കിയാത്തിട്ട് അങ്ങോട്ട് ചവച്ചിട്ട് പോയി. ഇന്നലെ നാളെ വാക്കവിയാണ്. വാക്കവി പ്രത്യേകിച്ച് പറയും, എറണാകുളം ടൗണിൽ ഒരു ഫ്ലെക്സ്, ആലുവ ടൗണിൽ ഒരു ഫ്ലെക്സ്, ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഫ്ലെക്സ് ഉണ്ട്. അമ്മാട ഏത് കോലമാടാ ഇതൊക്കെ മേത്തനെന്ന് പറയാൻ പറ്റും അല്ലേ? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നവരെ കുറിച്ച് ഇങ്ങനെ പറയാൻ 2 രൂപയുടെ ഉണ്ട വിടുങ്ങിയിട്ട് ഇങ്ങനെ ഇരുന്നാ പോരാ. അള്ളാഹുവിന്റെ ദീനിനോട് മഹബത്ത് ഉണ്ടാവണം അല്ലെ? തുടയും ചൊറിഞ്ഞുകൊണ്ട് മീസാങ്കല്ലിൽ ഉപ്പാപ്പാക്ക് കാറ്റുകൊള്ളാൻ കാലും പൊക്കി വെച്ചുകൊണ്ട് ചൊറിഞ്ഞിട്ടല്ല അള്ളാഹുവിന്റെ ദീൻ നടത്തുന്നത്. ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇതൊക്കെ മനസ്സിൽ തട്ടണം. അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ നസീഹത്താണ്, അള്ളാഹുവിന്റെ ഇൽമാണ്, സുന്നത്ത് ജമാഅത്താണ്, ആദർശമാണെന്ന ബോധം വേണം. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പോ അങ്ങനെയൊക്കെ ആകെ നിബന്ധന പറയുന്നത് എന്താണെന്നറിയോ, ഈ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട് ഇരിക്കാനുള്ള സൗകര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഒരിക്കലും ചെയ്യാൻ ഒരുക്കമല്ല. അത് നിർബന്ധമായും ചെയ്യണം. പിന്നെ മൈക്ക് സെറ്റ്, ഇത് രണ്ടുമാണ് ജീവിതത്തിലാകെ പറയാ സുഖമില്ല. ഇപ്പൊ ഞാൻ എറണാകുളം വൈറ്റില ഹോസ്പിറ്റലിൽ നിന്നാണ് എന്റെ തൊണ്ട ഓപ്പറേഷൻ കഴിഞ്ഞത്. നൌഷാദ് ഡോക്ടർ അവിടുത്തെ വയറ്റിലത്തെ പ്രസംഗം കേട്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞതാ, ഇങ്ങനെ പോയാൽ പറ്റൂല, ഞാൻ പറഞ്ഞ നിബന്ധന അനുസരിച്ച് തന്നെ സംഘാടകരോട് പറയണം, ആ വെള്ളം വേണം, ഈ വെള്ളം വേണം, മറ്റേ മരുന്ന് വേണം, മരച്ച മരുന്ന് വേണം, അതൊക്കെ പറഞ്ഞ് നിർബന്ധമായിട്ടും പ്രസംഗിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ നിങ്ങളോട് പറയാത്തത് എന്താണെന്നറിയോ? പ്രസംഗം ബുക്ക് ചെയ്ത ഒരു സംഘാടകരോട് ഒരു നിബന്ധനയും പറയാത്തത് അത് പിന്നെ അടുത്ത ഒരു ആരോപണമായി നിങ്ങൾ നോട്ടീസ് അടിച്ചിറക്കും എന്ന് വിഷമിച്ചിട്ടാണ്. എന്റെ ശരീരത്തിന്റെ ആരോഗ്യം പോലും മറന്ന് ഞാനത് പറയാത്തത്. പക്ഷെ ആ ഒരു സ്നേഹത്തിന്റെ ഒരല്പം തിരിച്ചു കാണിച്ചിരുന്നെങ്കിൽ സന്തോഷമാകും. പോട്ടെ, അതിപ്പോ പടച്ചോൻ തരുമെന്നുള്ള വിശ്വാസത്താൽ. ആരും ഒന്നും തരില്ല, അള്ളാഹു തന്നെ തിരിച്ചു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്താൽ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സഹോദരിമാരെ, നമുക്ക് നിനക്ക് നരകം തരാൻ കഴിയില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞ നരകത്തിയുടെ വിറകായിട്ട് പെണ്ണേ നിങ്ങളെ വലിച്ചെറിഞ്ഞു കൊടുക്കാ മനസ്സ് വരുന്നില്ല പെണ്ണേ. അതുകൊണ്ടൊരു പെണ്ണ് പിറന്നെന്നറിഞ്ഞാൽ നീറുന്ന ഉമ്മാടെ മനസ്സിന് പരിഹാരം കാണേണ്ടത് ആ പെണ്ണ് തന്നെയാ. വളർന്നു വരുന്ന മോളെ, നിനക്കൊരുപാട് ബാധ്യതകളുണ്ട്. ഉമ്മയോടുണ്ട്, ഉപ്പയോടുണ്ട്, മറന്നു പോകണ്ട. ആങ്ങളമാരുണ്ടല്ലോ, അവര് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് മാറിയാ പോരാ. ആ ബാധ്യത നിനക്ക് ഏറ്റവും അധികം തുടങ്ങുന്നതെപ്പോഴാ? 5 വയസ്സിലല്ല, 10 വയസ്സിലല്ല, സ്കൂൾ പഠിത്തം നടത്തുമ്പോഴല്ല. ആ പ്രായത്തിലൊക്കെ നീ ഒരു കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കാ. പക്ഷേ നിനക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങുമ്പോഴാണ് നിന്റെ ഉമ്മയെ നീ ബഹുമാനം ഏറ്റവും അധികം കൊടുക്കേണ്ടത്, നിന്റെ ഉപ്പയോട് ഏറ്റവും അധികം സ്നേഹം കൊടുക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, ഇന്നലെ വരെ കുഞ്ഞു പ്രായം മുതൽ നിനക്ക് കരി എഴുതി തന്നാ, നിനക്ക് പൗഡർ ഇട്ട് തന്നാ, നിനക്ക് മുത്തം തന്നിട്ടുറങ്ങിയിരുന്ന മാതാപിതാക്കള് ചിന്തിക്കുകയാ, അല്ലാഹുവേ
ഇന്ന് നിക്കാഹ് കഴിയുന്നതോടുകൂടി നമ്മുടെ തങ്കക്കുടത്തെ മറ്റൊരു വീട്ടിലേക്ക് പറന്നു വിടുകയാണ്. എന്തോ ഒരു ധൈര്യമാണ് മാതാപിതാക്കളെ കാണിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 17 വയസ്സ് വരെ 18 വയസ്സ് വരെ വളർത്തിയ ആ പ്രിയപ്പെട്ട പൊന്നുമോള് മറ്റൊരാളുടെ വീട്ടിലേക്ക് പറന്നു വിട്ടുകൊടുക്കാ ഏതൊരു ഉമ്മയും മനസ്സ് വെച്ചേ പറ്റൂ. അന്നവർക്ക് ഉറങ്ങാൻ പറ്റൂ. വീട്ടിന്റെ അകത്ത് കിടന്നാൽ സമാധാനമില്ല. എന്റെ സരസിലിരിക്കുന്നവര് 14 വയസ്സുള്ള പെൺമക്കളുള്ളവര്, 13 വയസ്സുള്ള പെൺമക്കളുള്ളവര്, 9 വയസ്സുള്ള പെൺമക്കളുള്ളവര്, ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ നീറുന്നില്ലേ? അല്ലാഹുവേ, എന്റെ പൊന്നുമോൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണേ തമ്പുരാനേ. കാരണമെന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ ഒരു കുടുംബജീവിതം കിട്ടിയില്ലെങ്കിൽ നിന്റെ പൊന്നുമോൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റോ? ആ പൊന്നുമോളെ സ്വീകരിക്കാൻ വരുന്നത് കള്ളുകൊടിയനാണെങ്കിലോ, ആ പൊന്നുമോളെ സ്വീകരിക്കാൻ വരുന്നത് പെണ്ണുപിടിയനാണെങ്കിലോ, നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടാപ്പണി നടത്തുന്നവനാണെങ്കിലോ, തെമ്മാടിയാണെങ്കിലോ, ധിക്കാരിയാണെങ്കിലോ, 17 വയസ്സ് വരെ നിന്റെ പൊന്നുമോള് നിസ്കരിച്ചതെവിടെ? 18 വയസ്സ് വരെ നിന്റെ പൊന്നുമോള് നിസ്കരിച്ചതെവിടെ? അത് കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയൊരു സുജൂദ് പോലും ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് മറ്റു കുടുംബത്തിലുള്ളതെങ്കിൽ പിന്നെ മരിക്കുന്നതുവരെ നിന്റെ മോൾക്ക് കണ്ണീരല്ലേ? അതുകൊണ്ടാണ് പെങ്ങളെ ഞാൻ എപ്പോഴും പറയുന്നത്, സ്വാലിഹാര ഭർത്താവിനെ കിട്ടാർ കരഞ്ഞ് നിങ്ങൾ ദ്വാരക്കണേ. ആ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചു നോക്കിയിട്ട് ആഡംബരമുള്ള ഗ്ലാമറുള്ള സിനിമാസയിലുള്ള ചെറുപ്പക്കാരെ മതിയെന്ന് കൊതിക്കല്ല പെണ്ണേ. ആ സന്തോഷം നിനക്ക് എപ്പോഴും നിലനിൽക്കണമെന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും എന്റെ സഹോദരിമാരെ, ഉമ്മമാര് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ നിക്കാഹ് ചെയ്യിപ്പിച്ചു വിടുന്നത്. എന്നും അവരുടെ മനസ്സിന്റെ ദുആയാണ്, അല്ലാഹു എന്റെ മോൾക്ക് 14 വയസ്സായി. എത്ര വസിയത്തുകളാണ്, എത്ര ദുആ വസിയത്തുകളാണ് വാളിന്റെ മജ്ലിസിലേക്ക് വരുന്നതെന്നറിയോ? ആ പെണ്ണിന് നല്ലൊരു ജീവിതം കിട്ടാ. അങ്ങനെ ദുആ ചെയ്യുമ്പോ സമ്പന്ന വർഗത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ പ്രയാസം അവരെ അലട്ടുന്നില്ല. എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട്, എത്രയോ പള്ളികൾ സാധുക്കളെ സഹായിക്കുന്നുണ്ട്. എന്നാലും കേരളത്തിലെ അനാഥ മക്കൾക്ക് അർഹതപ്പെട്ട രീതിയിൽ സാമ്പത്തികം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആലുവ മണപ്പുറത്ത് അടുത്ത വർഷം 11 പെൺകുട്ടികൾക്ക് വേണ്ടി സാമ്പത്തികം പിരിച്ചപ്പോ അതിനെപ്പോലും മാനസികമായി എതിർത്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ വിനീതൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ മുറ്റത്ത് ഓരോ വെള്ളിയാഴ്ചയും 17 വയസ്സായ 18 വയസ്സായ പെമ്മക്കളെ കെട്ടിക്കുന്നതിന് പൈസ ചോദിച്ചുകൊണ്ട് കൈനീട്ടുണ്ടോ? ആ മഹല്ലിൽ ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ മഹല്ലിന്റെ പരിധിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പോലെ സർട്ടിഫിക്കറ്റ് അടിച്ചിട്ട് തെണ്ടാൻ വിടാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തപ്പോ എത്ര പേരാ രംഗത്ത് വന്നിരുന്നറിയോ? ഞങ്ങൾ പൂർണ്ണമായ ചിലവ് കൊടുത്തുകൊള്ളാ, ഞങ്ങൾ സ്വർണം കൊടുത്തുകൊള്ളാ, ഞങ്ങൾ ഭക്ഷണം കൊടുത്തുകൊള്ളാ, ഞങ്ങൾ രീതികളെല്ലാം പൂർത്തീകരിച്ചുകൊള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് എത്ര പേരാ ഉള്ളത്? ഞാൻ പറഞ്ഞു വന്നത് പെണ്ണേ, പൂർണ്ണമായും നിന്നെ നല്ല സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കൾ ഒരുപാട് വേദനിച്ചാണ്, കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തിട്ടാണ് പെണ്ണേ വരുന്നത്. സമ്പന്ന വർഗമാണെങ്കിൽ പോലും മാനസികമായി മാതാപിതാക്കൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. പണമെന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അള്ളാഹു കൊടുക്കണമെന്നില്ല. എങ്കിലും വിവാഹം കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഹങ്കാരികളായി മാറുന്നത് സമ്പന്ന വർഗത്തിലെ പെമ്മക്കളല്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? പണക്കാരുടെ വീട്ടിലെ മക്കളെ കെട്ടിയാൽ അവർക്ക് പെട്ടെന്ന് അഹങ്കാരമൊന്നും വരില്ല. എന്നാൽ ചെറ്റക്കൂരയിൽപ്പെട്ട ഒരു പെണ്ണിനെ നിങ്ങൾ കെട്ടിനോക്ക് എന്ന് പറഞ്ഞ നിയ്യത്ത് ചെയ്തവർ ഇനി കെട്ടാതിരിക്കണ്ട. ഞാൻ നേരത്തെ വരും കാര്യം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കെട്ടി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് പാവപ്പെട്ടവളല്ലേ, ഒരു സങ്കടവും അറിയിക്കാതെ നിങ്ങൾ വളർത്തുകയാണ്. മൊബൈലൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ലാപ്ടോപ്പ് അതല്ലേ ഇപ്പൊ ആദ്യം കൊടുക്കുക. പെണ്ണാണെ പോകുമ്പോ തന്നെ ചോദിക്കുന്നത് ഏത് സിമ്മെന്നാ, എന്ത് പേരെന്നല്ല. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് നല്ല വീടൊക്കെ വെച്ച്, ബുഷ്റ എന്നാണ് പേരെങ്കിൽ ബുഷ്റ മഹൽ എന്നൊക്കെ പറഞ്ഞ് പുതിയ മഹലൊക്കെ ഉണ്ടാക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്തു. 2 ഇലയൊക്കെ വെച്ചു, ചെടിച്ചട്ടി തന്നെ താത്താടെ രൂപത്തിൽ, ലൈറ്റ് തന്നെ താത്താടെ രൂപത്തിൽ, മൊത്തം വീടിന്റെ സ്റ്റെപ്പ് തന്നെ താത്താടെ രൂപത്തിൽ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ പിന്നെ ഈ പെണ്ണ് തന്റെ ചെറിയ വീട്ടിന്റെ അകത്ത് കിടക്കുന്ന ഉമ്മയെയും ഉപ്പയെയും ചവിട്ടിത്തേക്കുകയില്ല.
പിന്നെ അവൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു മാരക വിപത്ത് പിടിച്ചതുപോലെയാണ്. എത്രയോ സഹോദരിമാരുണ്ട്. അത് നമുക്ക് ചേർന്ന പരിപാടിയല്ല. കാരണം മന്ദകബ്ബറ വലാഹുല്ലാഹ്, നീ അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കരിച്ചു പോയാൽ വലാഹുല്ലാഹ്, അള്ളാഹു അവരെ താഴ്ത്തുന്നതെന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തുന്നതാണ്. അല്ല പരാജയപ്പെടുത്തും പെണ്ണേ. നീ അഹങ്കരിച്ചു പോയാൽ വന്ന വഴി നീ മറക്കല്ല പെണ്ണേ. ഒരു പവന്റെ സ്വർണത്തിന് വേണ്ടി നിന്റെ ഉപ്പ ആരുടെയൊക്കെ കാല് പിടിച്ചതാ. ഒരു നേരത്തെ ഭക്ഷണം നിന്റെ കല്യാണത്തിന് കൊടുക്കാ എത്ര പേരുടെ മുന്നിൽ പോയി യാചിച്ചിട്ടാണ് ഉപ്പാക്ക് സാധിച്ചു പോയത്. പക്ഷേ വളർന്നു വരുന്ന സഹോദരിമാരതറിയുന്നില്ല. എറണാകുളം ജില്ലയുടെ മഴ പെയ്താൽ ഈ കാലഘട്ടത്തിലും വെള്ളം ചോർന്നകത്തിറങ്ങുന്ന പാവപ്പെട്ട കൂരയിൽ കഴിയുന്ന പെണ്ണേ, കല്യാണത്തെക്കുറിച്ച് നിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്? പെരിങ്ങാടയിൽ വന്നിരിക്കുന്ന പാവപ്പെട്ട സഹോദരിമാരെ കളിയാക്കിയതല്ല. കേവലം ഒരു പെണ്ണിന് കാണാൻ കഴിയുന്ന സ്വപ്നങ്ങൾ നീയും കണ്ടുകൊള്ളുക. അതിനെ ഒരിക്കലും നൗഷാദ് ബാക്കവി എതിർക്കുന്നില്ല. പക്ഷേ നിന്റെ സ്വപ്നത്തിന്റെ ഉയരം എത്രയാ? നീ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ നടനെ പോലെയുള്ള ഗ്ലാമറുള്ള ഭർത്താവ് വേണമെന്ന് കൊതിക്കുന്ന, വിലപിടിപ്പുള്ള വാഹനമുള്ള ഭർത്താവ് വേണമെന്ന് ആഗ്രഹിക്കുന്ന, നിന്റെ കല്യാണത്തിന് നിന്നെ ഒരുക്കാ ബ്യൂട്ടീഷ്യൻ വേണമെന്ന് കൊതിക്കുന്ന പെണ്ണേ, നീ മാതാപിതാക്കളോട് സ്നേഹമുള്ളവരല്ല. എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ നിക്കാഹ് കഴിച്ചു വിടുന്നതിന്റെ തലേ ദിവസം അല്ലാഹുവേ ഞാൻ എത്രയോ അനുഭവിച്ചതാണ്. മാതാപിതാക്കൾ ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോ അവിടെ കണ്ണീര് കണ്ടിട്ട് തകർന്നു പോയതാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ കല്യാണത്തിന്റെ തലേ ദിവസം പണപ്പിരിവുണ്ടല്ലോ. പൊറോട്ടയും ഇറച്ചിയും പത്തിരിയും ഇറച്ചിയും ഒക്കെ വെച്ചു കൊടുത്ത് പെണ്ണിന്റെ ആൾക്കാർ തലേ ദിവസം തന്നെ അവർ കണക്ക് കൂട്ടും. 50 കിലോ മാവിന്റെ പൊറോട്ട, എന്നിട്ട് ഇറച്ചി, ഇതൊക്കെ ഇങ്ങനെ പത്തിരി ഇറച്ചി ഇതൊക്കെ കണക്കാക്കി അത് കഴിക്കാത്തവർക്ക് ഇടിയപ്പം. പിന്നെ സ്റ്റൈലാണല്ലോ, അത് കഴിക്കുമെങ്കിലും അത് കഴിക്കൂല എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ്. ബിരിയാണി കഴിക്കാത്തതുകൊണ്ടല്ല, അങ്ങനെ പറയുന്നത് ഒരു രസമാണ്. അല്ലെ? അപ്പൊ അങ്ങനെ അതിനത് വേണ്ട ഇത് വേണ്ട അങ്ങനെ പറഞ്ഞു വിഭവ സമൃദ്ധമായ ആ രീതിയൊക്കെ പാവപ്പെട്ടവരുടെ കല്യാണത്തിന് ഭക്ഷണമായി ഉണ്ടാക്കണം. അതൊക്കെ ഉണ്ടാക്കുമ്പോ ഇത്ര രൂപ ചെലവായി അല്ലെ? 1,00,000 രൂപ അല്ലെങ്കിൽ 90,000 രൂപ തലേ ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി ചെലവാകും. എന്നിട്ട് കണക്കാക്കും. അബൂബക്കർ ഹാജിയെ വിളിച്ചു, അമ്മക്കണ്ണ സാഹിബിനെ വിളിച്ചു, ഇബ്രാഹിം സാഹിബിനെ വിളിച്ചു, ജുമൈലായെ വിളിച്ചു, ജമീലായെ വിളിച്ചു, സൈനബായെ വിളിച്ചു. അതൊക്കെ വിളിച്ചു എന്ന് എഴുതുമ്പോ അതിന്റെ അപ്പുറത്ത് എഴുതും 10,000, 5,000, 2,000, 1,000. അവർ തരാൻ ഉദ്ദേശിക്കുന്ന തുക നമ്മൾ മനസ്സിൽ ആദ്യമേ നമ്മൾ കണക്കുകൂട്ടുകയാണ്. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഇത്ര ലക്ഷം രൂപ തലേ ദിവസത്തെ വരുമാനമായിട്ട് വരും അല്ലെ? ഒരു 3 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടും. 1 ലക്ഷം രൂപ ഭക്ഷണത്തിന്റെ ചെലവ്, ബാക്കി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ കയ്യിലിരിക്കും. കല്യാണത്തിന്റെ അന്ന് രാവിലെ സ്വർണ്ണക്കടക്കാരനെ വരാൻ പറഞ്ഞാൽ 2 ലക്ഷത്തിൽ നിന്ന് 1.25 കൊടുക്കാം, ബാക്കി 25 കല്യാണത്തിന് അന്ന് ചില ചില്ലറ ചെലവുകളുണ്ട്, അതിനു വേണ്ടി എടുക്കാം എന്നൊക്കെ ഉമ്മയും ഉപ്പയും ഇങ്ങനെ കണക്കാക്കിയിരിക്കുകയാണ്. അപ്പൊ കല്യാണത്തിന് 3 മണിയാവുമ്പോ തന്നെ സ്വീകരണം തുടങ്ങും. എല്ലാവരും വരും, അവരെ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, മുത്തം കൊടുക്കുന്നു, ഇഷ്ടം പോലെ ചാപ്പാട് കഴിച്ച് ഇങ്ങനെ വലിയ പൊതി കൊടുക്കുമ്പോ സൂറ നമ്മൾ 5,000 എന്നാണ് എഴുതിയതെങ്കിലും അമ്മക്കണ്ട സാഹിബ് വലിയ പൊതിയാ തന്നിരിക്കും. ഒരു ആഴ്ചത്തെ മനോരമ പത്രം മൊത്തം ഉണ്ടാവും. എന്നിട്ട് അതിനകത്ത് 10ന്റെ 10 നോട്ടുണ്ടാവും. അതാകുമ്പോൾ നല്ല കട്ടിക്ക് ഇങ്ങനെ ഇരിക്കും. പെരുന്നാളിന്റെ എന്നൊക്കെ ചില ഉസ്താദുമാരെ പോക്കറ്റ് ഇങ്ങനെ വീർത്തിരിക്കും. കൊണ്ടിട്ട് എണ്ണി നോക്കുമ്പോ എല്ലാം 10ന്റെ നോട്ടായിരിക്കും. അല്ല, അത് നല്ലതാ, 10ന്റെ നോട്ടെങ്കിലും കൊടുക്കണം. അത് ഒരു റമദാൻ 30 നമുക്ക് ഈ മാസത്ത് നിന്നിട്ട് പോണ ഉസ്താദല്ലേ, 50 അങ്ങോട്ടിട്ട് 100 തിരിച്ചെടുക്കാതിരുന്നത് അല്ല ചില അങ്ങനെ പരിപാടി നടക്കുക. സ്ഥാപനത്തിൽ ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. അതൊക്കെ നല്ലതാ. പെരുന്നാളിന്റെ എന്നല്ലേ നമുക്ക് 30 ദിവസം നിന്നിട്ട് പോണ ആളല്ലേ, ഇച്ചിരി സന്തോഷിപ്പിച്ച് വിടുന്നത് നല്ലതാ. മൂപ്പർക്കിന് അങ്ങ് പോയിട്ടുണ്ടെ ഭാര്യയും കൊണ്ട് അവിടെ പോകണം, മക്കൾക്ക് പിന്നെ അത് വാങ്ങിച്ചു കൊടുക്കണം, ഇത് വാങ്ങിച്ചു. പെരുന്നാൾ എല്ലാവർക്കും പെരുന്നാൾ വേണം. അപ്പോ അതുപോലെ പൈസ പിരിവെല്ലാം പോലെ തലേ ദിവസം കിട്ടി വലിയ ഒരു റൂമിനകത്ത് കൊലയൊക്കെ കെട്ടിക്കുന്ന റൂമുണ്ട്. ഈ ചെറിയ കല്യാണ വീട്ടിലൊക്കെ വല്ലപ്പോഴും പോകണം, സ്റ്റാൻഡേർഡ് കല്യാണത്തിന് മാത്രം പോയാൽ പോരാ. ചെറിയ കല്യാണ വീടുകളിൽ കൊല കെട്ടി തൂക്കുന്ന ചില റൂമുകളുണ്ട്. കൊലയും തലേ ദിവസം പിറ്റേന്ന് ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോകാനുള്ള. അപ്പൊ അതിനുവേണ്ടി ഇതൊക്കെ തൂക്കിട്ടിരിക്കുന്ന സ്ഥലത്താണ് പൈസ എണ്ണുന്നത് രാത്രി.
എപ്പോഴാണ് ഒരു 12 മണി 1 മണി കഴിയും. കാരണം ഏകദേശമുള്ള ഈ കുഴപ്പക്കാരൊക്കെ പോയതിനു ശേഷം എണ്ണാൻ പറ്റുള്ളൂ. വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഓൾഡ് സ്റ്റോക്ക് കുറച്ച് സാധനങ്ങൾ സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കസേരച്ചാല്. ഇഷ്ടം പോലെ കിട്ടിയടേ. എന്തൊരു വരവായിരുന്നു. 3 മണിയായപ്പോ ഒഴുകിഞ്ഞ് വരികയല്ലേ. ആരും മണപ്പുറത്ത് വാക്കവിടെ പുസ്തകം കേൾക്കാൻ. ഇപ്പൊ അതൊരു ഉദാഹരണത്തിനാ പറയാം. മണപ്പുറത്ത് വാക്കവിലെ വാതുകേക്കാൻ വന്ന മാതിരി കല്യാണത്തിന് 3 മണിക്ക് ഇങ്ങനെ ഒഴുകല്ലായിരുന്നു. കടലക്കറി പോലെ തീർന്നടേ മമ്മൂനെ. ഇഷ്ടം പോലെ കിട്ടി. ഒരു മോളെ കെട്ടിച്ചെങ്കിൽ എന്താ, ഇച്ചിരി ഇരക്ക് തെണ്ടി കിടന്ന് ഓടിയെങ്കിൽ എന്താ, ഇഷ്ടം പോലെ 3 എണ്ണത്തിനെ കെട്ടിക്കാനുള്ള പൈസ കിട്ടി. അവരതാ പറയാം ഫ്രണ്ട് ഇരുന്നിട്ട്. എല്ലാം പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ, എണ്ണമായിരിക്കും ചിലപ്പോ. വെളുക്കുന്നവരെ എണ്ണം കാണും ഇഷ്ടം പോലെ. ഇതൊക്കെ പറഞ്ഞിട്ട് എവരും ഉറങ്ങുമ്പോഴേ മറ്റവർക്ക് എണ്ണാൻ പറ്റും. അങ്ങനെ എല്ലാരും ഒരുവിധം ഉറക്കം പിടിക്കുമ്പോ ഈ ഉമ്മ ചെന്നിട്ട് ഉപ്പായ വിളിക്കും. പിന്നെ ഒന്ന് എണ്ണ നോക്കിയാലോ, ടെൻഷനല്ലേ, സ്വർണ്ണക്കടക്കാരൻ നാളെ വരും. അങ്ങനെ എണ്ണുകയാണ്. ഇതൊന്നും നമ്മളറിയില്ലല്ലോ അല്ലേ? ഇതൊന്നും നമ്മളറിയില്ല. അവരെണ്ണി നോക്കും. അവര് പ്രതീക്ഷിച്ച വലിയ വലിയ പൊതിയെല്ലാം അടിച്ചു നോക്കുമ്പോൾ മനസ്സ് സങ്കടം കൊണ്ട് നിറയുകയാണ്. കാരണം 5000 പ്രതീക്ഷിച്ചതിനകത്ത് 500 പ്രതീക്ഷിച്ചതിനകത്ത് 50, 10,000 പ്രതീക്ഷിച്ച സ്ഥലത്ത് 250. അതൊക്കെ ഇങ്ങനെ വരിക. കണ്ട് അവസാനം കൊല തൂക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചിന്തിക്കും, മറ്റൊരു കൊലയായിട്ട് ഇവിടെ തൂങ്ങണമോ എന്ന് ഭാര്യയും ഭർത്താവും ചിന്തിച്ചു പോകുന്ന രാത്രി നമ്മളറിയില്ല. ഈ സമയത്ത് മകളെന്ന് പറയുന്ന ആ പെണ്ണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം പാലിക്കേണ്ട സമയമാണ് മോളെ. അതുകൊണ്ടാണ് പെണ്ണെ ഞാനിത് ഇതുവരെ പറഞ്ഞത്. അതുകൊണ്ടാണ് മോളെ ഞാനിത് ഇവിടം വരെ പറഞ്ഞത്. ഈ സമയത്ത് പെണ്ണെ നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതെന്തുത്തരവാദിത്വമെന്നറിയോ? നീ ചെല്ലണം നിന്റെ ഉമ്മാനടുത്തേക്ക്. അപ്പുറത്തെ റൂമിന്റെ അകത്തിരുന്ന് മൈലാഞ്ചി ഇട്ടുകൊണ്ട് പാട്ടുപാടി കളിച്ചാ പോര പെണ്ണേ. നിന്റെ കോളേജിൽ നിന്ന് ക്യാമ്പസിൽ നിന്ന് സഹോദരിമാര് വന്നില്ലേ, കൂട്ടുകാരികൾ വന്നില്ലേ? അവര് നിന്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെ രഹസ്യം പറഞ്ഞു പെണ്ണേ. ആൽബത്തിൽ കണ്ട മണവാട്ടിയുടെ സൗന്ദര്യം കവർന്നെടുക്കാൻ വേണ്ടി ആ റൂമിന്റെ അകത്തിരുന്ന് ചമയുന്ന പെണ്ണേ, പുറത്തിരുന്ന് സങ്കടപ്പെടുന്ന നിന്റെ ഉമ്മയുടെയും നിന്റെ ഉപ്പയുടെയും സങ്കടമറിയാ ഈ ലോകത്ത് മോളെ നിനക്ക് മാത്രമേ കഴിയൂ. അവർക്ക് ആശ്വാസവാക്ക് കൊടുക്കുക എന്ന എറണാകുളം ജില്ലയിലെ പൊന്നുമോളെ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. പെങ്ങളെ നീ അവിടെ ഒന്ന് ചെല്ലണം മോളെ, നീ ചെല്ലണം മോളെ. എന്നിട്ട് ഉപ്പയോട് ഉമ്മയോട് പറയണം, ഉപ്പാ നിങ്ങളെ സങ്കടപ്പെടേണ്ട, എന്റെ നിക്കാഹിന് വേണ്ടിയിട്ട് പ്രപണം ചിലവഴിച്ച് നിങ്ങളെ കടക്കാരായി പോയാൽ ഉപ്പാ നിങ്ങളോടൊപ്പം മരിക്കുന്നത് വരെ ഞാനുണ്ടെന്ന് പറയാ. ഇന്ന് വരെ ഏതെങ്കിലും ഒരു പെൺകുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്ത ചിലവ് വാപ്പാടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കാറുള്ളവർ ഭർത്താവിന്റെ വീട്ടിലെ ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജുണ്ടെങ്കിൽ ഞാൻ പോകാമെന്ന് വാശി പിടിക്കുന്ന പെണ്ണ്, ലക്ഷക്കണക്കിന് രൂപയുടെ അടുക്കള സാധനങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തെങ്കിലേ ഞാൻ ആ വീട്ടിലേക്ക് പോകുള്ളൂ എന്ന് സാധ്യം പിടിക്കുന്ന പെണ്ണ്, ഒരു വാക്ക് പറയാതെ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? നീ പറഞ്ഞവരോ നിന്റെ ഉമ്മ കരയുകയാ, നിന്റെ ഉപ്പ കരയുകയാ, അവര് സങ്കടപ്പെടുകയാ. അല്ലാഹു എന്റെ മോൾക്ക് നല്ലൊരു ബന്ധം വേണമെന്ന് കൊതിക്കുന്നവരാ. ഈ പെരിങ്ങാലയുടെ മജ്‌ലിസിൽ വന്ന എത്രയോ ഉപ്പമാര് കരന്നുകൊണ്ട് ദുആ ചെയ്യുകയാ. ഈ ഉസ്താദ് പോലും എന്നോട് പറഞ്ഞു, അബ്ദുള്ള ഉസ്താദ് പോലും പറഞ്ഞു, ഉസ്താദേ എന്റെ പെൺമക്കൾക്ക് വേണ്ടി ദുആരക്കണേ. ആരാണ് ദുആ ചെയ്യാത്തത്? ആരാണ് പെൺമക്കളെ ദുആ ചെയ്യാത്തത്? നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് മാതാപിതാക്കൾക്ക്, നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ് നിങ്ങളുടെ ഉമ്മാക്ക്. പക്ഷേ കല്യാണം കഴിയുമ്പോ എന്റെ പെങ്ങളെ നിങ്ങൾ മറന്നു പോവല്ലേ. കല്യാണത്തിന് മുമ്പ് പോലെ വാപ്പയോട് പിണങ്ങുന്ന പെൺമക്കളില്ലേ, ഉപ്പയോട് പിണങ്ങുന്ന പെൺമക്കളില്ലേ, കൊണ്ടുവന്ന മാരനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെറുതെ പറയുന്ന സഹോദരിമാരില്ലേ? ഒരു വാക്കുപോലും നീ എങ്ങനെ പറയല്ല മോളെ. നീ നിന്റെ രീതിയിൽ ചേരുന്ന ചെറുക്കനെ തന്നെ തിരഞ്ഞെടുത്തോ. പക്ഷേ ഗ്ലാമർ കുറവെന്ന് പറഞ്ഞുകൊണ്ട്, സ്റ്റൈൽ കുറവെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടെന്ന് പറയല്ല മോളെ.
ആ രീതിയിൽ പെൺമക്കള് ഉത്തരവാദിത്തമുള്ളവരായി മാറുക. നൂഹ് എന്ന് പറയുന്ന ന്യായാധിപന്റെ കാലഘട്ടത്തില് മുബാറക് എന്ന് പറയുന്ന സ്നേഹനിധിയായ തോട്ടക്കാരുണ്ടായിരുന്നു. താബീങ്ങളിൽപ്പെട്ട മഹാനാണ്. സുബ്ഹാനല്ലാഹ്. ആ തോട്ടത്തിലേക്ക് ചെന്നിറങ്ങുമ്പോ വല്ലാത്ത സുഖമാണ്. ആ നൂഹ് എന്ന് പറയുന്ന ന്യായാധിപൻ ഒരിക്കല് ആ തോട്ടത്തിന്റെ ഒരു ഭാഗത്ത് വന്നിരുന്നിട്ട് സങ്കടപ്പെടുകയാണ്. മുബാറക് എന്ന് പറയുന്ന തോട്ടക്കാരൻ അരികിലേക്ക് ചെല്ലുകയാ. ചെന്നിട്ട് ചോദിക്കുന്നു, യജമാനനേ, അവിടെ നിന്ന് എന്തിനാ സങ്കടപ്പെടുന്നത്? എന്തിനാണ് അവിടെ നിന്ന് കരയുന്നത്? അത് ചോദിക്കുമ്പോ നൂഹ് എന്ന് പറയുന്ന ന്യായാധിപൻ പറയുകയാ, എന്റെ മനസ്സ് എന്ന് സങ്കടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. ഇവിടെ വന്നിരിക്കുമ്പോ ഒരു സമാധാനമുണ്ടോ, സമാധാനമുണ്ടോ? മുബാറക് എന്ന് പറയുന്ന തോട്ടം തൊഴിലാളി ചോദിക്കുകയാ, അവിടെ നിന്ന് എന്തിനാ സങ്കടപ്പെടുന്നത്? യജമാനനായ നൂഹ് എന്ന ന്യായാധിപന് പറഞ്ഞു കൊടുക്കുന്നു, നിനക്കറിയില്ലേ, എനിക്ക് അല്ലാഹു ഒരു സുന്ദരിയാരെ മോളെ തന്നിട്ടുണ്ട്. എന്തോ ഒരു ഭംഗിയാണ് അവളെ കാണാൻ. അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഇന്ന് വരെ ഒരു അന്യപുരുഷന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. വല്ലാത്ത സുന്ദരിയാണ്, വല്ലാത്ത സൗന്ദര്യമുള്ളവളാണ്. പക്ഷേ അവൾക്കൊരു മാരന വേണമെടോ, നല്ലൊരു ഭർത്താവിനെ വേണമെന്ന് ഞാൻ കരഞ്ഞു ദുആ ചെയ്യുകയാണ്. എവിടെ നിന്ന് ആലോചന വന്നിട്ടും ശരിയാകുന്നില്ല. എവിടെന്ന് ആലോചന വന്നിട്ടും ശരിയാകുന്നില്ല. എനിക്കെങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്റെ മോളെ ഞാൻ എങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുക? അതുകൊണ്ട് നീ എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതെന്ന് ചോദിക്കുമ്പോ നൂഹ് എന്ന ന്യായാധിപനേക്കാൾ ഇബാദത്തുള്ള, ഈമാനുള്ള, പടച്ചോനെ പേടിയുള്ള മുബാറക് എന്ന മനുഷ്യൻ പറയുകയാ, തുങ്കഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ ولحسبها ولدينها فاظفر بذات الدين. മുബാറക് എന്ന അടിമ പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, യജമാനനേ, ഫാظഫർ ബിദാത്തി الدين. സൗന്ദര്യം നോക്കുന്നവരുണ്ട്, തറവാട് നോക്കുന്നവരുണ്ട്, പണം നോക്കുന്നവരുണ്ട്. ഫാظഫർ ബിദാത്തി الدين. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് ദീനുള്ളവർക്ക് മുൻഗണന കൊടുക്കണമെന്നാണ്. അല്ലാഹുവിനെ പേടിയുള്ളവർക്ക് സ്ഥാനം കൊടുക്കണമെന്നാണ്. ആ സമയത്ത് നൂഹ് എന്ന ന്യായാധിപൻ കരഞ്ഞുകൊണ്ട് മുബാറക് എന്ന തന്റെ തോട്ടത്തിൽ വെള്ളമൊഴിക്കാൻ നിൽക്കുന്ന അടിമയോട് ചോദിക്കുകയാ, നീ ദീനുള്ളവനാണല്ലോ, നീ പടച്ചോനെ പേടിക്കുന്നവനാണല്ലോ, നിനക്ക് ഞാൻ എന്റെ മോളെ നിക്കാഹ് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുന്നു. ആ തോട്ടത്തിൽ വെള്ളമൊഴിച്ചുകൊണ്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഉദരപൂരണം നടത്തുന്ന മുബാറക് കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ സയ്യിദീ, എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. നിങ്ങൾക്ക് വലിയ കൊട്ടാരമുള്ളവരാ, നിങ്ങളുടെ പൊന്നുമോള് ഈ നാട്ടിൽ തന്നെ സൗന്ദര്യറാണിയാ. ആ പൊന്നുമോളെ ഭരിക്കാ പാവപ്പെട്ട സൗന്ദര്യം കുറഞ്ഞ എന്നെ കൊണ്ട് എങ്ങനാ സാധിക്കുന്നത്? അത്രയും വലിയ ഭാഗ്യം എനിക്കുണ്ടോ? അത്രയും വലിയ സൗഭാഗ്യം എനിക്കുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരയുമ്പോ ന്യായാധിപൻ പറയുന്നു, നിനക്ക് സമ്മതമാണോ? എന്റെ മോൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നടത്തിത്തരാ. അവസാനം സമ്മതിക്കുകയാ. ന്യായാധിപൻ വന്ന് മോളോട് ചോദിക്കുകയാ, ചത്തക്കൂരയിൽ കഴിയുന്ന 18കാരിക്ക് പോലും ഋത്തിക് റോഷനെ പോലെയുള്ള ഭർത്താവിനെ വേണമെന്ന് വാശി പിടിക്കുമ്പോ കാലഘട്ടമല്ലേ പെങ്ങളെ? 10ാം ക്ലാസ്സിൽ +1 +2 പഠിക്കുമ്പോ നിന്റെ സ്വപ്നങ്ങൾ മുഴുവൻ എഴുതി വെക്കുന്ന ഡയറി, സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാ പെണ്ണെ നീ എഴുതി വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ കലോത്സവം നടന്നപ്പോ നിങ്ങൾ കണ്ടില്ലേ? കേരള കലോത്സവം നടന്നപ്പോ ഭരതനാട്യത്തിന്, കുച്ചിപ്പുടിക്ക്, മോഹിനിയാട്ടത്തിന് സമ്മാനം താങ്ങിയ, ഒപ്പനപ്പാട്ടിന് സമ്മാനം താങ്ങിയ, കോൽകളിക്ക് സമ്മാനം താങ്ങിയ സുന്ദരികളായ കോഴിക്കോട് മലബാർ ജില്ലയിലെ ഈ ലോകത്തിന്റെ നാശമേ 17കാരിയാറ് മലപ്പുറത്ത്
പെണ്ണ് ചാനലിനോട് പറഞ്ഞിരുന്നോ? 18കാരിയായ കോഴിക്കോടിന്റെ പെണ്ണ് ആ ചാനലുകാരോട് പറഞ്ഞിരുന്നാ? മുസ്ലിം നാമധാരികളാണ് എത്രയോ പെൺമക്കളാ പറഞ്ഞത്. അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോ നിനക്ക് ജീവിതം താങ്ങിത്തന്ന അല്ലാഹയെ മറന്നുപോയോ? അല്ലാഹുവിന്റെ റസൂലിനെ മറന്നുപോയോ? പെങ്ങളെ 17കാരിയായ പെൺമക്കളോട് വിവാഹത്തിന്റെ സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോ മമ്മൂട്ടിയെ പോലെയുള്ള പെണ്ണ് വേണമെന്ന് പറഞ്ഞ പെങ്ങളെ, പൃഥ്വിരാജിനെ പോലെയുള്ള ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞ പെണ്ണേ, നീ എങ്ങനെ മലപ്പുറത്ത് ജനിച്ചു പെണ്ണോ? നീ എങ്ങനെ കോഴിക്കോട് ജനിച്ചു പെണ്ണോ? ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്റെ സഹോദരിമാരോട് സങ്കടത്തോടെ പറയുകയാണ്, നിന്റെ വാപ്പ കൊണ്ടുവന്ന, നിന്റെ ഉമ്മ കൊണ്ടുവന്ന ആലോചനയിൽ വന്ന ഭർത്താവില്ലേ, ഒരുവിധം പടച്ചോനെ പേടിക്കുന്നവനാ, മാന്യമാറ സൗന്ദര്യമുണ്ട്, സാമ്പത്തികവും നിന്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, എന്നാ പിന്നെ നിന്റെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് സമ്മതിച്ചുകൂടെ പെണ്ണ്? എവിടെയാ സമ്മതിക്കുന്നത്? എവിടെയാ സമ്മതിക്കുന്നത്? അതിന് മാതാപിതാക്കൾ ഒരു പരിധിവരെ കാരണക്കാരാ. 9 വയസ്സാകുന്ന കൗമാരപ്രായത്തില് ചുണ്ട് ചുമപ്പിക്കാനുള്ള ലിപ്റ്റിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന എറണാകുളം ജില്ലയുടെ ഉപ്പമാര് പഠിച്ചോ? ഞാൻ കഷ്ടപ്പെട്ട കാശല്ലേ ഉസ്താദ്, എന്റെ മോൾക്കല്ലേ ഞാൻ കൊടുക്കുന്നതെന്ന് പറയുന്ന സ്വാർത്ഥ താല്പര്യക്കാരായ ഉപ്പമാര് പഠിച്ചോ? നീ എവിടെ നിന്ന് കാശുണ്ടാക്കിയാൽ മോനോ നിന്റെ മക്കൾക്ക് കൊടുക്കുമ്പോ ആ മക്കളുടെ വളർച്ചയുടെ ഘട്ടത്തില് ആദർശത്തിന് തടസ്സമാകുന്ന ചിന്ത വരുമോ എന്ന് നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല ചെറുപ്പക്കാരാ? എത്രയോ പെൺകുട്ടികളാ ചാനലുകാരോട് പറഞ്ഞത് സിനിമാ സ്റ്റൈലുള്ള, പൂച്ചക്കണ്ണുള്ള, ഗന്നം സ്റ്റൈലുള്ള, മസിൽ പവറുള്ള, സിസ്ബേക്കുള്ള, അതേ ആഡംബരത്തോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരെ വേണമെന്ന് നിസ്കാരത്തഴമ്പുള്ള വാപ്പാട മക്കള് പറഞ്ഞത് കേരളത്തിന്റെ തന്നെ ശാപമല്ലേ പെങ്ങളെ? എറണാകുളം ജില്ലയുടെ പെണ്ണെ, നിന്റെ നാവുകൊണ്ടങ്ങനെ പറയാന് പാടില്ല. ആലുവ മണപ്പുറത്തിരുന്ന മണവാളന് നിങ്ങൾ കണ്ടതല്ലേ? എന്ത് കുറവാണാ ചെറുപ്പക്കാരനുള്ളത്? പാവപ്പെട്ട അനാഥയായ പെൺകുട്ടിക്ക് ഞാനൊരു ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞ് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയിട്ട് നിക്കാഹ് കഴിക്കുമ്പോ എന്റെ സഹോദരങ്ങള്, ഏറ്റവും വലിയ സ്ത്രീധനമായിട്ട് കേരളം കൊടുത്തത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആമീനല്ലേ? കുറിച്ചു വേണം ചെറുപ്പക്കാരോ. എറണാകുളം ജില്ലയിലെ പെൺകുട്ടികളോട് പറയുകയാ, സ്വപ്നത്തിനൊരു പരിധിയുണ്ട് മോളെ, പരിധിയുണ്ട്. സ്വപ്നം നിനക്ക് കാണാ. ഞാൻ ഈ അടുത്ത സമയത്ത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ സഹായിച്ചു. നിക്കാഹിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട കുടുംബത്തെ ഞാൻ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുകയാ. ഞാൻ അവരോട് പറഞ്ഞ് വലിയ ഫ്ലക്സ് അടിച്ചു വെക്കാൻ പറഞ്ഞിട്ട് പൈസ പാഴാക്കിയില്ല. ആരോപണം പറയുന്നവരെ, അങ്ങനെയുള്ള സമ്പന്നവർഗത്തെ ഒരുപാട് നൗഷാദ് ബാക്കവിയുടെ കയ്യിലുണ്ട്. അവരിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് വീട് വെക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അവരെ ദുരുപയോഗം ചെയ്ത് പണം വാങ്ങിയിട്ട് കറങ്ങി നടക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അവര് കാശ് വാങ്ങാറുണ്ട്. ആ കാശ് വാങ്ങിയിട്ട് ഈ കേരളത്തിന്റെ പാവപ്പെട്ട ഉമ്മമാരുടെ കയ്യിലേക്ക് അവരെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കാറുണ്ട്. അങ്ങനെ കൊടുത്തുപോലെ ഒരു കുടുംബത്തിന്റെ കല്യാണത്തിന് തലേ ദിവസം ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, പുതുപെണ്ണിനെ ഒന്ന് കാണണം എന്ന് കൂടെ വന്ന ഒരാഗ്രഹം പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞതെന്താ? പൊന്നുമോളെ ഉമ്മ പറഞ്ഞതെന്താ? കല്യാണത്തിന്റെ തലേ ദിവസം പുതുപെണ്ണിനെ കാണാൻ ചെന്നപ്പോ ഉമ്മ പറഞ്ഞതെന്തെന്നറിയോ? 2 മണിക്കൂറായി റൂമിന്റെ അകത്തിരിക്കുന്ന മോളെന്തേ പുറത്തിറങ്ങാത്തെന്ന് ചോദിച്ചപ്പോ പള്ളിക്കാരുടെ കയ്യിൽ നിന്ന് ബക്കറ്റ് വെച്ച് പിരിച്ച കാശ് കൊണ്ട് കൊടുത്ത, എന്റെ മജ്‌ലിസിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൊണ്ട് കൊടുത്ത ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഉമ്മ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ മോളെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ആള് വന്നിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. എന്നാലും പെണ്ണാ, നീ നന്നാകുന്നത് നിന്നെ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ആക്ഷേപിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എറണാകുളം ജില്ലയുടെ 100 പെണ്ണുങ്ങൾ നന്നായ ആ ജില്ല നന്നായി പെങ്ങളെ. പെരിങ്ങാലയുടെ പരിസരത്ത് 10 പാവപ്പെട്ട കൗമാരപ്രായം
പ്രായം കഴിഞ്ഞ പോലെ പെൺകുട്ടികളെ അല്ലാതെ പേടിച്ച് കരയുന്നവരായ പെരിങ്ങാലയെന്ന് പറയുന്ന നാട് അല്ലാഹു ഇഷ്ടപ്പെട്ട നാടായി പെങ്ങള്. അതിനുവേണ്ടിയാ പറയുന്നത്. നൂഹെന്ന് പറയുന്ന നായാര് തന്റെ മോളരികിലേക്ക് ചെല്ലുകയാ. സൗന്ദര്യറാണിയായ സമ്പത്തിന്റെ മടിപ്പെട്ടിൽ ജീവിക്കുന്ന ആ സുന്ദരിയായ പെണ്ണിനോട് ഉപ്പയെന്ന ന്യായാധിപനായ ഭരണാധികാരി പോയിട്ട് ചോദിക്കുകയാ, മോളെ നിനക്ക് ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഭർത്താവിനെ വരിക്കാൻ നീ ഒരുക്കമാണോ? അയാളെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? ആരാണുപ്പാ എന്ന് ചോദിച്ചപ്പോ പറയുകയാണ്, നമ്മുടെ തോട്ടം നനക്കാൻ വേണ്ടി നിൽക്കുന്ന മുബാറക് എന്ന പടച്ചോനെ പേടിയുള്ളവനാ എന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ പെണ്ണ് എന്തിനാ സന്തോഷിച്ചതെന്നറിയോ? അല്ലാഹയെ പേടിക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന ഖുർആൻ ഓതുന്ന ഒരു ഭർത്താവിനിക്ക് കിട്ടിയാ സന്തോഷിക്കണ്ടേ? എന്റെ സഹോദരിമാരെ, കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോ കോടതിക്കകത്ത് നായ ചീറ്റുന്ന പോലെ വക്കീലിന്റെ മുമ്പ് നിന്ന് ചീറ്റിയിട്ട് ഭർത്താവിനെ പെരുവിളിക്കുന്ന ഗതികേട് വരാതിരിക്കാൻ വേണ്ടി പറയുകയാ, നിന്നെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ മറക്കല്ലേ, അവരെ തീരുമാനത്തെ തള്ളിക്കളയല്ലേ. പക്ഷേ പല മാതാപിതാക്കളും ഇതിനിടയിൽ ഒരു ക്രൂരത കൂടി ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയോ? ആരും പെൺകുട്ടിയോട് വന്ന ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ എന്ന് കാര്യമായി ചോദിക്കലില്ല. പാവപ്പെട്ടവരാണെങ്കിൽ ചോദ്യമില്ല. ചെറുക്കൻ ഇഷ്ടപ്പെട്ടാൽ പിന്നെ കല്യാണം ഉറപ്പിക്കാൻ മോള് സമ്മതിച്ചു കൊല്ലണം. അത് ശരിയല്ല, അത് ശരിയല്ല. മോളോട് സമ്മതം ചോദിക്കണം. സമ്മതം ചോദിക്കുമ്പോൾ മോള് ആ രീതിയും സാഹചര്യവും മനസ്സിലാക്കി ഒരു മനസ്സിന്റെ അകത്ത് പൂർണ്ണമായ പൊരുത്തം വന്നാൽ പറയണം. പൊരുത്തം വരാതിരിക്കാൻ വെക്കേണ്ട നിബന്ധനകൾ നമ്മളൊന്ന് മാറ്റണം, അല്ലേ? ഒരു സഹോദരൻ എന്നോട് അതിന്റെ ഇപ്പൊ ഈ കുന്നംകുളം ഈ ഭാഗത്ത് വാതിന് പോയപ്പോ തലേ ദിവസം സ്റ്റേജിൽ വന്നപ്പോൾ പറഞ്ഞു, ഉസ്താദേ നാളെ പെണ്ണ് കാണാൻ പോവാണ്, ഹൈറാണെങ്കിൽ അള്ളാഹ് നടത്തി തട്ടെന്ന് പറഞ്ഞ ഹൈറല്ല സുലേഖ എന്നാണ് പേരെന്ന് പേര് പറ. ഞാൻ പറഞ്ഞു ഇൻഷാ അള്ളാഹ് സുലേഖ ആണെങ്കിലും റംലയാണെങ്കിലും അള്ളാഹു നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് തന്നെ നടത്തി തട്ടെ. എന്നാലും നല്ല തൊപ്പിയൊക്കെ ഇട്ട് ദ്വാരക്കണമെന്നൊന്ന് പറഞ്ഞു. പെണ്ണ് കാണാൻ പോയപ്പോഴുള്ള കോലം സുബ്ഹാനല്ലാഹ്, രാവിലെ വന്നിരിക്കുകയാണ് ഒരുങ്ങി. ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നു ദ്വാരക്കണം. എനിക്ക് 2 മാസത്തെ ലീവേ ഉള്ളൂ. ഇപ്പൊ തന്നെ 10-15 ദിവസം കഴിഞ്ഞു. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് പോകാനുള്ളതാണ്. കാണാൻ വേണ്ടി ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ സുബ്ഹാനല്ലാഹ്, അവന്റെ മുടിയുണ്ടല്ലോ, മുടി എങ്ങനെയുണ്ട്, ഇങ്ങനെ അത് പുതിയ മുട ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ നല്ലൊരു അള്ളാഹു ഇതാകട്ടോ പിടിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ക്ലിപ്പിടാനാ ഇങ്ങനെ പിടിച്ചിട്ടേ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചത് എന്താണ്? അതാണ് ഗന്നം സ്റ്റൈൽ. ഇതുണ്ടെങ്കിലേ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ ഉസ്താദ്, അല്ല പൈസയിലൊന്നും കാര്യമില്ല. എന്നിട്ട് ഇറുവിയ ബനിയൻ പകുതി മസിൽ ഇങ്ങനെ ഇറുക്കി ഇങ്ങനെ കെട്ടി ഇപ്പുറത്തോട്ട് വെച്ചിരിക്കുകയാണ്. ഉപ്പാപ്പോരൊക്കെ ചിലപ്പോ ഇഞ്ചക്ഷൻ വെക്കാൻ ഞരമ്പിട്ട് ഇങ്ങനെ പിടിക്കില്ല, അത് കണക്ക് പിടിച്ച് കുറച്ചിങ്ങോട്ട് ഇറക്കിയിട്ട് എന്തിനാണെന്നറിയോ? ഇതൊക്കെയാണ് സഹോദരിമാർക്ക് ഇഷ്ടമെന്ന അങ്ങനെയുള്ള ചിന്ത ഈ സമുദായത്തിന്റെ പെമ്മക്കളുടെ തലയിൽ കയറുമ്പോഴാണ് എത്ര മജ്‌ലിസിൽ തൊപ്പിയിടാൻ പറഞ്ഞാലും ചെറുപ്പക്കാരിടാത്തത. മഞ്ഞാണെങ്കിൽ പോലും ചിലപ്പോൾ ഇടാത്തതിന്റെ കാരണം എന്താ? അതൊന്നും പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് എത്തി. അങ്ങനെയാവരുത് നമ്മൾ. മകളെന്നുള്ള രീതിയിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം പാലിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. കല്യാണം കഴിയുമ്പോ പെണ്ണേ, നല്ലൊരു ഭർത്താവിനെ കിട്ടുമ്പോ, നല്ലൊരു ജീവിതം കിട്ടുമ്പോ, സുഖത്തിലും സന്തോഷത്തിലും കഴിയുമ്പോ ഉമ്മയെ കാണാൻ, ഉപ്പയെ കാണാൻ, അവരോടുള്ള കടമ പാലിക്കാൻ മറന്നു പോകല്ല പെങ്ങളെ. എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം സഹോദരിമാരെ. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമതാ നമ്മുടെ മനസ്സിന്റെ കരുത്തത, നമ്മുടെ ജീവിതത്തിന്റെ പൊരുത്തമതാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഒരു പെണ്ണ് പോലും ദുആ ചെയ്യാതെ കിടക്കല്ലേ. പെണ്ണുങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, നമ്മളും ദ്വാരക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ മക്കള് നമുക്ക് ദ്വാരക്കുള്ളൂ, എന്നാലേ നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, പടച്ചവരെ, എന്റെ മാതാപിതാക്കൾ എന്നോട് കരുണ കാണിച്ചതുപോലെ ഈ വാർദ്ധക്യ സമയത്ത് അവരോട് കരുണ കാണിക്കണേ അല്ലാഹ്.
ഇതെപ്പോഴും ദ്വാരക്ക. അവര് മരണപ്പെട്ടു പോയാലും ഈ ദ്വാരയെ നിർത്തേണ്ട പ്രിയപ്പെട്ടവരെ. അവർക്ക് കരുണ കാണിക്കാൻ അവരുടെ പരലോക ജീവിതത്തിൽ അള്ളാന്റെ കാരുണ്യമുണ്ടാകാൻ കരന്നുകൊണ്ട് ദ്വാരക്ക. ഇന്നിവിടെ വന്നവര് മകളെന്നുള്ള രീതിയിൽ അല്ലാഹു നാളെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദിക്കുമ്പോ ആവേശത്തോടെ നീ പറഞ്ഞു കൊടുക്കണം. ഇന്ന് മുതൽ ഈ എറണാകുളം ജില്ലയുടെ പെരിങ്ങാലയിൽ 10,000-കണക്കിന് ജനങ്ങൾ തിങ്ങി നിറഞ്ഞു പോയ മനോഹരമായ ഗ്രൗണ്ടിന്റെ അകത്തിരുന്നു കൊണ്ട് ഞാൻ തീരുമാനിച്ചതാ, അന്ന് മുതലല്ല മരിക്കുന്നതുവരെ എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ ദുആ ചെയ്യാതിരുന്നിട്ടില്ല. റബ്ബിർഹമുമാ കമാ റബ്ബയാനി സഗീറ എന്ന ദുആ, അല്ലാഹുമ്മ ഗഫിർ ലനാ വലിവാലിദീന. ഇത് രണ്ടും ദുആ ചെയ്തിട്ട് എന്നും ഉറങ്ങാവൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം നമ്മളും ഉപ്പയാണ്, ഉമ്മയാണ്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മുടെ മക്കൾ നമ്മൾ മാതാപിതാക്കൾ കടന്നിട്ടും മതി എനിക്ക് സ്വർഗമെന്ന് പറയുന്ന രീതിയിലുള്ള ആത്മീയ വളർച്ച ഇൻഷാ അല്ലാഹ് അവർക്കുണ്ടാവണം. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും ഓരോ സദസ്സിലും ഓരോ നിയ്യത്ത് ചെയ്ത് സ്വതക്ക ചെയ്യാറുള്ളത് പോലെ ഇന്ന് നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയാണ് സ്വതക്ക. അതിപ്പോ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ശരി, മരണപ്പെട്ടു പോയവരാണെങ്കിലും ശരി, അവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയും നിയ്യത്ത് ചെയ്യും. അവരുടെ പൊരുത്തം ജീവിതത്തിൽ ഒരു മനുഷ്യന് നേടാൻ കഴിഞ്ഞാൽ, അല്ലേ, ഉമ്മയും ഉപ്പയും ഏതു മകന്റെ വീട്ടിലാണോ താമസിക്കുന്നത് ആ മകൻ ഭാഗ്യവാനാണ്. ചിലപ്പോ 9 മക്കളുണ്ടാകും, എന്നാലും ഉസ്താദേ ഒരുപാട് പേരുണ്ടെങ്കിലും ഉമ്മ എന്റെ കൂടെയാണ് എന്ന് പറയുന്ന മക്കളുണ്ടെങ്കിൽ, ആ മകനുണ്ടെങ്കിൽ ആ മകനെ പോലെ ഭാഗ്യവാൻ വേറെയില്ല. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാൻ. ഉമ്മയുടെ കാൽച്ചോട്ടിലാണ് സ്വർഗ്ഗം. അമൽതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ വഫിസാലുഹു ഫിയാമൈൻ അൻഷ്കുറു ലി വലിവാലിദൈ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, എന്തോ ഒരു പ്രയാസമാണ് ഗർഭം ചുമക്കുക, ഗർഭം ധരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ചുമന്ന് ഘട്ടം ഘട്ടമായി അതുകൊണ്ട് നടന്നു, അതുകൊണ്ട് ഇരുന്ന്, അതുകൊണ്ട് കിടന്നു, ആ കഷ്ടപ്പാടും വിഷമവും ഒക്കെ അനുഭവിച്ചു. ചില മണം കേൾക്കുമ്പോ വേറുവേദന, ചില സ്ഥലത്തെത്തുമ്പോ ഛർദിൽ വരുന്നു, ചിലരെ കാണുമ്പം ഓർക്കാനും വരുന്നു. അതൊക്കെ 9.5-10 മാസം പിടിച്ചു നിന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിനക്കു വേണ്ടി അതൊക്കെ സഹിച്ചു. പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം പ്രയാസം അതൊക്കെയും അനുഭവിച്ചു. അതൊക്കെയും എല്ലാം ഒരുപോലെ അനുഭവിച്ചിട്ട് നിനക്ക് വേണ്ടിയാണെങ്കിൽ നമ്മുടെ ആ ഉമ്മ, നമ്മുടെ ആ ഉപ്പ പൂർണ്ണമായും അവരുടെ പൊരുത്തം നമ്മൾ വാങ്ങണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാനിപ്പോ ആലുവ മണപ്പുറത്ത് വന്നതിന് ശേഷം പിന്നെ ഇന്നലെ രാത്രിയാണ് ഞാൻ എന്റെ വീട്ടിലെത്തിയത്, പ്രഭാഷണം കഴിഞ്ഞിട്ട്. ഇന്നലെ ജുമയ്ക്ക് പള്ളിയിൽ പോയിട്ട് ഇന്നലെ വൈകുന്നേരമാണ് വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയിട്ട് ഇന്ന് രാവിലെ പ്രസംഗത്തിന് വേണ്ടി ഇവിടേക്ക് വരാൻ വേണ്ടി തിരിച്ചപ്പോ ഞാൻ എന്റെ ഉമ്മയും ഉപ്പയും പോയി കണ്ടിട്ടാ വന്നത്. കാരണം എന്താ, ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസമോ യാദർച്ഛികമായി 2 ദിവസം വീട്ടിൽ നിൽക്കാൻ കിട്ടുമ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് പോയി ഒരു 10 മിനിറ്റ് സംസാരിക്കുന്നത് നമ്മുടെ യാത്രയ്ക്കും നമ്മുടെ പ്രസംഗത്തിനും ഒരു ഊർജ്ജമാണ്. ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം. വിവാഹം കഴിയുമ്പോ ചിലപ്പോഴൊക്കെ ഉമ്മമാരുമായിട്ട് ചില തർക്കങ്ങളും ചില പിണക്കങ്ങളും ഒക്കെ വരാറുണ്ട്. നമ്മൾ മാറ്റണം. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയുകയാണ്, ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്, മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുമ്മക്ക് ഒരിക്കലും മരുമോളെ വെറുക്കാൻ പറ്റൂല. ആണയിട്ട് ഞാൻ പറയുകയാണ്, മരുമോളെ വെറുക്കുന്ന ഉമ്മമാരിവിടെയുണ്ടോ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം ഡ്യൂപ്ലിക്കേറ്റാണ്, ഒരു സംശയമില്ല. എങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ചില ചെറുപ്പക്കാർ ഇപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്താറ് ഇപ്പോഴെങ്കിലും ഒന്ന് റാഹത്താവട്ടെ എന്നും പുട്ടുകുറ്റിയായിട്ട് അവിടെ ഇടിയും ബഹളോ. ഞാൻ അവിടെ നിന്ന് പ്രസവം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ 1 മണിക്കും കൂതറ തള്ളെ ഉറങ്ങൂല, പെണ്ണു ഉറങ്ങൂല. കെട്ടിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല സാർ, എന്ത് ചെയ്യാൻ പറ്റും? ഉമ്മാരുടെ അടുത്ത് എത്ര പറയാനാ നമ്മൾ ഇനി? എന്നാ എവളെങ്കിലും പറഞ്ഞാൽ കേൾക്കണ്ട, അവളിങ്ങനെ നിൽക്കുമല്ലേ പൂതനെ പോലെ, പടച്ചോനെ അല്ലേ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ, കല്യാണം കഴിഞ്ഞാൽ ഉസ്താദെ പിന്നെ ഞാൻ പ്രസംഗത്തിനൊന്നും വരൂല കേട്ടോ, എല്ലാ സ്റ്റേജിലും ഞാനുണ്ട്, എല്ലാ സ്ഥലത്തിലും. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഉമ്മ എന്നോട് ഇപ്പോഴേ പറഞ്ഞിരിക്കുകയാണ്, മോനെ നിന്നെ എങ്ങും വിടൂല. ഞാൻ പറഞ്ഞു, ഉമ്മ ഞാൻ പോവില്ല, കല്യാണം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോവാനാ? വൈഫിനെയൊക്കെ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞപ്പോൾ അവൻ വിളിക്കാം, ഉസ്താദെ ഫുള്ള് ഡേറ്റിന്റെ റിസൾട്ട് എനിക്കൊന്ന് വേണം, വീട്ടിൽ നിൽക്കാൻ പറ്റൂല, എനിക്ക് പ്രസംഗം കേട്ടാൽ മതി. അല്ലാഹുവേ, മറ്റൊരു സമാധാനമായിരുന്നു. എന്നും വേലിത്തമ്പി തളവ പോലെ ഭയങ്കര അടിയാവസ്ഥ, ചാൻസി റാണി പോലെ എന്റെ പെണ്ണ്, അപ്പുറത്തെ ഉണ്ണിയാർച്ച പോലെ ഉമ്മ, തമ്മിലടിയും ബഹളവാ. ഇതിനൊരു പരിഹാരം നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കും. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇനി ഉമ്മയുടെ ഉത്തരവാദിത്തം പറയാനുണ്ട്, ഭാര്യയുടെ ഉത്തരവാദിത്തം പറയാനുണ്ട്, പെങ്ങളുടെ ഉത്തരവാദിത്തം പറയാനുണ്ട്. മകളെ കുറിച്ച് മാത്രമേ പറഞ്ഞോളൂ. അവരെ വിചാരണ നടത്തുമ്പോൾ
ഈ ഒരു റോള് മാത്രമല്ല അള്ളാഹു ചോദിക്കുക, പൂർണ്ണമായും അള്ളാഹു ചോദിക്കുക. അതുകൊണ്ട് ഉമ്മയെ ഭാര്യയ്ക്ക് വേണ്ടിയാണെങ്കിലും കുടുംബത്തിന് വേണ്ടി ആർക്കു വേണ്ടിയാണെങ്കിലും ഉമ്മയെ മാറ്റാൻ പറ്റൂല. സ്നേഹിച്ചേ പറ്റൂ, ഇഷ്ടപ്പെട്ടേ പറ്റൂ, പൊരുത്തപ്പെട്ടേ പറ്റൂ. മാതാപിതാക്കളുടെ പൊരുത്തം അല്ലാഹു നമുക്ക് തരട്ടെ. അവരെന്നും ദുആരക്കുന്ന മക്കളാകാനുള്ള ഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് തരണമല്ലാ. ഈ വിശാലമായ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് പുരുഷന്മാരെക്കാളേറെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സഹോദരിമാര് അവരുടെ ഉമ്മമാരുടെ മക്കളാണ് റബ്ബേ. ആ ഉമ്മമാരുടെ എന്നും നല്ല ദുആ നീ അവർക്ക് കൊടുക്കണമല്ലാ. ഭർത്താവ് അവർക്കൊരു സാരി കൊണ്ട് കൊടുക്കുമ്പോ, ഭർത്താവ് അവർക്ക് രുചികരമായ ഭക്ഷണം താങ്ങിച്ചു കൊടുക്കുമ്പോ, അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിലും കൊതിക്കുന്ന രീതിയിൽ ഉമ്മയോട് ഉപ്പയോടുള്ള ഒരു മഹബത്ത് നിലനിർത്തി കൊടുക്കണമല്ലാ. മാതാപിതാക്കളുടെ പൊരുത്തമെന്ന് പറയുന്നത് ജീവിതത്തിന് തന്നെ ഒരാർജവം തരുന്നതാണ്. അതുകൊണ്ട് പെരിങ്ങാലയുടെ മജ്‌ലിസിൽ വന്നവരെ, ഇന്ന് ആകെയുള്ള പിരിവെന്ന് പറയുന്നത് ബക്കറ്റ് കളക്ഷനാ. പെരിങ്ങാലയുടെ പരിസരത്ത് ഒരുപാട് പേര് ചിന്തിച്ചു പോയി. ആലുവ, മണപ്പുറം പോലെ നൗഷാദ് വാക്കവി ജനങ്ങളൊക്കെ വന്നുകൂടുമ്പോ ഈ പൈസ പിരിച്ചു കൊടുക്കുമ്പോ നാളെ ഈ ഇഹ്സാൻ എന്ന് പറയുന്ന പ്രവർത്തന മേഖലയിൽ സജീവത നിലനിർത്തുന്ന പാവപ്പെട്ട മക്കൾക്ക് പുട്ടടിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് എത്ര ആൾക്കാരാ കളിയാക്കിയത്. വിഷമിക്കേണ്ട കൂട്ടുകാരാ, വേദന സഹിക്കേണ്ട ചെറുപ്പക്കാരാ, എത്രയോ മുസ്ലിം ചെറുപ്പക്കാരി ആരോപണങ്ങൾ കേട്ടുപോയവരാ. ആർക്കാണ് സഹിക്കാൻ പറ്റുക? ആർക്കാണ് ഉൾക്കൊള്ളാൻ പറ്റുക? അസൂയാരുക്കളങ്ങളെ എന്തും പറയും. പക്ഷേ എന്റെ മുമ്പ് വന്നിരിക്കുന്നവർക്കറിയാ ഒരു പരിപാടി വെക്കുന്നതിന്റെ ചെലവിന്റെ രംഗമറിയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്നിന്റെ മജ്‌ലിസ് സ്വർഗത്തിന്റെ തോപ്പാണെങ്കിൽ ആ സ്വർഗത്തിന്റെ പൂന്തോപ്പില് ഏറ്റവും വലിയ പുഷ്പമാണ് ഞാൻ എന്റെ ഉമ്മാക്ക് കൊടുക്കുന്നതെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് എന്നെ വളർത്തിയ ഉമ്മ, എന്നെ സ്നേഹിക്കുന്ന ഉമ്മ, എന്നെ ആദരവോടെ വളർത്തിക്കൊണ്ടുവന്ന ഉപ്പ എന്ന് നിയ്യത്ത് ചെയ്ത് മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്കയെടുത്ത് കയ്യിൽ വെക്കുക. വേറെ ഒരു പിരിവും ഇവിടെയില്ല. നിന്റെ ഉമ്മാക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ല കാണുന്ന, മാലാഖമാര് കാണുന്ന മൺമറഞ്ഞു പോയ മാതാപിതാക്കളാണെങ്കിൽ എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും നീ കൊടുക്കുക. ആരോടും നീ പറയണ്ട, കണക്ക് തരണ്ട, അഡ്രസ് വേണ്ട, പേര് പറയണ്ട. എല്ലാം അറിയുന്ന അല്ലാ, എന്നെ പ്രസവിച്ച ഉമ്മാക്ക്, എന്നെ വളർത്തിയ ഉപ്പാക്ക് എന്റെ ഉമ്മാടെയും ഉപ്പാടെയും പൊരുത്തം വേണമെന്ന് തീരുമാനമുള്ള ഞാൻ ചെയ്യുന്ന സദഖയാണെന്ന് തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഉമ്മ എന്നൊരു അത്ഭുതമാണ്, ഉപ്പ എന്നതൊരു ആനന്ദമാണ്. ആ രണ്ടുപേരുടെയും പൊരുത്തത്തിനു വേണ്ടി അൽ ഇഹ്സാന്റെ പ്രവർത്തകര് ബക്കറ്റുമായി ചെല്ലുമ്പോ ഈ സദസ്സിൽ നിറഞ്ഞിരിക്കുന്ന സഹോദരങ്ങള്, സഹോദരിമാര്, പടച്ചവരെ അവരെ കയ്യിലുള്ളതിൽ വെച്ച് നല്ലൊരു സദഖ മാതാപിതാക്കൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യുകയാണ്. നീ കബൂലാക്കണേ അല്ലാ. അവരെ മാതാപിതാക്കളുമായുള്ള സർവ്വ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ അല്ലാ. എല്ലാ ഇടങ്ങേറിനും തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. സുഖമില്ലാത്ത ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടിയാണെങ്കിൽ പടച്ചോനെ, തമ്പുരാനെ, കാരുണ്യവാനെ, ആ മാതാപിതാക്കൾക്ക് പൂർണ്ണമായി ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ പറയുക. മൺമറഞ്ഞു പോയവർക്കാണെങ്കിൽ അല്ലാ അവരുടെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാ. സല്ലല്ലാഹു നബി മുഹമ്മദ്. സംഘാടകർ വേഗം വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസുകളിൽ മാതാപിതാക്കൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് നാം ചെയ്യുന്ന ഈ സ്വതഖ വേഗം എല്ലാവരുടെ മുന്നിൽ വേഗം പോകണം ഇൻഷാ അല്ലാഹ്. വിഷയം ഒത്തിരി പറയാനുണ്ട്. അതുകൊണ്ട് ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇടയിലൊന്നും നിർത്താൻ നേരമില്ല. വേഗം കൊണ്ടുപോയിട്ട് എല്ലാവരുടെ മുന്നിലേക്കും ചെല്ലാം. മകൾ എന്നുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞു. മക്കൾ എന്നുള്ള രീതിയിൽ മാതാപിതാക്കളോട് എന്നും കടമപ്പെട്ടവരായ നമ്മൾ നല്ല ഒരു സ്വതക്ക മാതാപിതാക്കൾ കൊണ്ട് വേറെ പിരിവൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നല്ല ഇൽമിന്റെ മജ്‌ലിസാണ്, വിശാലമായ സദസ്സാണ്. സ്ത്രീകൾ സഹോദരിമാരൊക്കെ കാര്യമായ രീതിയിൽ നിന്റെ ഉമ്മാക്ക് വേണ്ടി, നിനക്ക് ഒരുപാട് കഷ്ടപ്പെട്ട, ഒരുപാട് ത്യാഗം ചെയ്ത, നിനക്ക് വേണ്ടി ഒരുപാട് വേദനിച്ച ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ടാണ്.
ഈ സ്വർഗീയ ആരാമത്തിൽ നിന്ന് ചെയ്യുന്നതല്ലാതെ ഇതിനേക്കാളേറെ പിന്നെ ഏത് മജ്‌ലിസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് പ്രത്യേകിച്ച് സഹോദരിമാർ, ഏതെങ്കിലും സഹോദരിമാർക്കിന് കാശില്ല, ചെറിയ സ്വർണത്തിന്റെ മുത്തോ പൊട്ടോ ഒക്കെ ഉള്ളെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മനസ്സിന്റെ പൊരുത്തം പോലെ ചെയ്യാം. ഒരാളെയും നിർബന്ധിക്കുന്നില്ല. അങ്ങനെ നിർബന്ധിച്ച് ഉസ്താദ് ചോദിക്കേണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. നല്ല മനസ്സോടുകൂടി സഹകരിക്കുക. അടുത്ത ഉമ്മ എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് വരിക. ഭാര്യ എന്നുള്ള ഉത്തരവാദിത്വം പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നവരാണ്, അറിയുന്നവരാണ്. അതുകൊണ്ട് അതിന് ചെറിയൊരു വിശദീകരണം തന്നാൽ മതി. ഉമ്മ എന്നുള്ള രീതിയിൽ, ഉമ്മ എന്നുള്ള നിലയിൽ നമ്മുടെ മക്കളോട് നമുക്ക് ചില ഉത്തരവാദിത്വമുണ്ട്. ഉപ്പ ചർച്ച ചെയ്യാതെ മാറ്റിവെക്കുന്നതല്ല, പറയുന്ന കൂട്ടത്തിൽ നിങ്ങളും കൂടി അത് ശ്രദ്ധിച്ചാൽ മതി. ഉമ്മമാരാണ് ഏറ്റവും അധികം മക്കളെ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും അധികം മക്കളെ ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരാണ്. അതുകൊണ്ട് തന്നെ ഉമ്മ എന്നുള്ള രീതിയിൽ നമ്മുടെ മക്കളോട് നമുക്കൊരുപാട് ഉത്തരവാദിത്വമുണ്ട്. അതെന്റെ പ്രിയമുള്ള സഹോദരിമാര് മറന്നുപോകരുത്. അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന രീതിയിലേക്ക് നിങ്ങളായി പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ കുഞ്ഞുമക്കളെ കൊണ്ട് സുന്നത്ത് നോമ്പ് പിടിപ്പിക്കുമായിരുന്നു. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പരിസരങ്ങളിലുള്ള കുഞ്ഞുമക്കളെല്ലാം നോമ്പ് പിടിച്ചിട്ട് വിശക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ അവരെ വിളിച്ചടുപ്പിരുത്തിയിട്ട് അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ, ഉമ്മമാരെ നിങ്ങൾ മക്കളെ വഷളാക്കരുത്, മക്കളെ വഷളാക്കരുത്. ടി വി ഇല്ലാത്ത വീടില്ല, എല്ലാ വീട്ടിലും ഉണ്ടല്ലോ, എല്ലാ വീട്ടിലും ഉണ്ടാവും. അതില്ലെങ്കിൽ ഇന്ന് 10ാം ക്ലാസ് കഴിയുമ്പോ തന്നെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ കുട്ടിക്ക് തന്നെ നാട്ടിലെ ഏതെങ്കിലും സംഘടനക്കാര് വീട്ടിൽ ടി വി ഇല്ലെങ്കിൽ ടി വി വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ടി വി, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പിന്നെ 3ഉം 4ഉം ക്യാമറ ഉള്ള മൊബൈല്, അതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും. ഇന്ന് അതിനൊന്നും വലിയ കഷ്ടപ്പാടില്ല. ഓരോ റൂമിലും ഓരോന്നുണ്ടാവും. അതാണ് അത്ഭുതം. ഓരോ റൂമിലും ഓരോന്നുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് അതിന്റെ നല്ല വശങ്ങളെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നതാണ്. ഒരു വീട്ടിൽ ഒരു ടി വി ഉണ്ടെങ്കിൽ അതിന് പൂർണ്ണമായും ഒരു നിയന്ത്രണവും വേണം, നിർബന്ധമായിട്ടും. ടി വി മാറ്റണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മാറ്റില്ല എന്ന് എനിക്കറിയാം. ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഒഴിവാക്കൂലെന്നറിയാം. നിങ്ങൾ തന്നെ ഇങ്ങോട്ട് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് പ്രസംഗ സീഡി നമ്മൾ എവിടെയിട്ട് കേൾക്കും? നിങ്ങൾ തന്നെ ചോദിക്കും. ഇന്ന് മാറഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സനൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ വിളിച്ചു, ഖത്തറിൽ നിന്ന്. ആ സഹോദരന്റെ ഇന്നത്തെ പേര് മുഹമ്മദ് ബിലാൽ എന്നാണ്. കുലു തക്ബീർ. എത്ര തക്ബീർ പോരാ, ഒരാൾ മുസ്ലിമായ എത്ര തക്ബീർ മതി. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോ ആദ്യമായി തക്ബീർ വിളിച്ചത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. സനൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഇന്നത്തെ പേര് മുഹമ്മദ് ബിലാൽ എന്നാണ്. കുലൂ തക്ബീർ. അല്ലാഹു ഇനിയും അങ്ങനെ നല്ല ചെറുപ്പക്കാരെ അല്ലാഹു നമുക്ക് തരട്ടെ. ആ സഹോദരൻ പറയുകയാണ്, 4 വർഷമായിട്ട് ആ സഹോദരന്റെ ജോലി മൊത്തം പ്രസംഗ കാസറ്റ് കേൾക്കലാണ്. ഇച്ചിരിയൊക്കെ ഈ ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന, ഈ മതസാഹോദര്യമൊക്കെ പറയുന്ന പ്രസംഗ സീഡികൾ വാങ്ങിയിട്ട് കേൾക്കൽ ആ സഹോദരന്റെ ഒരു ഹരം. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ധാരാളം, എന്റെ പെരുമ പറഞ്ഞ ആ സമയം കളയുന്നതല്ല, പ്രസംഗ കാസറ്റിന്റെ വലിപ്പം പറഞ്ഞ സമയം കളയുന്നതല്ല, ധാരാളമായി ഉസ്താദെ പ്രസംഗ കാസറ്റ് ഞാൻ കേട്ടു. അതിൽ ആത്മാവിന്റെ നൊമ്പരങ്ങളെന്ന ഒരാൾ മരിച്ചു കൊണ്ടുപോയി കബറിന്റെ അടുത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ രംഗങ്ങൾ പറഞ്ഞപ്പോ അതങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിനെ ഭംഗിയാക്കാൻ ഒരു മുസ്ലിമായാലല്ലേ സാധിക്കുള്ളൂ എന്ന് ചിന്തിച്ചപ്പോൾ മുതലുണ്ടായ മാറ്റമാണ് ഇന്ന് മുഹമ്മദ് ബിലാൽ എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഖത്തറിൽ കഴിയുന്ന സഹോദരൻ. എപ്പോഴാ വിളിച്ചത്? ഇങ്ങോട്ട് വരുമ്പോഴാ ഫോൺ വിളിച്ചത്. അള്ളാഹു ആ സഹോദരന് ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു ആ സഹോദരന് നല്ല ബോധം കൊടുക്കട്ടെ. അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള മനസ്സിന്റെ കവാടം ഇനിയും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് മാറ്റിവെക്കൂല, നിങ്ങളാരും മാറ്റിവെക്കൂല. പക്ഷേ നിയന്ത്രണം വേണമുമ്മ. വീട്ടിൽ ടി വി ഉണ്ടെങ്കിലും അതൊരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ലെങ്കിൽ ഉമ്മ, നിനക്ക് നിയന്ത്രിക്കാൻ നിന്റെ കയ്യിൽ അതിന്റെ റിമോട്ട് വേണമുമ്മ. നിന്റെ മക്കൾക്ക് തോന്നുന്ന പോലെ രസിക്കാനും സുഖിക്കാനും അതങ്ങ് തുറന്നു കൊടുക്കല്ല പെണ്ണേ. അതൊരുപാട് അപകടങ്ങൾ ലോകത്തുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മ എന്നുള്ള ഉത്തരവാദിത്വം പാലിക്കുമ്പോ പുരുഷന്മാര് കുറവാണ്, ഉപ്പമാര് കുറവാണ് നാട്ടിലുള്ളത്. അവരെല്ലാവരും വിദേശത്താ, അല്ലെങ്കിൽ സ്വയം ജോലിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരാ. കുറച്ച് സമയം മാത്രമാണ് വീട്ടിലുള്ളത്. എന്നോട് പോലും ഇന്ന് രാവിലെയും
എന്റെ പ്രിയപ്പെട്ടവള് പറഞ്ഞതാ, മക്കള് വീട്ടിന്റെ അകത്ത് കിടന്ന് ബഹളം വെച്ചപ്പോ ഞാൻ പ്രധാനപ്പെട്ട ഒരു വിഷയം എഴുതിക്കൊണ്ടിരിക്കുകയാ. പെട്ടെന്ന് ഞാനൊന്ന് ദേഷ്യപ്പെട്ടപ്പോ എന്റെ ഭാര്യ പറഞ്ഞതാ, ഒരു ദിവസത്തിന്റെ 2 മണിക്കൂർ വീട്ടിൽ നിന്നപ്പോ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഒരാഴ്ച നിന്ന് നോക്കുമ്പോഴാണ് നിങ്ങളുടെ മക്കളുടെ ബഹളം നിങ്ങൾ അറിയുക എന്ന് പറഞ്ഞിട്ട് എപ്പോഴോ കണ്ണ് നിറഞ്ഞു പോയത് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പക്ഷേ ഉമ്മാ നീ ഭാഗ്യവതിയാണ്, ഉമ്മാ നീ ഭാഗ്യവതിയാണ്. ലോകത്ത് മക്കൾക്കൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നിന്റെ കാഴ്ചത്തിലാണെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തിനാ പെണ്ണെ ഇത്രത്തോളം സ്ഥാനം നിനക്ക് തന്നില്ലേ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാ, അങ്ങനെ സ്ഥാനം തന്ന ഉമ്മ, അങ്ങനെ പദവി തന്ന ഉമ്മ, ആ ഉത്തരവാദിത്വം കൂടി നീ പാലിക്കണം കേട്ടോ. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം, അറിവും അതവുമെല്ലാം അങ്ങനെ വേണം. 3-ാം ക്ലാസ് ആകുമ്പോ മോളെ മദ്രസ നിർത്തി. കാരണം എന്താ? മോള് ഓതി തികഞ്ഞു എന്നാ പറയാം. 4-ാം ക്ലാസ് ആകുമ്പോ മോന്റെ മദ്രസയെ നിർത്തി. കാരണം എന്താ? 6:30 ആവുമ്പോ സ്കൂളിൽ പോകാനുള്ള ബസ് വരും. തിരിച്ചവൻ വരുമ്പോ 5:30 മണിയാവും. പിന്നെ അവന് ക്ലാസ്സില്ല. ഇതിനിടയിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് നമ്മുടെ ഉമ്മമാർ ഒരു സംഭവം കൂടി നടത്താറുണ്ട്. നിന്റെ മോൻ മദ്രസയിൽ പോകുന്നില്ലേ? അവന് പള്ളിയിൽ നിന്ന് മൊയ്ലിയാരുട്ടി ട്യൂഷൻ ഉണ്ടോ? ട്യൂഷൻ നടത്തണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. മദ്രസയിൽ പഠിപ്പിക്കുന്ന അതേ പൊരുത്തവും അത് മുൻഗാമികൾ കാണിച്ചു തന്ന മാതൃകയാണ്. ആരെങ്കിലും സംഘടന വളർത്താൻ വേണ്ടിയോ ഏതെങ്കിലും നാടിന് എന്തെങ്കിലും വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല മദ്രസ എന്ന് പറയുന്നത്. മുൻഗാമികൾ കാണിച്ച അതേ ശൈലിയാണ്. ഫാത്തിഹ ഓതി തുടങ്ങുക, സ്വലാത്തിൽ പിരിച്ചുവിടുക, അതിനിടയിൽ കുറച്ച് സമയം മക്കളുമായി പാട്ടുപാടി രസങ്ങൾ പറഞ്ഞു പങ്കുവെക്കുക, അതിനുശേഷം അവർക്ക് ഓരോ അക്ഷരങ്ങൾ പഠിപ്പിക്കുക, പിന്നെ ഖുർആനിലേക്ക് എത്തുക, പിന്നെ നിസ്കാരത്തിലേക്ക്. അതൊരു ചൈതന്യമാണ്. അതങ്ങനെ തന്നെ പഠിച്ചെങ്കിലേ അതിന്റെ പൊരുത്തവും ഗുരുത്വവും മനസ്സിലുണ്ടാവുള്ളൂ. അതല്ലാതെ എന്റെ മോനിപ്പോ അവിടെ നിന്നും പോയി പഠിക്കാൻ സമയമില്ല. ഗൾഫിൽ നിന്ന് വന്നപ്പോ എന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന, ഹസ്ബൻഡ് എന്ന് പറയൂല, പണം കൂടിയത് കൊണ്ട് ബെൻഡ് മാറിപ്പോ എന്റെ ഹസ് കൊണ്ടുവന്ന ഇത്രയും നീളമുള്ള അലിഫുള്ള ഒരു അറബി ബുക്കുണ്ട്. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. അത് ഞാൻ തന്നെ വീട്ടിൽ ഇരുന്ന് മോന് പഠിപ്പിച്ചു കൊടുക്കല. അല്ലേ? ബാനയുടെ മുളുമുലയുടെ നോന് ഇങ്ങനെ ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കലാണ്. ഈ പഠിത്തത്തിലൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. എത്ര വലിയ താത്ത പഠിപ്പിച്ചാലും ശരി, എത്ര വലിയ വാപ്പ പഠിപ്പിച്ചാലും ശരി. മദ്രസയിൽ വന്നിരുന്ന് പഠിച്ച് ഇച്ചിരി രസവും തമാശയും ഒക്കെ ആണെങ്കിലും അവർ നടന്ന് അടികൂടി ബഹളം വെച്ചൊക്കെ ആയിട്ട് വരട്ടെ. പക്ഷേ മദ്രസയുടെ ആ ഒരു ചൈതന്യം കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ പോകണം. അതിന്റെ ഉത്തരവാദിത്വം വാപ്പാക്കാണെങ്കിലും ചോദിക്കുന്നത് പെണ്ണെ നിന്നോടാ. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊൽ അൻ റഇയതിഹി, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. അവരവരുടെ ഭരണത്തെക്കുറിച്ച് അല്ലാഹു നാളെ ചോദിക്കുന്നതാണ്. വൽ മർഅതു റായിയത്തുൻ അലാ ബൈതി സൗജിഹാ വ വലദിഹി, പെണ്ണേ നിന്റെ ഭർത്താവിന്റെ വീട്, നിന്റെ ഭർത്താവിന്റെ മക്കള്, അവരെ കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് ചോദിക്കുന്നതാ. അവരെ എന്താ നീ പഠിപ്പിച്ചു കൊടുത്തത്? നീ സംസാരിക്കുന്ന കേട്ടിട്ടാണ് അവർ വളരുന്നത്, നീ കാണിക്കുന്ന സ്വഭാവം കണ്ടിട്ടാണ് അവർ വളരുന്നത്. 3 വയസ്സുള്ള കുഞ്ഞിനെ 2 വയസ്സുള്ള കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് വീടിന്റെ മതിലിന്റെ ഭാഗത്ത് വന്നു നിന്നുകൊണ്ട് അയൽവാസിയോട് നുണ പറയുന്ന ഉമ്മ ആ കുഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമോളെ കട്ടിൽ കിടത്തിയിട്ട് ആ മെത്തയിൽ കിടന്നുകൊണ്ട് അയൽവാസിയോട് മൊബൈലിലൂടെ നുണ പറയുന്ന ഇത്താ നിന്റെ കുഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, 4 വയസ്സുള്ള മക്കളെയും കൊണ്ട് സിനിമ കാണാൻ നിങ്ങൾ പോയിട്ടില്ലേ? ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർക്ക് രസമാണ് സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ. തിയേറ്ററിൽ ഒന്ന് പോയിരിക്കാന്ന് പറഞ്ഞ രസമാണ്. സിദ്ദീഖ് പോയിട്ടുണ്ടോ സിനിമ? നേരത്തെ പോയിട്ടുണ്ട്. ഇപ്പൊ പോവില്ല. ഇപ്പൊ എന്റെ എല്ലാ മജ്‌ലിസിലും ഉള്ളതാ. നേരത്തെ പോയിരുന്നു. നേരത്തെ അമ്മ കാണുമായിരുന്നു, അമ്മായി അമ്മ കാണുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ തുറന്നു പറഞ്ഞ ആ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു സാറേ. പക്ഷെ ഇപ്പൊ കുറച്ചാലായിട്ട് എല്ലാം നിർത്തി. അതല്ലേ നമുക്ക് ആവശ്യം. അത് മാത്രമാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് ആവശ്യം. എടുത്തു പറയാനുള്ള അള്ളാഹുവിന്റെ ചൈതന്യത്തെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ള. തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ രസമാണ്. നമ്മുടെ മക്കളെ കൊണ്ടിരുത്തും. തിയേറ്ററുകാരോട് പറയാൻ പറ്റുമോ പാട്ട് വരുമ്പോൾ സ്പീഡിനടിച്ച് കളയണം? നമ്മൾ വലിയ ദീനുള്ള കുടുംബത്തിൽപ്പെട്ടവരാണ്, പറയാൻ പറ്റുമോ?
പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? എല്ലാവരും പറയുന്നത് ഒരു സിനിമ കണ്ടില്ലെങ്കിലും വിശ്വരൂപം ഒന്ന് കാണണം. ഇതൊക്കെ അവരുടെ ടെക്നിക്കുകളാണ്, ഇതൊക്കെ അവരുടെ തന്ത്രങ്ങളാണ്. നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. ആളുകൂടാനും ജനപിന്തുണ കിട്ടാനും ജനശ്രദ്ധയാകർഷിക്കാനും എന്തെല്ലാം കോമാളിത്തരങ്ങൾ ചെയ്യാൻ പറ്റുമോ? അല്ലാതെ കമൽഹാസൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ? ആണോ പ്രിയമുള്ളവരെ? ലോകത്ത് ഏവർക്കും അറിയാം, ഏത് മതവിശ്വാസിക്കും അറിയാം, മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഒരു വിവാദം സിനിമയിൽ ഉണ്ടാക്കിയാൽ കേരളത്തിലെന്നല്ല ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കമൽഹാസൻ അറിയാം. പിന്നെ എന്തുകൊണ്ട് മനഃപൂർവ്വം അതിനകത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചു കാലമായിട്ട് മൂപ്പരെ കുറിച്ച് അങ്ങനെ വലിയ ചർച്ചകളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ ചർച്ചയ്ക്ക് ഖുർആൻ ആയത്തോടെയിട്ട് തലവെട്ടുന്ന കൈവെട്ടുന്ന കളപ്പെടുക്കുന്ന ഒരു ചിത്രത്തിനു വേണ്ടി പൂർണ്ണമായി പണം ചെലവഴിച്ചതുകൊണ്ട് അതൊരു ചർച്ചയായില്ലേ? എത്രയോ വെള്ളിയാഴ്ചകളിൽ പള്ളിയുടെ മിമ്പർ വരെ പ്രസംഗിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിഞ്ഞിട്ട് പിന്നെ വിശ്വരൂപം എന്നായിരുന്നു. അതിനൊരു ചലനമുണ്ടാക്കാൻ കമൽഹാസൻ, ഇതൊക്കെ തന്ത്രമാണ്. ഇതിനകത്ത് നിങ്ങൾ വീണു പോകരുത്. എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ അതിന് കിട്ടൂലെന്ന് തീരുമാനിക്കണമോ? ആര് തന്ത്രം മറന്നാണ്, ആര് കല്ലക്കുഴിയെടുത്താണ് ആ കുഴിയിൽ വീഴ്ച സമുദായത്തിന്റെ മക്കളെ കിട്ടൂലെന്ന് എന്റെ പ്രിയമുള്ളവര് ആർജവത്തോടെ തീരുമാനിക്കോ? എന്റെ രക്തത്തിലുള്ള ചെറുപ്പക്കാർക്ക് സാധിക്കണം. ഒന്നോ രണ്ടോ തിയേറ്റർ കത്തിക്കുന്നതൊക്കെ അവർക്ക് വളർച്ചയുടെ കാരണമാണ്, അല്ല നിങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലൊന്നും അവരംഗീകരിക്കൂല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, ആ രസങ്ങൾക്കും ആ സുഖങ്ങൾക്കും നിങ്ങളുടെ മക്കളെ കൊണ്ടിരുത്തുമ്പോൾ മോശമായത് വരുമ്പോൾ അത് തട്ടിക്കളയണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ മക്കൾ അതുകൂടി കാണുകയാണ്. സർക്കസ് കാണാൻ മക്കളെ കൊണ്ടുപോകാറില്ലേ? സർക്കസ് അതൊരു രസമല്ലേ ഉസ്താദേ? അത് അനുവദനീയമല്ലേ? നമ്മുടെ മക്കളെ കൊണ്ടുപോയാൽ എന്താ? ഉപ്പമാർക്ക് ഇക്കമാർക്ക് തീരെ താല്പര്യം ഉണ്ടാവൂല, ഉമ്മാക്കാണ് താല്പര്യം. ഉമ്മ പത്രം എടുത്തു വെച്ച് അതിന്റെ പുറകിലെ പരസ്യം കണ്ടിട്ട് പറയും, ഇക്കാ കണ്ടോ അല്ലാഹുവേ, ആന ഫുട്ബോൾ കളിക്കാൻ. സൂറായും സൂറയുടെ ഭർത്താവും അമ്മൂനും ഇവിടെ കാണാൻ പോയപ്പോഴും ആന ഫുട്ബോൾ കളിച്ച് സൂറ ഇങ്ങനെ പിടിച്ച് പത്രത്തിനെ കണ്ടു. അല്ലാഹുവേ, ഇന്ന് തന്നെ പോയേക്കാം. നമുക്ക് ഏറ്റവും ഫ്രണ്ടിലിരിക്കണം, ഏറ്റവും നല്ല ഫ്രണ്ടിലെ സീറ്റിൽ ഇരുന്നിട്ട് നല്ലപോലെ കാണാം, ആനയുടെ ക്രിക്കറ്റ് കാണാം. ഇതൊക്കെ പറയും. റഷ്യൻ സുന്ദരിമാർ, ബോംബെ സുന്ദരിമാർ, തൊലിവെളുപ്പുള്ള പെൺകുട്ടികൾ, എന്റെ പ്രിയമുള്ളവര് ഇത്തിരിപ്പോന വസ്ത്രമിട്ടുകൊണ്ട് ശരീരം പാമ്പ് പുളയുന്ന പോലെ വളച്ചു കാണിക്കുമ്പോ 3, 4, 5, 6 വയസ്സുള്ള നിന്റെ മക്കളെ അപ്പുറം ഇപ്പുറം ഇരുത്തിയിട്ട് ഭർത്താവ് ഇങ്ങനെ കാണിക്കുന്നത് ഫസ്റ്റത്തെ റാഹത്തായിരുന്നു അല്ലേ? ആ സൈക്കിളിലെ കറക്കണം, അത് വളരെ റാഹത്തായിരുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ അത്ഭുതം നമ്മൾ കാണണം. അതാ അള്ളാന്റെ അത്ഭുതം നിന്റെ വാപ്പ സൈക്കിൾ ഓട്ടുമ്പോഴല്ല കാണാനുള്ളത്. അള്ളാന്റെ അത്ഭുതം സർക്കസ് കൂടാരത്തിനകത്തല്ലേ? ഇത് ഒരു നായ, നിന്റെ വീട്ടിന്റെ അകത്ത് വളർത്തുന്ന നായയെ ശീലിപ്പിച്ചാലും അതങ്ങനെയാവും. ഞാനിപ്പോ ഈ നെട്ടൂരിനടുത്ത് ഒരു വീട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു തത്തമ്മ ഉണ്ട്. അത് നൗഷാദ് വാക്കവിന്ന് വിളിക്കും. ആ തത്തമ്മ നമ്മൾ എന്ത് ശീലിപ്പിച്ചു കൊടുത്താലും നമ്മുടെ വീട്ടിലെ ജീവികളും ജീവജാലങ്ങളും ഒക്കെ അത് ചെയ്യും. അത് അവർ പ്രാക്ടീസ് ചെയ്ത് വരുന്നു. അവർ നടത്തട്ടെ, കാണാൻ പോകുന്നവർ പോട്ടെ. പക്ഷേ അള്ളാനെ പേടിയുള്ള ഉമ്മമാർ അവരുടെ മക്കളെ കൊണ്ടിരുത്തരുത് എന്ന് പറഞ്ഞാൽ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് നിങ്ങൾ കെട്ടിയോടെ പോയിരുന്ന് കാണണമെന്നല്ല. ഉത്തരവാദിത്വം എന്നോട് അള്ള ചോദിക്കുമ്പോ അതൊന്നും മനസ്സിൽ നിന്നും മാറൂല. കുഞ്ഞുമക്കളുടെ മനസ്സിലെങ്ങനെ പതിഞ്ഞിരിക്കുമ്പോ ഭാവിയിൽ നരകത്തിന്റെ വഴി കണ്ടെത്താ നിന്റെ മക്കളതാ തീരുമാനിക്കുന്നത്. ഇന്ന് ചെറുപ്പക്കാര് പ്രസംഗത്തിന് പോകണമെന്ന് പറയുമ്പോ ഉമ്മമാര് സമ്മതിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ധൈര്യമായിട്ട് സമ്മതിച്ചോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതപ്പെട്ടു പോകുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ സഹാബത്തിനോട്, സഹാബത്തേ, എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ ഒരു ഉമ്മയുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഉമ്മയുടെ കഥ ഞാൻ പറഞ്ഞു തരട്ടെയോ? പൊന്നാര നബി തങ്ങൾ പറയുന്നു, ഉഹുദ് യുദ്ധത്തിന്റെ രണാകണമാണ് സംഭവം നടക്കുന്ന സ്ഥലം. ഉഹുദിന്റെ രണാകണമാണ്. ഉഹുദ് യുദ്ധത്തിന് ഞെട്ടറ്റി വീഴുന്ന കാലറ്റുപോയ കയ്യറ്റുപോയ ഓരോ സഹാബത്തിനെ കൊണ്ടുവന്ന് കിടത്തുകയാ. ആ സമയത്ത് അവർക്ക് മരുന്ന് വെച്ചു കൊടുക്കാ, അവരെ കാല് തടവി കൊടുക്കാ, അവരെ രക്തമൊപ്പിയെടുക്കാ, അവരെ വേദന മാറ്റിക്കൊടുക്കാ. അവിടെ നിന്നിരുന്ന ഒരു പെണ്ണാണ് ഉമ്മു അമ്മാ
അമ്മാറ എന്ന ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹ ഇതുപോലെ അപകടം സംഭവിച്ച് വരുന്നവർക്ക് മരുന്ന് വെച്ചു കൊടുക്കുകയാ, ആശ്വാസവാക്ക് പറയുകയാ, അവിടെ മനസ്സിന്റെ നീറ്റൽ മാറ്റിക്കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അങ്ങനെ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ എല്ലാവർക്കും ഇങ്ങനെ മരുന്ന് വെച്ച് മാറ്റിക്കൊണ്ടിരുന്നു. ഇനി കുറച്ചു നേരം വിശ്രമിക്കണമെന്ന് പറഞ്ഞു വിടുകയാ. 2 ദിവസത്തേക്ക് പുറത്തിറങ്ങല്ലേ മുറിവിണങ്ങുന്നത് വരെ, 3 ദിവസത്തേക്ക് പുറത്തിറങ്ങല്ലേ മുറിവിണങ്ങുന്നത് വരെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഉമ്മു അമ്മാറയുടെ മുമ്പിലേക്ക് പൊന്നുമോനെ കൊണ്ടുവരികയാ. ആകെയുള്ള മോന ഉമ്മു അമ്മാറയുടെ തങ്കക്കുടമാ. രണാകടത്തിലേറ്റ പരിക്കുകൊണ്ട് കാല് മുറിഞ്ഞു പോലെ കൈ മുറിഞ്ഞു പോയ ഉമ്മു അമ്മാറയുടെ തങ്കക്കുടത്തെ കൊണ്ടുവന്ന് കിടത്തുകയാ. സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഉമ്മു അമ്മാറ മരുന്ന് വെച്ചു കൊടുക്കുകയാ. തന്റെ പൊന്നുമോന് മരുന്ന് വെച്ചിട്ട് പറഞ്ഞിരുന്നെന്നറിയോ, വിശ്രമിക്കണം മോനെ എന്നല്ല, 2 ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട എന്നല്ല, ചെല്ലുമോന് ഇറങ്ങിപ്പോ മോന്, പുറത്തേക്ക് പോ മോനെ, എന്നിട്ട് വീണ്ടും യുദ്ധം ചെയ്യടാ, എവിടെ മുറിഞ്ഞാലും നീ സങ്കടപ്പെടണ്ട. കോടതി വിധി ആലുവ മണപ്പുറത്ത് പരിപാടി നടത്തണമെന്ന് പറഞ്ഞപ്പോ, കോടതി അധികരിച്ചുകൊണ്ട് ഹർത്താൽ നടന്നപ്പോ, ആ ഹർത്താൽ ദിവസത്തിന് കട തുറന്നു വെച്ച് നിർബന്ധമായ കട തുറന്നപ്പോ പെരുമ്പാവൂരിന്റെ പരിസരത്ത് കശപിശയുണ്ടായില്ലേ? ആ കട അടച്ചിടണമെന്ന് ശാഠ്യം പിടിച്ചപ്പോ ഉന്തും തള്ളലും ഉണ്ടായില്ലേ? അവരെ തടയാൻ ചെന്ന് നിസ്കാരപ്പഴമ്പുള്ള ചെറുപ്പക്കാര് ഇന്ന് ജയിലിന്റെ അകത്ത് പ്രിയപ്പെട്ടവര് 30ഓളം വരുന്ന പാവപ്പെട്ട സഹോദരങ്ങള്, ഒന്നും അറിയാത്തവരുണ്ട്, അറിഞ്ഞവരുണ്ട്. ഹർത്താലിന്റെ പേര് സമുദായത്തിന്റെ ചെറുപ്പക്കാര് നിങ്ങളെ ചവിട്ടിയപ്പോഴേക്ക് വിട്ടുകൊടുക്കുന്ന സഹോദര, അല്ലാഹു പടച്ചോന്തരോ ആ പ്രിയപ്പെട്ട മക്കൾക്ക് ആരോഗ്യം കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു അഫിയത്ത് കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു രോഗശാന്തി കൊടുക്കട്ടെ, അവരുടെ മനസ്സിന്റെ സങ്കടം അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. നിങ്ങൾ നൊമ്പരപ്പെടേണ്ട, പ്രയാസപ്പെടണ്ട. ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പോമോനെ മുറിവുണ്ടെന്ന് വെച്ചിട്ട് വിശ്രമിക്കണ്ടടോ. അല്ലാഹുവിന്റെ റസൂൽ രണാകടത്തിലോ ആദർശത്തിന്റെ വിപ്ലവമാണ് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ പറഞ്ഞു വിടുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു ഉമ്മാക്ക് എങ്ങനെ കഴിയുമെന്ന് എനിക്കന്നാണ് തോന്നിയത് സഹാബത്തെ. അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, ആദർശത്തിന് വേണ്ടിയിട്ട് ഒരു ഉമ്മാക്ക് എങ്ങനെ കഴിയുമെന്ന് എനിക്കന്നാ തോന്നിയത് സഹാബത്തെ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞു കൊടുക്കുന്നത്. എറണാകുളം ജില്ലയുടെ പള്ളിക്കരയുടെ പെരിങ്ങാലയുടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളുടെ ഉമ്മമാര് ഇന്ന് വരെ നിങ്ങളോട് യാസീനോരാ പറഞ്ഞിട്ടുണ്ടോ? മോനയെടുത്ത് പ്രസംഗം നടക്കുകയാ, പോയി കേൾക്കാ പറഞ്ഞിട്ടുണ്ടോ? നേരമുണ്ടോ ഉമ്മ രാത്രിയായ സീരിയലിന്റെ മുമ്പ് പോയിരുന്നിട്ട് നുണക്കഥകൾ കണ്ടിട്ട് ചിരിക്കാറുള്ള സമുദായത്തിന്റെ ഉമ്മമാർക്ക് മക്കളെ നോക്കാൻ നേരമുണ്ടോ? മക്കളെ നോക്കാൻ നേരമുണ്ടോ? എവിടെയെങ്കിലും ഒരു മരിപ്പ് നടക്കുമ്പോ ഒരു തുണിയെടുപ്പ് തലയിലൊട്ടിട്ട് വെച്ചിട്ട് ആ മയ്യപ്പിന്റെ മുമ്പ് പോയി കള്ളക്കണ്ണീരൊഴുക്കിയോ? അല്ല മയങ്ങൂല പെണ്ണ്, അല്ല മയങ്ങൂല പെണ്ണ്. ഏതെങ്കിലും റമളാ മാസമാകുമ്പോ അപ്പുറത്തെ വീട്ടില് ഞാൻ തറാവീഹിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തറാവീഹ് നിസ്കാരം കഴിഞ്ഞു വന്ന് കാണാത്ത സീരിയലിന്റെ ബാക്കി കാണാൻ ആവേശം കാണിക്കുന്ന പെണ്ണ്, ആരാ കൊണ്ടുപോയത്? നിന്റെ മനസ്സിന്റെ കപ്പ് നിറഞ്ഞിരുന്നു. പഴയകാലത്തെ ഈമാൻ ആരാ കൊണ്ടുപോയത്? നഫീസത്ത് മാല പാടിയിരുന്ന, മുഹീബി മാല പാടിയിരുന്ന, മങ്കൂസ് മൗലൂദ് ഓതി കരഞ്ഞിരുന്നു, യാസീനോദി നിലവിളിച്ച് ദുആ ചെയ്തിരുന്ന ആ പഴയകാലത്ത് ഉമ്മമാരുടെ മനസ്സിന്റെ ഈമാൻ ആരാ കൊണ്ടുപോയതുമ്മ? ആണ് കിട്ടുന്നാൽ പറയുക, നിന്റെ സീരിയലുകൾ എന്ന് നിർത്തുന്നവോ അന്നല്ലാതെ ഉമ്മ ഈ സമുദായത്തിലെ ഉമ്മമാര് രക്ഷപ്പെടില്ല. എന്ന് നിർത്തുന്നുവോ സീരിയല്, എന്ന് നിർത്തുന്നുവോ റിയാലിറ്റി ഷോ? വേണ്ട ഉമ്മ, വേണ്ട. നമുക്കെന്തിനാണ് ദുനിയാവിന്റെ പുറത്തത്? അടുത്ത സെക്കൻഡിൽ മരിച്ചാൽ അല്ല തുടങ്ങാൻ പോവാണ്. ഒരിക്കലും നിലക്കാത്ത കണ്ണീരിന്റെ ചരിത്രം പരസക ജീവിതത്തിൽ. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്നെ സാക്ഷി നിർത്തിയിട്ട് ഈ പെരിങ്ങാലയുടെ പരിസരത്ത് ഏതെങ്കിലും ഉമ്മമാർ ഉത്തരവാദിത്തം
ഉത്തരവാദിത്വത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് നിന്റെ പൊരുത്തം കൊടുക്കല്ലോ, അതിന്റെ വഴി നീ അവർക്ക് തുറന്നു കൊടുക്കല്ലോ. പൂർണ്ണമായും എന്റെ ഉമ്മമാരോട് പറയാം, നിങ്ങൾ കൈവിട്ടതുകൊണ്ടാണ് ഈ സമുദായത്തിന്റെ പകുതിയിലേറെ പേര് പോയത്, നഷ്ടപ്പെട്ടു പോയത്. അല്ലേ, കലാമത്സരങ്ങൾക്ക് കൊണ്ടുപോയിട്ട് എന്തിനാ നമുക്കത്? നമുക്ക് ഇസ്ലാം പറഞ്ഞ കലകളുണ്ട്, അതിന് നമ്മുടെ ആൺമക്കളുണ്ട്. പെണ്ണിനെ ഡാൻസ് കളിപ്പിച്ചെങ്കിലേ നിനക്കങ്ങോട്ട് തൃപ്തിയാകൂന്ന് വാശി പിടിക്കാൻ മാത്രം അള്ളാഹു നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? 16 കാരിയ മുട്ടുവരെയുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് തൊലിയുടെ വെളുപ്പ് കാണിച്ചിട്ട് സ്റ്റേജിൽ നിർത്തിയിട്ട് കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും നടത്തി അവാർഡ് വാങ്ങി വീട്ടിൽ കൊണ്ട് വെച്ചെങ്കിലേ നിനക്ക് സമാധാനം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഏതു ലോകത്താണ് പെണ്ണെ നീ ജീവിക്കുന്നത്? എന്റെ ഉമ്മമാർക്ക് സങ്കടം തോന്നരുത്. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞോ നിങ്ങൾ? ഞാൻ ഈ പറഞ്ഞത് ഓർത്തിട്ട് നിങ്ങൾക്ക് സങ്കടപ്പെടണ്ട. നന്മയ്ക്ക് വേണ്ടി കരഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്തു. ഉത്തരവാദിത്വ ബോധം വേണം. നിന്റെ മക്കൾ നാളെ പറയണം, ഞാൻ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അല്ലാഹ് എനിക്ക് എന്റെ ഉമ്മയെയും എന്റെ ഉപ്പയെയും നീ സ്വർഗത്തിൽ കടത്തിയതായി അറിയിച്ചു തരണം, എങ്കിലേ ഞാൻ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് പറയുന്ന മക്കളാകണമെങ്കിൽ ആ മക്കളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പം മകളായി, ഉമ്മയായി, സമയം ഒരുപാട് കഴിഞ്ഞു, എങ്കിലും കുറച്ചു നേരം കൂടി, വേറെ പിരിവൊന്നുമില്ലല്ലോ, ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം കൂടി ആ വിഷയത്തിന്റെ പൂർത്തീകരണത്തിനൊന്ന് സഹിച്ചിരിക്കുക. നിങ്ങളെക്കാൾ ക്ഷീണവും പിന്നെ തിരക്കും ഒക്കെ എനിക്കുണ്ട്, എങ്കിലും ഇൻഷാ അല്ലാഹ് അതൊക്കെ മറന്ന് ഈ വൻ ജനാവലിക്ക് മുന്നിൽ പാവപ്പെട്ട സംഘാടകരുടെ ഒന്നാമത്തെ നല്ല സംരംഭമാണ്. റഷീദ് ഉസ്താദ് ശരിക്കിതിനു വേണ്ടി കഷ്ടപ്പെട്ടു. അതുപോലെ അതിന്റെ പ്രധാനപ്പെട്ട സംഘാടകർ, പിന്നെ അതിന്റെ താഴേക്കിടയിൽ വരെയുള്ള ഏറ്റവും ചെറിയ കുട്ടി ഉൾപ്പെടെയുള്ള വാളണ്ടിയേഴ്സുമാർ വരെ ഈ വലിയ ജനാവലിയെ ഒരുക്കുന്നതിന് വേണ്ടിയും അവർക്ക് സൗകര്യം ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി എത്രയോ ദിവസമായി ദുആ ചെയ്തുകൊണ്ട് കാത്തിരുന്നവരാ. അതുകൊണ്ട് മൈക്ക് ഓഫ് ആയതിന്റെ പേരിലൊന്നും അവരെ നിങ്ങളൊന്നും, അതൊക്കെ യന്ത്രങ്ങളാണ്, അല്ലെ, അതൊക്കെ മിഷനുകളാണ്, അതൊക്കെ പിന്നെ എത്രയോ നല്ല മനുഷ്യരെ പെട്ടെന്ന് അറ്റാക്ക് വരുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ വരാൻ, ചിലപ്പോൾ അങ്ങോട്ട് മാറിപ്പോവാൻ, ചിലപ്പോ വാട്സ് കുറഞ്ഞു പോവാൻ, ചിലപ്പോ പിന്നെ എന്തെങ്കിലുമൊക്കെ തകരാറ് വരാം. അതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല സെറ്റ് തന്നെയാണ്, അൽഹംദുലില്ലാ, ഒരു കുഴപ്പവും വേറെ സൗണ്ടിലൊന്നുമില്ല. എങ്കിലും അങ്ങനെ വന്നുപോയത് കൊണ്ട് നാളെ ഇനി റോഡിലിറങ്ങിയിട്ട് നിങ്ങൾ എന്ത് വേലയുടെ കാണിച്ച് മുസ്ലിയാരെ കൊണ്ടുവച്ചിട്ട് ഓഫാവണം അതവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇനി ലോകത്ത് ഏറ്റവും നല്ല മൈക്ക് കൊണ്ടുവച്ചാലും ചിലപ്പോ ചില സരസിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് കാര്യമാക്കണ്ട. അപ്പോ അതൊക്കെ സംഭവിച്ചപ്പോ അവരുടെ മനസ്സ് പിടഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടു ഓടി നടന്ന് വെച്ച ആ ഒരു പരിപാടി ഇങ്ങനെ ആവുമെന്ന് അവർ വിഷമിച്ചിട്ടുണ്ട്. ഒരിക്കലും അവർ വിഷമിക്കരുത്. അവരിൽ ആർക്കോ ചെറിയ അഹങ്കാരം വന്നപ്പോ ഓഫായതാണ്. അവരിൽ ആരോ ഒരാൾ വിചാരിച്ചു നമ്മള് മോശമല്ല, നമ്മള് ചെറിയൊരു ജൂനിയർ മണപ്പുറമാ എന്ന് ആർക്കോ ഒരാൾക്ക് തോന്നിയപ്പോ ഓഫായി. അതെ, അത്രേ ഉള്ളൂ. അത് എന്തുകൊണ്ടാ? അള്ളാഹുവിന് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ആ ഇഷ്ടം അള്ളാഹു പ്രകടിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ ആരും അവരെ കുറ്റപ്പെടുത്തേണ്ട. അള്ളാഹു ആ മക്കളെ അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ ഉത്തരവാദിത്വം ഭാര്യ എന്നുള്ള രീതിയിലാണ്. അതിപ്പോ നിങ്ങൾക്കറിയാം, ഏറ്റവും അധികം നല്ലതുപോലെ ആ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യമാരെ കുറിച്ച്, അവരുടെ കടമകളെ കുറിച്ച്. ഒരു കുടുംബത്തിലേക്ക് ചെന്നിട്ട് ഏറ്റവും അധികം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാസറ്റ് എന്ന് ചോദിച്ചാൽ ഭർത്താക്കന്മാര് പറയും ഭാര്യമാരുടെ ശ്രദ്ധയ്ക്ക്, ഭാര്യമാര് പറയും ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക്. ഇത് രണ്ട് കാരണം എന്താ? രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കിട്ടുന്ന വിഷയങ്ങളായതുകൊണ്ട് അവരങ്ങനെ പറയാറുണ്ട്. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുമിച്ചിരുന്ന് ആ പ്രഭാഷണ സീഡികളും ആ വിഷയങ്ങൾ ശ്രദ്ധിച്ചവർക്കൊക്കെ അള്ളാഹു ഒരുപാട് മാറ്റം കിട്ടണമെന്ന് കൊതിച്ചുകൊണ്ട് ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം മാത്രം. പെണ്ണേ, ഭർത്താക്കന്മാരോടുള്ള ഭാര്യമാരുടെ കർത്തവ്യത്തെക്കുറിച്ച്, കടമയെക്കുറിച്ച് അള്ളാഹു നാളെ പരലോകത്ത് നിന്നോട് ചോദ്യം ചെയ്യപ്പെടുമ്പോ അത് നീ ശ്രദ്ധിക്കാൻ വേണ്ടി ഒറ്റ ഉദാഹരണം മാത്രം ഞാനെന്ന് പറഞ്ഞു നിർത്താ. അല്ലൗസാല മൻഹറാഹു ദമം വഖൈഹാ വലഹസതുഹു ബിലിസാനിഹാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, നിന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ശീഞ്ചലം പൊട്ടിവിടുകുമ്പോ നിന്റെ നാവ് കൊണ്ട് നീ തുടച്ചെടുത്താൽ ആ ഭർത്താവിനോടുള്ള കടമ തീരുന്നില്ല. നിന്റെ ഭർത്താവിന്റെ കാൽച്ചോട്ടിലെ മണ്ണുണ്ടല്ലോ, ആ മണ്ണ് നിന്റെ മുഖമാകുന്ന പരിശുദ്ധ മുഖത്തിന്റെ കവിളത്ത് പറ്റുന്നതുവരെ പറ്റിയാലും പെണ്ണ് നിന്റെ ഭർത്താവിനോടുള്ള സ്നേഹമളക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പോരെങ്കിൽ പിന്നെന്താ എനിക്ക് പറയാനുള്ളത്? എന്റെ പെരിങ്ങാലയിലെ പെങ്ങളെ,
ഭർത്താവിനെ വെറുപ്പിക്കുന്ന, ഭർത്താവിനെ വേദനിപ്പിക്കുന്ന, ഭർത്താവിനെ സങ്കടപ്പെടുത്തുന്ന ഒരു വാക്കുപോലും പറയല്ല. ഭർത്താക്കന്മാർക്കു വേണ്ടി ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ളതാ. എങ്കിലും ഞാൻ പറയുന്ന സഹോദരാ, നിന്റെ ഭാര്യമാരോട് സ്നേഹം കാണിക്കണേ. അവർക്കാകെയുള്ള പരാതി നിങ്ങൾ സ്നേഹം കാണിക്കുന്നില്ല എന്ന. പക്ഷേ നിങ്ങളെന്താ തീരുമാനിക്കുന്നത്? ഉസ്താദേ, ആ സ്നേഹം നമ്മൾ എങ്ങനാ കാണിക്കേണ്ടത്? അവർക്കത് അറിയില്ലതാ പ്രശ്നം. എങ്ങനാ കാണിക്കേണ്ടെന്നറിയില്ല. ഒരു സഹോദരൻ പറഞ്ഞത്, ഉസ്താദേ, ഞാൻ ആദ്യം വിവാഹമൊക്കെ കഴിഞ്ഞ് ഒന്നാമത്തെ ലീവിന് നാട്ടിൽ പോയപ്പോഴുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ പൾസറിന്റെ പുറകിലിരുന്ന് പോകുന്ന കണ്ട് എന്റെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു. അവളെ സൗന്ദര്യം കണ്ടിട്ടില്ല, മറിച്ച് അവൾ ഇരിക്കുന്നത് കണ്ടിട്ട് എന്നോട് ചേർന്ന് വയറ്റിൽ ഇങ്ങനെ പിടിച്ച് ഈ പുറകിലിരുന്നിട്ട് ഈ താടി ഇങ്ങനെ ഭർത്താവിന്റെ തോളത്ത് ഇങ്ങനെ ഇട്ടിട്ട് ചോദിക്കാണ്, ഇതിലാണോ അതാണ് ഇങ്ങനെ ചോദിക്കാണ്. അപ്പൊ ഭയങ്കര എല്ലാരും പറയും, കണ്ടോടാ, എന്തൊരു സ്നേഹമാ. ഉസ്താദേ, ഞാൻ രണ്ടാമത്തെ ലീവിന് ചെന്നപ്പോ വയറ്റിൽ പിടിച്ചില്ല, പിന്നെ എന്റെ ബെൽറ്റിലാണ് പിടിച്ചത്. പോട്ടെ, ഇച്ചിരി അകന്നിട്ട്. മൂന്നാമത്തെ ലീവിന് ചെന്നപ്പോ ബെൽറ്റ് പിടിച്ചില്ല, ബൈക്കിന്റെ ഒരു കമ്പി പിടിച്ചിട്ട് അകന്നിരിക്കണം, തൊടുന്നില്ല. അങ്ങനെ പോട്ടെ, ഇനി എനിക്ക് പോകാൻ പേടിയാ, കാരണം ചിലപ്പോൾ കഴുത്തി പിടിച്ചാലോ. ഇതിങ്ങനെ അകന്നകന്ന് വരും. ഈ അകന്നകന്നു പോകുന്നതിനെ അടുത്തടുത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ അയൽവക്കത്തുള്ളവർ അവരെ അടുത്തടുത്ത് കൊണ്ടുവരും. അതല്ലേ ഇന്ന് പെണ്ണുങ്ങൾക്ക് പത്രത്തിലൂടെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? രണ്ടു മക്കളെ തള്ളയെയും പായോടുകൂടി കാണാനില്ല. അങ്ങനെയാണ് പൊളിച്ചോടുന്നത് 17-കാരിയല്ല. എന്തുകൊണ്ട്? അതെന്താ പ്രശ്നമെന്നറിയോ? നിങ്ങളുടെ ഭാര്യമാരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത് കൊണ്ടാണ്. അല്ലേ? ഏതെങ്കിലും അയൽവാസിയുടെ കല്യാണത്തിന് പോയി അവന്റെ സുന്ദരിയായ ഭാര്യയെ കാണുമ്പോൾ നെടുവീർപ്പിട്ടിട്ട്, അള്ളാഹുവേ, ഇതുപോലെ സുന്ദരിയായി കെട്ടിയാൽ മതിയായിരുന്നു, എനിക്കൊരു ഭൂതനെ കെട്ടി അന്ന് പെണ്ണ് കാണാൻ പോയപ്പോ തിമിരം ബാധിച്ചാന്ന് അറിഞ്ഞില്ല റബ്ബേ, അന്ന് നല്ലപോലെ മൂക്കും കണ്ടില്ല കണ്ണും കണ്ടില്ല, ഓക്കേന്ന് പറഞ്ഞ് സമ്മതിച്ച് പടച്ചവനെ ഇപ്പോഴാ അനുഭവിക്കണേ. അത് എവളും 2 ദിവസം കഴിയുമ്പോൾ അങ്ങനെ തന്നെ. കല്യാണത്തിന്റെ ഏത് കൂതറേ നല്ല സുന്ദരിയായിരിക്കും, വേറെ ലോലിയൊക്കെ ഇഷ്ടം പോലെ കിട്ടാല്ല, വാരി തേച്ചുകൊണ്ടുവന്നിരിക്കും. അല്ലെ, ഇതൊക്കെ അങ്ങോട്ട് ഇട്ടുമല്ലോ, ഇതായിട്ട് ഇങ്ങനെ ഇരിക്കണതാണ്. നമ്മൾ മഴ പെയ്താ തീർന്നു, ബിരിയാണി വരെ ചുവപ്പ് നിറമായി പോകും, കളർ പോയി. അപ്പൊ അതിലൊന്നും അത്ഭുതപ്പെടാനില്ല. നിനക്ക് അല്ലാഹു തന്ന പെണ്ണ് ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി അതാണെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിക്കണം. അള്ളാഹ് തീരുമാനിച്ചിട്ട് ചിലപ്പോ വേറെ ആയിരിക്കും, നീ തീരുമാനിക്കണം. എന്റെ സുന്ദരി ഇതാ, എന്റെ സുന്ദരിയതാ, എത്ര വയസ്സായാലും എത്ര പ്രായം ചെന്നാലും എന്റെ സുന്ദരിയാണ് നീ എന്ന് തീരുമാനിക്കണം. എന്നിട്ട് ആ പെണ്ണിനോട് പൊരുത്തമുള്ള നല്ലൊരു ജീവിതം കൊടുക്കണം. ചെറുപ്പക്കാരാ, പെണ്ണിനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹമില്ലേ, ഉറപ്പ് പറയുകയാണ് 2-3 മക്കളായ പിന്നെ ഈ ഭർത്താക്കന്മാര് സ്നേഹത്തിന്റെ വിഷയത്തിൽ പിശുക്കന്മാരാ. സഹോദരിമാരിപ്പോ ഇരുന്ന് കരയുന്നുണ്ടാവും. ഈ സദസ്സിലിരുന്ന് കൊണ്ട് നിറഞ്ഞ കണ്ണോടുകൂടി അവര് ചിന്തിക്കുന്നുണ്ട്, ശരിയാണ് ഉസ്താദ്, എന്റെ ഭർത്താവ് പണ്ട് കാണിച്ച സ്നേഹം എന്നോട് കാണിക്കുന്നില്ല. പെണ്ണിന്റെ മനസ്സറിയണം ചെറുപ്പക്കാരാ, പെണ്ണിന്റെ മനസ്സറിയണം ചെറുപ്പക്കാരാ. അവൾ എപ്പോഴും ചിന്തിക്കുന്നത് ആദ്യ ജീവിതങ്ങളെ കുറിച്ചാണ്. 3 മക്കളായാലും 4 മക്കളായാലും ആ പെണ്ണ് ചിന്തിക്കുന്നത്, അല്ലാഹുവേ, പണ്ട് 7 മണിക്ക് വീട്ടിൽ വന്നിരുന്ന ഭർത്താവാണ്, വന്നാൽ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചിരുന്ന ഭർത്താവാണ്. ഇപ്പോ ആ സുഖമില്ല, ആ രസമില്ല. പടച്ചോന് എന്താ സംഭവിച്ചതെന്നറിയില്ല. അതുപോലെ ഫോൺ വിളിക്കുമ്പോ, എവിടെയെങ്കിലും യാത്ര പോകുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ ഫോൺ വിളിക്കുമ്പോ കുറച്ച് സമാധാനത്തിൽ അവളോട് സംസാരിക്കണം ചെറുപ്പക്കാരാ. ഇല്ലെങ്കിൽ ആ പെണ്ണ് വിചാരിക്കും, അല്ലാഹുവേ, എന്റെ ഭർത്താവിനെന്തോ എന്നോട് പിണക്കമാണ്. വഴിയിലിറങ്ങി ഒരു ചായ കുടിക്കുമ്പോ മൊബൈൽ എടുക്കണം, ഭാര്യ വിളിക്കണം, ഹലോ ചായ കുടിച്ചായിരുന്നോ, ഹലോ ചോറ് കഴിച്ചായിരുന്നോ, ഞാനിത് അവിടെ എറണാകുളത്തെത്തി, ഞാനിത് ആലുവയിലെത്തി, അങ്ങനെ വിളിച്ച് പറയണം. അപ്പോ ഭാര്യയ്ക്കൊരു സന്തോഷം ഉണ്ടാവും. നമ്മളെന്താ ഇറങ്ങി ചെന്ന അല്ലാഹു അവൾ എവിടെ പോയാലെന്ത്, എവിടെ നിന്നാലെന്ത്, ഒന്നും നമുക്ക് അങ്ങനെ ആവരുത്. നിങ്ങൾക്ക് സ്നേഹം നിങ്ങൾ ഉണ്ടാക്കണം. സ്നേഹം അല്ലാതെ ഉണ്ടാവത്തൊന്നുമില്ല. അതിനെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ പെണ്ണിന്റെ ജീവിതം കണ്ട് അങ്ങനെ സ്നേഹിക്കാൻ മാത്രം പവറുള്ള ഭാര്യമാരൊന്നും ഇല്ല. നമ്മൾ പിന്നെ അങ്ങ് സ്നേഹിച്ചങ്ങോട്ട് പഠിക്കണം, അത്ര തന്നെ. കൃത്രിമമായിട്ട് അതിനെ ഉണ്ടാക്കിയെടുക്കണം. ഫോണൊക്കെ വിളിച്ചപ്പോ ഭാര്യ ചിന്തിക്കും, അല്ലാഹുവേ, അങ്ങനെ ഇരിക്കുമ്പോ 2 ദിവസം വിളിച്ചില്ലെങ്കിൽ പിണങ്ങാതെ മതി. എന്നാലും നിങ്ങൾ പോയിട്ട് ചായ കുടിച്ചപ്പോ വിളിച്ചില്ലല്ലോ എന്നല്ല പിണങ്ങും.
അത് മനസ്സിലാക്കണം. പെണ്ണങ്ങനെയാ. അപ്പൊ അത് പറയാം, അങ്ങനെ പിണങ്ങാതിരിക്കാനാണ്. വിളിക്കാതിരുന്ന കുഴപ്പമില്ലല്ലോ. അത് വേണ്ട, അത് ശരിയാവില്ല. വിളിക്കണം. യാദൃച്ഛികമായി ചില ദിവസം വിളിക്കാൻ പറ്റും. ചെറിയ ചെറിയ പിണക്കൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. അപ്പൊ നമ്മളതൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോ അവർക്ക് വലിയ സന്തോഷമാവും. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നു, ദൂരയാത്രയാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങും. നേരെ ഭക്ഷണം മുമ്പ് കൊണ്ടുവച്ച് ഫോൺ എടുക്കുക, ഭാര്യയെ വിളിക്കണം. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാ, നീ എന്തായി? ഞാനിവിടെ ഒന്നും ആയിട്ടില്ല, മക്കളൊക്കെ ഇങ്ങനെ ഒന്ന് കാച്ചിലും ചിരിയൊക്കെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല, അപ്പം മീനൊക്കെ കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ശരിയാവും, ഞാൻ ഇച്ചിരി ഭക്ഷണം കഴിക്കുള്ളൂ, നീ കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം പോലെ. ഇങ്ങനെയൊക്കെ നിങ്ങൾ നാളെ ഒന്ന് പറഞ്ഞു നോക്കി. പെണ്ണപ്പം തന്നെ പള്ളിയിലെടുത്ത് പോയിട്ട് ഉസ്താനെ കണ്ടിട്ടുള്ള ഉസ്താദ് എന്റെ ഭർത്താവിന് എന്തോ പറ്റിയിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു റിഫായർ ആദ്യം കാണാൻ നടത്തിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണം. കാരണം ഇതുവരെ ഫോൺ വിളിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് വിളിച്ചിട്ട് നീ ചോറ് കഴിച്ചു എന്ന് ചോദിച്ചു. മരിക്കാൻ പോവാണ്. അതോടുകൂടി പെണ്ണ് തകരും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു മാറ്റം നല്ലതാണ്. ജീവിതത്തിൽ എപ്പോഴും ഒരു മാറ്റം വളരെ സുഖവും സന്തോഷമാണ്. അല്ലാതെ എന്നും ഇങ്ങനെ രാത്രി വരും, ഉടുപ്പൂരി മക്കളുറങ്ങിയോ, ഉറങ്ങി, ഇക്ക വെള്ളം, വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞ മതി. ചുട്ടിക്കാരൻ വന്നായിരുന്നു. ചുറ്റിക്കാരൻ ഗ്യാസുകാരൻ മീൻകാരൻ മാത്രമേ ഓർമ്മയുള്ളൂ. അതൊക്കെ വന്നായിരുന്നു. എല്ലാം കൊടുക്കാനുള്ളത് കൊടുത്തു. ശരി, ഇക്ക ഭക്ഷണം കഴിക്കും. ഞാൻ കഴിച്ചതാ, നീ കഴിച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ആ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒരു സിഗരറ്റൊക്കെ കത്തിച്ച് ചേറാത്ത് വന്നിട്ട് രാവിലത്തെ പത്രം എടുത്ത് വെച്ചുകൊണ്ട് വായിക്കും. വായിച്ചിട്ട് ഐഷാ ക്ലാസ് ഉള്ളൂടെ കൊണ്ടുപോവാ. കഴിഞ്ഞു, കുടുംബജീവിതം കഴിഞ്ഞു. രാവിലെ മക്കൾ ഉണർന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഒരു പോക്ക. എവിടെ പോകണമെന്ന് അറിയാൻ പറ്റും. ചിലപ്പോൾ തിരുവനന്തപുരത്ത് ചാക്കച്ചവടത്തിന് പോകണമായിരിക്കും. എന്നാലും പോണ കാണാൻ ഒരു കുറവുണ്ടാവൂല. ഏച്ചുമണിക്ക് ഇതെന്താ ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത്? നിനക്ക് ജീവിതമൊന്നും വേണ സംഭവം അറിയോ? ഈ ഭാര്യമാരങ്ങനെ കണ്ടാൽ തിരിച്ചവർ എന്ത് ചെയ്യുമെന്ന് പറയും, നീ ഒന്ന് പോയാ മതി എന്ന് പറഞ്ഞ് കാത്തിരിക്കും. കാരണം എന്തിനാ? കാമുകന്മാരോട് ചൊല്ലാൻ. എന്നിട്ട് പ്രസംഗിക്കാൻ വരുമ്പോൾ ഉസ്താദേ പറയണം, പെണ്ണുങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണോ? ആദ്യം പറയേണ്ടത് നിന്നെ കുറിച്ചാണ്. 8 കാലിൽ കെട്ടിയിട്ടടിക്കണത് എന്തെന്നറിയോ? ഭാര്യ നിർത്താൻ പഠിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദര. പഠിക്കണം നമ്മൾ. ഇല്ലെങ്കിൽ കഴുകക്കണ്ണുകളെ വരെ മാന്തി പൊളിച്ചു കൊണ്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ നിങ്ങൾ കാണിച്ചാൽ ഒരു പെണ്ണിനും സ്നേഹത്തിനൊരു കുറവുണ്ടാവില്ല. ഒരു പെണ്ണിനും സ്നേഹത്തിനൊരു കുറവുമുണ്ടാവില്ല. അവർ നിനക്ക് വേണ്ടി അറിയാതെ കരന്നുകൊണ്ട് ദുആ ചെയ്തു പോകും. അല്ലാഹുവേ, അങ്ങനെ ഉത്തരവാദിത്വ ബോധമുള്ള ഭാര്യമാരായി എന്റെ പ്രിയമുള്ള സഹോദരി മാറണേ. പെങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആങ്ങളമാരെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്ന പൂർണ്ണമായ ഉത്തരവാദിത്വം പെങ്ങളെ നിനക്കുണ്ട്. അതെങ്ങനെയാണ് പാലിക്കേണ്ടതെന്നറിയോ? ആങ്ങളമാര് നിനക്ക് വേണ്ടി സഹായിക്കുന്ന പോലെ നിന്റെ കല്യാണം കഴിഞ്ഞാ എന്തെങ്കിലും ഒരാവശ്യം നിന്റെ ആങ്ങളയ്ക്ക് വന്നാ തിരിച്ച് നീയും അവരെ ഒന്ന് സഹായിക്കണേ. സുബ്ഹാനല്ലാഹ്. ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ പാലിക്കേണ്ടത് ഈ മണ്ണിന്റെ പുറത്തിരുന്നു കൊണ്ടാ. സമ്മതിക്കൂല നിന്നെ, പിശാച് സമ്മതിക്കൂല പെണ്ണ്, ആരും നിന്നെ സമ്മതിക്കൂല. ആ സമയത്ത് നിന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരേണ്ടത് നൂറുകണക്കാന ചരിത്രങ്ങളുണ്ട്. 2-3 ദിവസം മുമ്പ് ഞാൻ തൃശൂർ ജില്ലയുടെ കാളാച്ചാൽ എന്ന് പറയുന്ന മലബാർ ജില്ലയുടെ പ്രദേശമായ തുടക്കമാര ഇടപ്പാളിനടുത്ത് 10,000 സഹോദരിമാര്, അതിലേറെ സഹോദരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് മിസ്റിലെ മാണിക്യമെന്ന് പറയുന്ന മനോഹരമായ ചരിത്രം പറഞ്ഞതാ. മിസ്റിന്റെ സൗന്ദര്യമായ നഫീസ ബീവി റളിയല്ലാഹു അൻഹാ, മിസ്റിന്റെ രാജാപ്പിയായ നഫീസ ബീവി റളിയല്ലാഹു അൻഹാ 6-ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും പഠിച്ചുപോയ, മുവത്ത എന്ന് പറയുന്ന കിതാബ് മുഴുവനും പഠിച്ചുപോയ റസൂലുള്ളാഹിയുടെ കുടുംബത്തിന് അഹ്ലു ബൈത്തിന്റെ രാജകുമാരിയെ നഫീസ ബീവി റളിയല്ലാഹു അൻഹാ ആ മഹദിയെ കുറിച്ച് പ്രസംഗിച്ചപ്പോ ആ മഹദിയുടെ ജീവിതം പ്രിയമുള്ളവരെ ഒപ്പിയെടുക്കേണ്ടവരാ നമ്മള്. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, റബ്ബി ഇബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ. അല്ലാഹു എന്റെ സ്വർഗത്തിൽ ഒരു ഭവനം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചുട്ടരിയുന്ന മണലാരണ്യത്തില് പഠിപ്പിച്ച കന്തി ഒരു ഭാഗത്തൂടെ കയറ്റിയിട്ട് മറുഭാഗത്തൂടെ വലിച്ചൂരിയെടുക്കുമ്പോ കണ്ണുനീര് വന്നു പോയത് അറിയാറ്, രക്തം പൊട്ടിപ്പോയതറിയാറ് അല്ലാഹുവിന്റെ പ്രേമത്തിൽ മയങ്ങിപ്പോയ ബീവി ആസിയ റളിയല്ലാഹു അൻഹ നിനക്കുണ്ട് പെണ്ണേ, നിന്റെ മുമ്പിലുണ്ട്, നിന്നെ കൊണ്ടുപോകാ പിന്നെ ആരാ ഉള്ളതെന്നറിയോ? ഐശ്വര്യാറായി വേണ്ട പെണ്ണേ, തട്ട
വെട്ടത്തിൻ മറയത്തെന്ന ഫിലിമിലൂടെ എത്രയോ സഹോദരിമാരാണ് തല മുഴുവനും മറച്ചിരുന്നത്. തലമറക്കൽ പകുതിയാക്കിയില്ലേ? തലയുടെ ഒരു ഭാഗത്ത് മാത്രം തട്ടമിട്ടുകൊണ്ട് കല്യാണത്തിന് പോകുന്നില്ലേ, കറങ്ങുന്നില്ലേ? സിനിമ എങ്ങനെ പലതും കാണിക്കട്ടെ, സീരിയൽ എങ്ങനെ പലതും കാണിക്കട്ടെ. ആദർശ ശുദ്ധിയുള്ള പെണ്ണ് നിന്റെ മുമ്പിലുള്ളത് ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹയാണ്. ഇസ്ലാം മതം വിശ്വസിച്ചു പോയത് കൊണ്ട്, ദീൻ ഉൾക്കൊണ്ടത് കൊണ്ട്, ആദർശത്തെ വാരിപ്പുണർന്നത് കൊണ്ട് ഒരുപാട് കട്ടത അനുഭവിച്ചു പോയ, ഒരുപാട് വിഷമം സഹിച്ചു പോയ, ഇസ്ലാമിൽ ആദ്യമായി ഷഹീദായ ബീവിയേ സുമയ്യ. ഇത് കണക്കും നൂറുകണക്കായ സഹോദരിമാര് നിന്റെ മുമ്പിലുണ്ട് പെണ്ണേ. അതുകൊണ്ട് തീരുമാനിച്ചോ, വേണ്ട വേണ്ട, അനാവശ്യങ്ങൾ വേണ്ട, അനാശാസ്യങ്ങൾ വേണ്ട, അനാചാരങ്ങൾ വേണ്ട, സീരിയലുകൾ വേണ്ട, സിനിമ വേണ്ട, റിയാലിറ്റി ഷോ വേണ്ട. എന്റെ മനസ്സിലുള്ള പതിഞ്ഞിരിക്കുന്ന നൂറുകണക്കാല ചരിത്രങ്ങളുണ്ട്. കാത്തിരിക്കുക, റമളാൻ മാസം കഴിഞ്ഞാൽ അങ്ങനെ അനേകം മഹദികളുടെ ചരിത്രങ്ങളുമായി എന്റെ പ്രിയമുള്ളവര് നിങ്ങൾക്ക് മാതൃക തരുന്ന, നിങ്ങളുടെ മനസ്സിന് മാറ്റം തരുന്ന ചരിത്രങ്ങളുമായി ഇൻഷാ അല്ലാഹ് കടന്നു വരുന്നതാണ്. പഠിക്കണം പെണ്ണേ, ഒരാൾക്കും ചവിട്ടി പേച്ചു കൊടുക്കോ പെണ്ണേ, നീയും നിന്ന് പോകരുത്. ഇനി ഒരു റസിയ ചാവക്കാട് വീടിന്റെ പുറകില്, അകലാട് വീടിന്റെ പുറകില് കുടിക്കകത്ത് വെന്തുരുകിയിട്ട് സാരമായി പോയ, ചതഞ്ഞരഞ്ഞു പോയ, പൊഴുതിന്ന് പോലെ പെണ്ണിന്റെ മാംസം ഇനി ലോകത്തുണ്ടാവാതിരിക്കാൻ വേണ്ടി പറയുകയാ. പെരിങ്ങാലയിലെ പെണ്ണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ സിറാത്ത് പാലത്തിൽ നിന്നുകൊണ്ട് കയ്യാട്ടി വിളിക്കുന്നവരാകാൻ കൊതിയില്ലേ? എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഭർത്താവിനെ വഴിപ്പെടുക, സാധുക്കളെ സഹായിക്കുക, മഹിളകളുടെ ചരിത്രം പഠിക്കുക, അവരുടെ പൊരുത്തത്തിന് വേണ്ടി ദ്വാരക്കുക. എന്നിട്ട് അല്ലാഹുവേ ഖബറിനെ ഓർത്ത് കരഞ്ഞ് അനാവശ്യങ്ങൾക്ക് ഞാനിനി പോകൂല്ല, ഇനി എനിക്ക് സർക്കസ് കാണണ്ട, ഇനി എനിക്ക് സിനിമ കാണണ്ട എന്ന് പറഞ്ഞിട്ട് സമാധാനമുള്ള സലാത്ത് ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന, ദുആ ചെയ്ത് കരയുന്ന, രാത്രി സമയത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന, സുബഹിക്ക് ഭർത്താവിനെ വിളിച്ചുണർത്തുന്ന, മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്ന നല്ല ഒരു കുടുംബിനിയാകാൻ സഹോദരിമാർ പരിശ്രമിക്കുക, ത്യാഗം ചെയ്യുക.